പ്രിയമുള്ളവരെ, മണി ടെക് അക്കാഡമി നടത്തുന്ന 97ാമത്തെ കോഴ്സാണിത്. ഈ എമോഷണൽ ഇന്റലിജൻസ് എന്നൊരു കോഴ്സ് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് നടത്തുന്നത് നമ്മളാണ്. നേരത്തെ ആരും നടത്തിയിട്ടില്ല എമോഷണൽ ഇന്റലിജൻസ് എന്നൊരു കോഴ്സ്. പല മോട്ടിവേഷൻ ട്രെയിനർമാരും മൈൻഡ് പവറും ഒക്കെയാണ് നടത്തുന്നത്, ബിസിനസ് പവറൊക്കെ. ഇത് എമോഷണൽ ഇന്റലിജൻസ് ഇൻ ബിസിനസ് ആൻഡ് പേഴ്സണൽ ലൈഫാണ്. പിന്നെ ഫാമിലി ലൈഫും ഉണ്ട് അതിനകത്ത്. പേഴ്സണലിനകത്ത് ഫാമിലി ഉണ്ട്. ബിസിനസ് ലൈഫും ഫാമിലി ലൈഫും പേഴ്സണൽ ലൈഫും എങ്ങനെ എമോഷണൽ ഇന്റലിജൻസ് നടത്താമെന്നുള്ളതാണ്. അപ്പൊ അതിന് നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കുന്നത് കേരളത്തിലെ പ്രമുഖനായ ബിസിനസ് കോച്ചും ബിസിനസ് അഡ്വൈസറുമായ ഷഫീഖ് ഷംസുദ്ദീൻ സാറാണ്. അദ്ദേഹം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇടയ്ക്ക് മലയാളികൾ അവിടുത്തെ ബിസിനസ്സുകാരെയൊക്കെ മെന്റർ ചെയ്യാൻ വേണ്ടി ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. അദ്ദേഹം ആണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. നമ്മുടെ ടീം അംഗമാണ് അദ്ദേഹം, ഷഫീഖ് ഷംസുദ്ദീൻ സാറ്. സാറിനെ സ്നേഹപുരസ്സരം ഈ ക്ലാസ് എടുക്കാൻ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു. നല്ല നസീർ സാറ് പറഞ്ഞ പോലെ തന്നെ എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നതിന് ഒരു സന്തോഷം. ഞങ്ങൾ കുറെ കാലങ്ങളായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതാണ്. എന്റെ പേര് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഷഫീഖ് പി ഷംസുദ്ദീൻ, സ്വദേശം തൃശ്ശൂരാണ്. എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കുറച്ച് പേർക്ക് അറിയുന്നവരുണ്ടെങ്കിലും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഞാനൊരു മാനേജ്മെന്റ് കൺസൾട്ടിങ് ആണ് ചെയ്യുന്നത്. പിന്നെ ബിസിനസ് ട്രെയിനിങ്ങുകൾ ചെയ്യുന്നു, ബിസിനസ് പ്ലാൻ പ്രിപ്പറേഷൻ, പേഴ്സണൽ കോച്ചിങ് ഒക്കെ ചെയ്യുന്നു. അതുകൊണ്ട് കൂടുതലും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുന്ന മേഖലകളിലുള്ള ട്രെയിനിങ്ങുകളും സോഫ്റ്റ് സ്കില്ലുകളാണ് എടുക്കുന്നത്. മാനേജ്മെന്റ് കൺസൾട്ടിങ് പൊതുവെ ഒരു ഓർഗനൈസേഷനെ പ്രൊഫഷണൽ ആക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും പലരും ചിലപ്പോൾ നമ്മൾ കണ്ടുപരിചയമൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ എടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒന്ന് നമ്മുടെ ഒരു ബിസിനസ്, ഞങ്ങളുടെ ഒരു കമേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, അതിനേക്കാൾ ഉപരി ഈ കാര്യങ്ങളൊക്കെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ പഠിക്കുന്ന അല്ലെങ്കിൽ ഉപകാരപ്പെടണം എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നസീർ സാറോ അല്ലെങ്കിൽ ഡോക്ടർ വിനയ് ഷെരീഫിനൊക്കെ സംബന്ധിച്ച് സ്ഥിരമായിട്ട് പല സെഷൻ എടുക്കുമ്പോൾ ഞങ്ങൾ ഇത് പഠിക്കുക എന്നുള്ള ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല. ഇത് കേൾക്കുന്നവർക്ക് ഇതിൽ കുറച്ച് കാര്യങ്ങളെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം. പല സമയത്തും നമുക്കറിയാം ഈ ട്രെയിനിങ്ങൾക്ക് യാതൊരു ക്ഷാമമില്ല. ഇഷ്ടംപോലെ ട്രെയിനേഴ്സ് ഉണ്ട്, ഇഷ്ടംപോലെ ട്രെയിനിങ്ങും ഉണ്ട്. അതിൽ എല്ലാ ട്രെയിനേഴ്സും നല്ലതെന്നോ അല്ലെങ്കിൽ ഷഫീഖ് നല്ലതെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ചില പോരായ്മകളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ഇത് കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ ട്രെയിനിങ്ങിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് ചോദിക്കേണ്ടത്. അതിൽ പ്രാക്ടീസ് ചെയ്യുകയും ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ, അത് ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല, ഫോളോ അപ്പ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഒരു ട്രെയിനിങ് കൊണ്ടും നമുക്ക് ഗുണം ഉണ്ടാവില്ല. ആ ട്രെയിനിങ്ങുകളിൽ കിട്ടുന്ന ചെറിയൊരു മോട്ടിവേഷൻ കൊണ്ട് ആ ദിവസം തന്നെ ഇതിന്റെ ഒരു രസം അവസാനിച്ചു പോകലാണ് പതിവ്. അപ്പോ നമ്മൾ അത്രയ്ക്കും ഒരു ശ്രദ്ധയോട് കൂടിയിട്ട് എല്ലാ ട്രെയിനിങ്ങിലും, ഈ ട്രെയിനിങ്ങിലല്ല എല്ലാ ട്രെയിനിങ്ങിലും ശ്രദ്ധയോട് കൂടി ഇരിക്കുക, അത് എഴുതിയെടുക്കുക. അതിൽ നിങ്ങൾക്ക് യോജിക്കുമെന്ന് തോന്നുന്ന പല പോയിന്റുകളും ബിസിനസ്സിലോ ലൈഫിലോ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ പേഴ്സണൽ ഇമ്പ്രൂവ്മെന്റിനൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഇമ്പ്രൂവ്മെന്റ് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്താലും ഗുണമുണ്ടാവും. അതുകൊണ്ട് എന്തായാലും നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. ഈ പേരൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വലിയ സംഭവമായി തോന്നും. പക്ഷെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമ്മളൊരു മനുഷ്യനെ സംബന്ധിച്ച് എല്ലാ സമയത്തും ഉള്ള ഒരു സ്ഥിതിയാണ് ഈ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ടേമാണ്. ഒരുപക്ഷെ ഇതില്ലെങ്കിൽ, ഈ പറഞ്ഞ ഇമോഷൻസ് എന്ന് പറയുന്ന വികാരങ്ങൾ, വൈകാരിക ബുദ്ധി എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഇല്ലെങ്കിൽ, അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചില്ലെങ്കിൽ, അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഒരുപാട് ദുരനുഭവങ്ങൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ലീഡർഷിപ്പിലും നമ്മുടെ സക്സസിലും നമ്മുടെ ജീവിതത്തിലും ബുദ്ധിമുട്ട് വന്നേക്കാം. ഞാനൊരു ആമുഖമായിട്ട് മാത്രം പറയാണ്, നമുക്ക് ഇന്റലിജന്റ് എന്നൊരു വാക്ക് എപ്പോഴും കേട്ടിട്ടുണ്ട്. ഇന്റലിജന്റ് എന്ന് പറയുന്നത് പൊതുവെ നമ്മൾ അറിയപ്പെടുന്നത് അതൊരു ന്യൂമറിക്കൽ എബിലിറ്റിയോ അല്ലെങ്കിൽ ഒരുപക്ഷെ ലോജിക്കൽ ആയിട്ടുള്ള തിങ്കിങ്ങോ അല്ലെങ്കിൽ റിസർച്ച് മെത്തഡോളജിയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇന്റലിജന്റ് എന്ന് പറയുന്നത് അല്ലെ. ബുദ്ധി എന്ന് പറയുന്നത് പൊതുവെ അങ്ങനെയാണ്. അത് നമ്മളിപ്പോ സയന്റിസ്റ്റുകൾക്ക് ഭയങ്കര ബുദ്ധിയാണ് അല്ലെ, എന്തെങ്കിലും കണ്ടുപിടിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിയാണെന്നൊക്കെ പറയുന്നത് പൊതുവെ ഇതെല്ലാം ഉൾപ്പെടുന്നതിനെയാണ്. അപ്പൊ ആ ബുദ്ധിയെ അളക്കുന്നതിനെയാണ് നമ്മൾ IQ എന്ന് പറയും അല്ലെ. IQ, ഇന്റലിജന്റ് കോഷ്യന്റ്. അതായത് ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹത്തിന്റെ IQ ഭയങ്കര കൂടുതലാണ്, ചില കുട്ടികൾക്ക് IQ കൂടുതലാണെന്ന് പറയുന്നത് ആ ബുദ്ധി അളക്കുന്ന ഒരു മാനദണ്ഡമാണ്. അപ്പൊ ഇന്റലിജന്റ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് കുറച്ച് കാലങ്ങളായിട്ടാണ് ഇത് ഭയങ്കരമായിട്ടുള്ള സ്വീകാര്യത കിട്ടി തുടങ്ങിയത്. അപ്പൊ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ വൈകാരിക ബുദ്ധിയാണ്, അതും ബുദ്ധി എന്ന പദത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ ഇമോഷണൽ ഇന്റലിജൻസ് ഇല്ലെങ്കിലുള്ള കുഴപ്പം എന്താ? നമ്മളെ സംബന്ധിച്ച് അതിന്റെ ഒരു പൊതുവെ പറയപ്പെടുന്നത്
ഒരുപാട് ഗുണങ്ങളുള്ള പല മനുഷ്യന്മാരും അയാളൊരു നല്ല ആളല്ല കേട്ടോ എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇപ്പൊ ഷെഫീഖിന് ഒരുപാട് ഗുണമുണ്ട്, അല്ലെങ്കിൽ നസീർ സാറിന് ഒരുപാട് ഗുണമുണ്ട്, അല്ലെങ്കിൽ മുനീറിനോ ഇവിടെ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരെ കാണാൻ പറ്റുന്ന ജിജോനോ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകളുണ്ട്. പക്ഷെ ആ കഴിവുകളെ കുറിച്ചെല്ലാം നമ്മൾ ഒരു ഒറ്റ നിമിഷം കൊണ്ട് അതൊക്കെ സീറോ ആണെന്ന് പറയപ്പെടുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും. ആ കാര്യങ്ങളൊക്കെ കൂടുതലും ഈ പറഞ്ഞ വൈകാരിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്വഭാവവിശേഷമായി ബന്ധപ്പെട്ട ചില പോരായ്മകൾ കൊണ്ടായിരിക്കും. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, പല വലിയ വലിയ ആൾക്കാരും ചില വാക്കുകൾ കൊണ്ടൊക്കെ അവരെ മാന്യത കളഞ്ഞു വിളിക്കുന്നത്, അല്ലെ? അവർ എത്രയോ മെച്ചപ്പെട്ട സേവനങ്ങൾ ഈ സമൂഹത്തിന് ചെയ്തിട്ടുണ്ടെങ്കിലും ചില സ്വഭാവവിശേഷങ്ങൾ കൊണ്ട് മാത്രം ഈ പൊതുജനങ്ങൾ പറയും അയാൾ ശരിയല്ല എന്ന് പറയും. ഈ അദ്ദേഹം ശരിയല്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്കില്ല് കുറവ് കൊണ്ടോ അദ്ദേഹത്തിന്റെ ബുദ്ധി കുറവ് കൊണ്ടോ ഒന്നുമല്ല. അദ്ദേഹം ശരിയല്ല എന്ന് നമ്മൾ ഭൂരിഭാഗം പറഞ്ഞത് എന്തുകൊണ്ടാ? അദ്ദേഹത്തിന്റെ വ്യക്തിത്വം ശരിയല്ല, അദ്ദേഹത്തിന്റെ പെരുമാറ്റം ശരിയല്ല, അദ്ദേഹത്തിന്റെ വികാരങ്ങൾ നിയന്ത്രിക്കാനുള്ള കഴിവില്ല എന്നത് കൊണ്ടൊക്കെയാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരാളെ നമ്മൾ വിലയിരുത്തുന്നത്, എത്രയ്ക്കും കഴിവുള്ള ഒരാളെ വിലയിരുത്തുന്നത് അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ബുദ്ധിയോ സ്കില്ലോ ഉപയോഗിച്ചിട്ട് പോലും അല്ല. അപ്പൊ നമ്മള് അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നത്? ഒരു മനുഷ്യനെ സംബന്ധിച്ച് എപ്പോഴും സാമൂഹികപരമായിട്ട് ഇടപെടുന്ന ആളാണ്, അല്ലെ? നമ്മളൊരു വീടിനുള്ളിൽ ഇരുന്ന് ഒറ്റയ്ക്ക് റൂമിൽ ഇരിക്കുന്ന ഒരാളല്ല. നമ്മൾ ചിലപ്പോൾ ഓഫീസിൽ പോകുന്ന ആള്, കുടുംബത്തിൽ ഇടപഴകുന്ന ആള്, സുഹൃത്തുക്കളുമായിട്ട് ഇടപഴകുന്ന ആള്, സമൂഹത്തിൽ ഇറങ്ങുന്ന ആള്, രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന ആള്, നമ്മൾ പല സമയത്തും പൊതുവായിട്ടുള്ള കാര്യത്തിൽ ഇടപെടുന്ന ആള്, സമൂഹ ജീവിയാണ്, അല്ലെ? അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഇടപെടുന്ന സമയത്ത് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുക. അതിനെ പറയുന്നതാണ് നമ്മൾ ഈ വൈകാരിക ബുദ്ധി എന്ന് പറയുന്ന, വൈകാരിക ബുദ്ധിയെ കൺട്രോൾ ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ടോപ്പിക് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്ന് വെച്ചാൽ അത് ഈ ഷെഫീഖ് എന്ന് പറഞ്ഞ ഒരാള്, ഞാൻ ക്ലാസ് എടുക്കുന്ന ഒരാള് പരിപൂർണമായിട്ട് ഇതൊക്കെ ഇത്രയ്ക്കും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരാളുമേ അല്ല. ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും എനിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ടായേക്കാം. അതുകൊണ്ട് ഞാനും നിങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ, ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പക്ഷേ നമുക്കുള്ള എല്ലാ സ്കില്ലുകളെയും അടച്ചാക്ഷേപിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഒരു ദുരനുഭവം കടന്നു വരില്ല. എന്ന് വെച്ചാൽ സമൂഹത്തിൽ എപ്പോഴും നമുക്ക് നല്ല സ്ഥാനം കിട്ടുകയും, അതിൽ ഫാമിലിയിൽ നമുക്കൊരു സ്ഥാനം കിട്ടുകയും, നമ്മുടെ വർക്ക് പ്ലേസിൽ ഒരു സ്ഥാനം കിട്ടുകയും, നമ്മുടെ പ്രൊഫഷണൽ ഒരു സ്ഥാനം കിട്ടുകയും, നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു സ്ഥാനം കിട്ടുകയും, നമ്മുടെ സമൂഹത്തിലും സുഹൃത്തുക്കളിൽ ഒരു സ്ഥാനം കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ പറയുന്ന കാര്യത്തിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ അടുത്ത കുറെ കാലങ്ങൾ എന്ന് പറയാൻ. എന്തായാലും ആമുഖമായിട്ട് കുറച്ച് ആൾക്കാർ കൂടി വരുന്നുണ്ട്. ഇതൊരു ബാക്ക്ഗ്രൗണ്ട് കൂടി നോക്കാം. എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്? ഇതൊരു വൈകാരിക ബുദ്ധിയാണ്, അല്ലെ? വൈകാരിക ബുദ്ധി. സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞ ബുദ്ധി എന്ന് പറയുന്നത് ന്യൂമറിക്കൽ എബിലിറ്റിയോ ലോജിക്കൽ റീസണിങ്ങോ റിസർച്ച് ചെയ്തിട്ടുള്ള ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും കണ്ടുപിടിക്കുന്നതോ അതുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, ഇത് തികച്ചും നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗങ്ങളും കുറിച്ച് മാത്രമാണ് പഠിക്കുന്നത്, അല്ലെ? അത് ഇന്റർപേഴ്സണൽ അല്ലെങ്കിൽ ഇൻട്രാപേഴ്സണൽ എന്ന് പറയുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അറിയണം. കൂടുതൽ സൈക്കോളജി പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് ടെക്സ്റ്റ് ബുക്കുകളിൽ തന്നെ ഒരുപാട് വർണ്ണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന് ബേസ് ചെയ്തിട്ടുള്ള ട്രെയിനിങ്ങുകളിലൊക്കെയും ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ വരും. കാരണം ആദ്യമായിട്ട് ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി എന്ന് പറയും. ഞാനിത് കുറച്ച് കാര്യം മാത്രം പുസ്തകത്തിൽ വായിക്കണം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സാധാരണ ട്രെയിനിങ് നമ്മൾ എന്തും പറയുന്ന പോലെയല്ല, ചില കാര്യങ്ങൾ അടിസ്ഥാനമായിട്ടുള്ളതാണെങ്കിൽ തെറ്റാൻ പാടില്ല. അതുകൊണ്ട് ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി എന്നുകൊണ്ട് ഹൊവാർഡ് ഗാർഡ്നർ ആണ് ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ തിയറി കൊണ്ടുവന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു സിംഗിൾ എൻറ്റിറ്റി അല്ല, അത് ശരിക്കും പറഞ്ഞാൽ ഇന്റർപേഴ്സണലും ഇൻട്രാപേഴ്സണലും എന്ന് പറയുന്ന രീതിയിലുണ്ട്. സാധാരണ ഇന്റലിജൻസ് നമ്മൾ പഠിച്ചിട്ടുള്ള എന്താ, പണ്ട് കാലത്ത് ഇന്റലിജൻസ് ഒന്നേ ഉള്ളൂ, ഇങ്ങനെ വൈകാരിക ബുദ്ധി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇന്റർപേഴ്സണലും ഇൻട്രാപേഴ്സണലുമായുള്ള തരംതിരിവ് ഉണ്ടെന്നും, അങ്ങനെയാണ് ഈ ഒരു കൺസെപ്റ്റിലേക്കൊക്കെ വളരെ അടുത്ത് വന്നത്. ഈ കൺസെപ്റ്റ് കൊണ്ടുവന്ന അദ്ദേഹം അല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു കാര്യമുണ്ട്, ഈ പറയുന്ന ബുദ്ധികൾക്ക് പല തലങ്ങളുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ഹൊവാർഡ് ഗാർഡ്നർ അദ്ദേഹത്തിന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി കൊണ്ടാണ് അദ്ദേഹം സ്ഥാപിച്ചത്. അങ്ങനെ ഒരു ഏകദേശം ഒരു ഇമോഷണൽ ഇന്റലിജൻസ് പറയപ്പെടുന്ന ഒരു സംഭവത്തിനെ രൂപപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ ടേം ഉണ്ടാക്കിയത്, ഈ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടാക്കിയത് പീറ്റർ സലോവെ ആൻഡ് ജോൺ മേയർ എന്ന് പറഞ്ഞ രണ്ടുപേരാണ്. ഒരു സൈക്കോളജിസ്റ്റും അതുമായി ബന്ധപ്പെട്ട റിസർച്ച് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, ഇവരെല്ലാവരും അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പൊ അവരാണ് ഈ പറഞ്ഞ ടേമിനെ കൊണ്ടുവന്ന്, എന്ന് വെച്ചാൽ ഇങ്ങനൊരു കാര്യമുണ്ട്, നമ്മൾ ഇത്ര കാലം കണ്ടുകൊണ്ടിരുന്ന ഇന്റലിജൻസ് മാത്രമല്ല, ഈ പറയുന്ന മനുഷ്യന് ഈ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സംഭവങ്ങൾ ഉണ്ട്, അതും കൂടി നമ്മൾ പരിശോധിക്കുകയും അതും കൂടി നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ടെന്ന് കണ്ടുപിടിച്ചത് വരാണ്. അപ്പൊ അത് 1990 1990-കളിലാണ് ഞാൻ പറയാം, കുറച്ച് കാലങ്ങളായിട്ടുള്ള ഇതിന് ഒരുപാട് സ്വീകാര്യത കിട്ടിയത്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ട്രെയിനിങ്ങുകളിലൊക്കെ നിങ്ങൾ പലപ്പോഴും ഈ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട കാര്യം കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ഈ സലോവെ ആൻഡ് മേയർ എന്ന് പറഞ്ഞ അവർ പറഞ്ഞ എന്താ,
അത് പറഞ്ഞ ജസ്റ്റ് ആ പറയുന്ന ടേം തന്നെ നോക്കിയോളൂ. ഇമോഷണൽ ഇന്റലിജൻസ് ഈസ് എ ഫോം ഓഫ് സോഷ്യൽ ഇന്റലിജൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്റലിജൻസ് എന്താ, ന്യൂമറിക്കൽ എബിലിറ്റിയോ അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ്ങോ റിസർച്ചുമായി ബന്ധപ്പെട്ട് കണ്ടുപിടിക്കുന്നതോ മാത്തമെറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡോ ഒക്കെ ആണെങ്കിൽ, ഇവര് പറയുന്നത് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് സോഷ്യൽ ഇന്റലിജൻസ് ആണ്. ദാറ്റ് ഇൻവോൾവ്സ് ദ എബിലിറ്റി ടു മോണിറ്റർ വൺസ് ഓൺ ആൻഡ് അതേഴ്സ് ഫീലിംഗ് ആൻഡ് ഇമോഷൻസ് ടു ഡിസ്ക്രിമിനേറ്റ് എമംഗ് ദം ആൻഡ് ടു യൂസ് ദിസ് ഇൻഫർമേഷൻ ടു ഗൈഡ് വൺസ് തിങ്കിങ് ആൻഡ് ആക്ഷൻ. ഞാൻ ഇത് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾ ഇത് പക്ഷെ റെക്കോർഡിംഗ് കേൾക്കുമ്പോൾ ഈ ടേം തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇങ്ങനെ തന്നെ കാണാപ്പാടം പഠിക്കുന്ന നിർബന്ധമില്ല, പുസ്തകത്തിലുള്ളത് തന്നെ ചിലത് പറയണ്ടേ. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം, ഇതൊരു തരത്തിലുള്ള സാമൂഹിക ബുദ്ധിയാണ്. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് മറ്റേ നേരത്തെ പറഞ്ഞ ബുദ്ധിയല്ല, ഇതൊരു സാമൂഹിക ബുദ്ധിയാണ്. അതായത് നമ്മുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് എന്ന് പറയുന്നതിനാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. നമ്മുടെ വികാരങ്ങൾ മനസ്സിലാക്കണം. വികാരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് അറിയാലോ. എന്തൊക്കെ വികാരങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കാം. നല്ല വികാരങ്ങളും മോശമെന്ന് കരുതപ്പെടുന്ന വികാരങ്ങളും ഉണ്ടല്ലേ. നമുക്ക് സന്തോഷം വരുന്നത്, അല്ലെങ്കിൽ സങ്കടം വരുന്നത്, ദേഷ്യം വരുന്നത്, അല്ലെ, അല്ലെങ്കിൽ സ്ട്രെസ് വരുന്നത്, അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരുപാട് ടൈപ്പ്, നമുക്ക് ഗുണമുള്ളതും ദോഷമുള്ളതുമായ ഒരുപാട് വികാരങ്ങൾ സമ്മിശ്ര പ്രതികരണമാണ് ശരിക്കും മനുഷ്യന്റെ ഈ മനസ്സെന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു തരത്തിലുള്ള സാമൂഹിക ബുദ്ധിയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവിനെയാണ് ഇമോഷണൽ ഇന്റലിജൻസ് കൊണ്ട് പൊതുവെ ഉദ്ദേശിക്കുന്നത്. അതിനർത്ഥം പരസ്പരം നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. എന്ന് വെച്ചാൽ ഇത് തിരിച്ചറിഞ്ഞ്, ഈ വികാരങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാക്കുക എന്ന് പറയുന്ന സംഭവത്തിനാണ് ഇമോഷണൽ ഇന്റലിജൻസിനെ പഠിക്കുക, അതിനെക്കുറിച്ച് ഗവേഷണം നടത്തുക, അത് അറിയുക എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വികാരങ്ങൾ തിരിച്ചറിയുന്ന, ഇപ്പൊ നേരത്തെ പറഞ്ഞ ദേഷ്യമോ സങ്കടമോ അനാവശ്യമായിട്ട് മറ്റേ ടെൻഷൻ അടിക്കുന്നതോ അങ്ങനെ എന്തോ ആയിക്കോട്ടെ കേട്ടോ, അങ്ങനെയാണ് ഈ സലോവെ ആൻഡ് മേയർ എന്ന് പറഞ്ഞവരിത് പറഞ്ഞത്. അപ്പൊ ചുരുക്കത്തില് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞത് വികാരങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവും അതിനെക്കുറിച്ച് പഠിച്ച് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാനുള്ള ബുദ്ധിയെയാണ് എന്ന് ഈ പറഞ്ഞ രണ്ടുപേരും പറഞ്ഞത്. ഞാനത് പറയാൻ കാരണം ഇവരാണ് ഈ ടേം കൊണ്ടുവന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇമോഷണൽ ഇന്റലിജൻസിന്റെ കൂടുതൽ പാഠങ്ങൾ പഠിക്കുന്നത് ഈ പറയുന്ന ആൾക്കാരെ മാത്രമല്ല. ഒരു മിസ്റ്റർ ഡാനിയൽ ഗോൾഡ്മാൻ എന്ന് പറഞ്ഞ അദ്ദേഹം സൈക്കോളജിസ്റ്റ് തന്നെയാണ്. അദ്ദേഹം ഇതുപോലെ റിസർച്ച് ചെയ്തിട്ട് അദ്ദേഹം ഒരു മോഡൽ കൊണ്ടുവന്നു. ആ മോഡലായിരിക്കും നമ്മൾ പലപ്പോഴും പല ട്രെയിനിങ്ങിലും ഒരുപക്ഷെ പുസ്തകത്തിലൊക്കെ കാണുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹമാണ് ഇത് കൂടുതൽ ഡെവലപ്പ് ചെയ്തത്. 1995 അദ്ദേഹം ഒരു മോഡൽ കൊണ്ടുവന്നു. ആ മോഡലിനാണ് കൂടുതലും ഈ ഇമോഷണൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, ചർച്ചകൾക്ക് വഴിവെച്ചുള്ളത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താ, അദ്ദേഹം ഏകദേശം ഈ പറയുന്ന ജോൺ മേയറും സെലവെ പറഞ്ഞ പോലെ തന്നെയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഇറ്റ് ഈസ് ദ എബിലിറ്റി, capacity or skill to perceive, assess and manage emotions of oneself, of others and of group. എന്ന് വെച്ചാൽ നമ്മുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും അവരുടെ കാഴ്ചപ്പാടിൽ നിന്നും നോക്കി കാണാനുള്ള കഴിവ്. ഇതിൽ നമ്മൾ എമ്പതി എന്ന് പറഞ്ഞൊരു പോയിന്റ് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്റെ വികാരങ്ങൾ മനസ്സിലാക്കണം, അല്ലെ, എന്റെ പോരായ്മകൾ നല്ലത് പൊട്ടൊക്കെ ഞാൻ മനസ്സിലാക്കണം, മറ്റുള്ളവരുടെ വികാരം മനസ്സിലാക്കണം, എന്നിട്ട് അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള കഴിവ്, എന്നിട്ട് ഇതെല്ലാം ചിന്തിച്ചിട്ട് നമ്മുടെ വികാരങ്ങളെ നല്ല രീതിയിൽ തിരിച്ചുവിടാനുള്ള കഴിവ്, എന്നിട്ട് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള കഴിവിനാണ് ഇദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ മോഡലുകളാണ് മിക്കവാറും സൈക്കോളജി പുസ്തകങ്ങളിലുള്ളത്. അദ്ദേഹം 1995 ആണ് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, ഇമോഷണൽ ഇന്റലിജൻസ് വൈ ഇറ്റ് ക്യാൻ മാറ്റർ മോർ ദാൻ IQ എന്നുണ്ട്. IQ-നേക്കാളും എന്തുകൊണ്ടാണ് ഇമോഷണൽ ഇന്റലിജൻസ് പ്രാധാന്യം വഹിക്കുന്നത്, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് കൂടുതൽ നല്ലതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതി. ഇതാണ് ഇതിന്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്. ഞാനത് ഇനി എല്ലാവരും പേര് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇതിന്റെ ആമുഖം നിങ്ങൾ അറിയേണ്ട ആവശ്യമുണ്ട്. കാരണം ഇത് അറിഞ്ഞാൽ മാത്രമേ, ബേസ് അറിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ള ഇതിന് ഇമോഷണൽ ഇന്റലിജൻസ് എന്താണെന്നും അതെങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നും അത് ഈ പറയുന്ന പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണലിലും ബിസിനസ്സിലൊക്കെ എത്രമാത്രം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നൊക്കെ അറിഞ്ഞിട്ടുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. എല്ലാവരും വന്നു എന്ന് വിശ്വസിക്കണം. എന്നാലും നമുക്ക് ആദ്യം തന്നെ അവർ വരുന്നതിന് മുമ്പ് കുറച്ചാളുകൾ കയറാനുണ്ട്. ഇതിന് ഇമ്പോർട്ടൻസ് എന്തിനാണ് ഈ ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ട്രെയിനിങ്ങിൽ പഠിക്കുന്നുണ്ട്. നമ്മൾ ഒരുപക്ഷെ ഇതിന്റെ ചില കഷ്ണങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെ? ദേഷ്യം എങ്ങനെ നിയന്ത്രിക്കാം, അല്ലെ? ടെൻഷൻ എങ്ങനെ ഒഴിവാക്കാം, സ്ട്രെസ് മാനേജ്മെന്റ് എന്താണ്, ഇങ്ങനെ കുറെ കുഞ്ഞു സാധനങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഭാഗമാണ്, അല്ലെ? നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ഇത്ര കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് ഇതിന്റെ പഠനങ്ങൾ കൂടിയത് കൊണ്ട് പണ്ട് കാലത്ത് ഇമോഷൻസ് ഉണ്ടായില്ലേ? ഉണ്ട്. എല്ലാ മനുഷ്യൻസും ഇമോഷൻസ് ഉണ്ട്. അതായത് ഒരുപാട് വികാരങ്ങളുടെ ഒരു കൂട്ടമാണ് മനുഷ്യന്റെ മനസ്സ്. ഇതൊക്കെ പറയുന്നത് എന്തുകൊണ്ടാ? നമ്മളെ സംബന്ധിച്ച് നമ്മളെ കൺട്രോൾ ചെയ്തത് നമ്മുടെ സോഷ്യൽ ആക്ടിവിറ്റികളും നമ്മുടെ ഈ പറഞ്ഞ വികാരങ്ങളുമാണ്. അതുകൊണ്ടാണല്ലോ ചില സമയത്ത് മനസ്സും അല്ലെങ്കിൽ ശരീരവും ഈ പറഞ്ഞ ഇമോഷൻസും കണക്റ്റഡ് ആണെന്ന് പറയുന്നതുകൊണ്ട് നമ്മൾക്ക് നല്ലപോലെ സംസാരിക്കാൻ കഴിവുണ്ട്.
നല്ല പ്രസംഗിക്കാൻ കഴിയുള്ളൂ. പക്ഷെ നമുക്ക് ചില ദേഷ്യമുള്ള സമയത്ത്, വിഷമമുള്ള സമയത്ത് നമുക്ക് വാക്കുകൾ പുറത്തു വരില്ല. എന്തുകൊണ്ടാണ്? അതിന്റെ അർത്ഥം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സാധനമാണിത്. നമുക്ക് നല്ലപോലെ സംസാരിക്കുക, നല്ലപോലെ ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരാളാണ് ഞാൻ എന്ന് വിചാരിക്കാം. ഞാൻ നിങ്ങളുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉള്ള സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളുമായിട്ട് ഇടപഴകാൻ ഒരു മടിയായിരിക്കും. അതിനർത്ഥം എന്താ? എന്നെ ഒരുപാട് പിന്നിലേക്ക് വലിക്കുന്ന ഒരു സാധനമാണ് ചില സമയത്ത് ഇമോഷൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സാമൂഹികമായിട്ട് ഞാൻ ഇടപെടുന്ന ഒരാളാണെങ്കിൽ എനിക്ക് എത്രമാത്രം പ്രശ്നം ഉണ്ടാവും. ഞാൻ ഈ ചെറിയ കാര്യമല്ല കേട്ടാ. അതായത് അനാവശ്യമായിട്ട് ദേഷ്യപ്പെടുക, ടെൻഷൻ അടിക്കുക, തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുക, കോൺഫ്ലിക്റ്റുകൾ, വഴക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക, ഇടയ്ക്ക് വെച്ച് പരിപാടികൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ നിർത്തുക, പല കാര്യങ്ങളും നീട്ടിവെക്കുക, മടി ഉണ്ടാവുക, കോപം ഉണ്ടാവുക, തണുപ്പൻ സമീപനം ഉണ്ടാവുക, അനാവശ്യമായിട്ട് ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് ദേഷ്യപ്പെടുത്തുക, ഇറിറ്റേറ്റ് ചെയ്യുക, ഇങ്ങനെ കുറെ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടല്ലോ. ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നുണ്ടല്ലോ അല്ലെ, നമ്മുടെ മാന്യതയെ ഒരു ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയപ്പെടുന്ന സംഭവം നമ്മൾ പഠിക്കണം, അത് കൺട്രോൾ ചെയ്യണം, അത് പ്രവൃത്തിയിൽ എത്തിക്കണം എന്നൊക്കെ പറയാം. എന്തായാലും എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ് പഠിക്കണമെന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ്. അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ, ഒന്ന്, നമുക്ക് സ്വയം തിരിച്ചറിവ് ഉണ്ടാവും അല്ലെ. ഈ ഇമോഷൻസിനെ കുറിച്ച് പഠിച്ചാൽ, വികാരങ്ങളെ കുറിച്ച് പഠിച്ചാൽ, അല്ലെങ്കിൽ വൈകാരിക ബുദ്ധിയെ കുറിച്ച് പഠിച്ചാൽ ഗുണം എന്താ? എന്റെ സ്വന്തം പ്രശ്നങ്ങൾ എനിക്ക് അറിയാൻ പറ്റില്ലേ അല്ലെ. നമ്മൾ സാധാരണ എന്ത് പറയാ, അതായത് ഒരാൾക്കൊരു അസുഖം ഉണ്ടെങ്കിൽ ആദ്യം അറിഞ്ഞാൽ മാത്രമേ മരുന്ന് തരാൻ പറ്റൂ ഡോക്ടർക്ക്. അപ്പൊ അസുഖം അറിയുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം അല്ലെ. സത്യം പറഞ്ഞാൽ ഒരു പകുതി തന്നെ, ഒരു 50% നമ്മുടെ അസുഖം എന്ന് പറയുന്നത്, അസുഖം കണ്ടുപിടിച്ചാൽ തന്നെ സമാധാനമാണ്. പിന്നെ നമുക്ക് മരുന്ന് ചെയ്യാലോ. അസുഖം കണ്ടുപിടിക്കാതിരിക്കുമ്പോൾ എന്തിനൊക്കെ മരുന്ന് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എനിക്കിങ്ങനെ ഒരുപാട് വികാരങ്ങളുണ്ട്, നല്ലത് മോശമുണ്ട്, ആ മോശം എനിക്കൊരു പ്രശ്നമുള്ളതാണ് എന്ന് നമുക്ക് തരം തിരിച്ചറിയാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെയോ, ഈ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്താൽ, അതിനെ മാനേജ് ചെയ്താൽ, അതിനെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോയാൽ നമുക്ക് ഇംപ്രൂവ്ഡ് റിലേഷൻഷിപ്പ്, നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അല്ലെ. ഒന്ന് ആലോചിക്കുക, നമ്മൾ അനാവശ്യമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരാളാണ്, അതായത് പെട്ടെന്ന് ഡൗൺ ആവുന്ന ഒരാളാണ്, അത് വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ മാറ്റുന്ന ഒരാളാണ്, അത് നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരാളാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സങ്കടപ്പെടുന്ന ഒരാളാണ്, അങ്ങനെ അസൂയുള്ള ഒരാളാണ്, അഹങ്കാരമുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ റിലേഷൻഷിപ്പ് നന്നാക്കാൻ പറ്റുമോ? നമ്മുടെ വീട്ടിൽ തന്നെ, നമ്മുടെ വൈഫുമായിട്ടോ, മക്കളുമായിട്ടോ, അച്ഛനമ്മമായിട്ടോ, അല്ലെങ്കിൽ അയൽവാസികളായിട്ടോ, അല്ലെങ്കിൽ ബന്ധുക്കളായിട്ടോ, സുഹൃത്തുക്കളായിട്ടോ, ടീമിലോ, അല്ലെങ്കിൽ ഓഫീസിലോ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇങ്ങനത്തെ സ്വഭാവമുള്ള ആൾക്കാരെ നമ്മൾ എന്ത് പറയും? ഇങ്ങനത്തെ സ്വഭാവമുള്ള ആൾ നമ്മൾ എന്ത് പറയും? അയാളോട് കൂട്ടുകൂടണ്ട, കാരണം അവന്റെ വികാരങ്ങൾ നിയന്ത്രിക്കാൻ പറ്റില്ല, പൊട്ടിത്തെറിക്കാന്ന് അറിയില്ല. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഈ ഷെഫീഖ് എന്ന് പറഞ്ഞ ഞാനും നിങ്ങളെ കുറിച്ചും ഉണ്ടായല്ലേ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒന്നാമത്തെ, സ്വയം തിരിച്ചറിവ് ഉണ്ടാകാൻ ഈ പഠനങ്ങൾ നല്ലതാണ്. രണ്ടാമത്, നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ഇത് നല്ലതാണ്. മൂന്നാമത്തെ എന്താ? ഡിസിഷൻ മേക്കിങ്ങിന് നല്ലപോലെ സഹായിക്കും. ഈ പറഞ്ഞ വികാരങ്ങളെ കൺട്രോൾ ചെയ്താൽ ഗുണം എന്താ? ഡിസിഷൻ മേക്ക് ഭയങ്കര ഫാസ്റ്റ് ആവും. ചില ആൾക്കാർക്ക് ഉണ്ട്, എന്തെങ്കിലും കാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കും, പിന്നെ അത് വേണ്ടെന്ന് വെക്കും. ഇനി ഡിസിഷൻ മേക്കിങ്ങിൽ പോകുമ്പോഴോ ഇത് വേണോ വേണ്ടെന്ന് വെക്കും. അതായത് നമുക്ക് ഒന്നിലും ഉറച്ചു നിൽക്കാൻ പറ്റില്ല, കാരണം ഈ വികാരങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. ഇത് വേണമോ, ഇത് വേണ്ടയോ, ഇത് ശരിയാവുമോ, ഇത് ശരിയാവില്ലേ, ഇത് പെർഫെക്ഷൻ ആയോ, ഇങ്ങനെ. അതായത് നമ്മളുടെ മനസ്സ് ഇങ്ങനെ പ്രക്ഷുബ്ധമായിരിക്കും. പെട്ടെന്ന് സ്ട്രെസ് ആവും, പെട്ടെന്ന് ഉണ്ടാവും, എന്നാൽ പിന്നെ ആക്കാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നതാണ് ഇമോഷൻസിനെ മാനേജ് ചെയ്താലുള്ള ഒരു ഗുണം. പിന്നെ നാലാമത് എന്താ? ഇഫക്റ്റീവ് ലീഡർഷിപ്പ്. നമ്മൾ എപ്പോഴും പറയാം, നമ്മളൊക്കെ സാധാരണ ബിസിനസ്സുമായിട്ട് ബന്ധമുള്ളവർ എപ്പോഴും ആഗ്രഹിക്കുന്ന എന്താ? നമ്മളൊരു ലീഡർ ആവണം എന്നല്ലേ. ലീഡർ ആയി കഴിഞ്ഞാൽ ഫോളോവേഴ്സ് ഉണ്ടാവും. നല്ല കമ്പനി നടത്തുന്ന നമ്മൾ നല്ല ലീഡർ ആവണം. അപ്പൊ അത് നല്ലൊരു അച്ഛനാവണമെങ്കിൽ നമ്മൾ ലീഡർ ആവണം അല്ലെ. നല്ല ടീച്ചർ ആവണമെങ്കിൽ ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി ഉണ്ടാവണം അല്ലെ. നല്ലൊരു സുഹൃത്താവണമെങ്കിൽ പോലും ഒരു ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി ആവണം എന്നാണ് പറയാം. എന്നുവെച്ചാൽ ആ ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി വളർത്തണമെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം, വേണ്ടേ. ഇനി അഞ്ചാമത്തെ, ബെറ്റർ സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയും. ഇത് പൊതുവെ നമുക്ക് അറിയുന്ന കാര്യമാണ്, ജസ്റ്റ് ഓടിച്ച് പറയുന്നത് മാത്രം. ഒരു സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റണം അല്ലെ. നമുക്ക് ഒരുപാട് ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന എന്തുകൊണ്ടാ? ഇമോഷൻസ് എന്ന് പറയുന്ന പൊതുവെ എല്ലാത്തിനെ കുറിച്ചൊരു അറിവും അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടല്ലേ. അപ്പൊ സ്ട്രെസ് എന്ന് പറയുന്ന സംഭവം, സ്ട്രെസ് മാനേജ്മെന്റിന് ഒരുപാട് ഹെൽപ്പ് ചെയ്താണ് ഈ ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച് പഠിച്ചാൽ. ഇനി അടുത്തത്, ഇൻക്രീസ്ഡ് എമ്പതി. ആറാമത്തെ, എമ്പതി വളർത്താൻ പറ്റും. ഈ എമ്പതി എന്ന് പറയുന്ന വാക്കുകൾ കേട്ടോ, സിമ്പതി എല്ലാവർക്കും അറിയാം അല്ലെ. സിമ്പതി എന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മുടെ മനസ്സിന് വേദന ഉണ്ടാവുക, അല്ലെങ്കിൽ വിഷമം ഉണ്ടാവുക, അയാളൊരു അനുനയം അല്ലെ, അനുനയത്തിൽ പെരുമാറുക. ഓ, നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായാലോ, എനിക്ക് വലിയ വിഷമമുണ്ട് എന്ന് പറയുന്നത് നമ്മൾ സിമ്പതിയാണ്. സിമ്പതി മോശമുള്ള കാര്യമൊന്നുമല്ല, പക്ഷെ സിമ്പതി മാത്രമായാൽ ഈ വേദനിച്ച ആൾക്കൊരു ഗുണം ഉണ്ടാവില്ല. എന്താ?
നമ്മളും അയാളും ഒരുമിച്ച് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സുരക്ഷിത ബോധം, ഒരു സന്തോഷം തോന്നല്ലാതെ അദ്ദേഹത്തിനുണ്ടായ പ്രോബ്ലത്തിന് പരിഹാരമാകുകയില്ല. അതുകൊണ്ടാണ് സിമ്പതി എപ്പോഴും നല്ലതല്ല എന്ന് പറയുന്നത്. എന്നാൽ സിമ്പതി തീരെ ഇല്ലാതിരിക്കാനും പാടില്ല, സിമ്പതി മാത്രമായിട്ട് പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ സിമ്പതിയുടെ കൂടുതൽ എമ്പതി എന്ന് പറയും. എമ്പതി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് എനിക്കൊരു പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന രാജേഷ്, അദ്ദേഹത്തിന് ഒരു ചെറിയ വിഷമം വന്നു എന്ന് വിചാരിക്കാം. അപ്പൊ രാജേഷിന് വിഷമം ഉണ്ടല്ലോ, ഓ എന്താ ചെയ്യാ രാജേഷ് ഇങ്ങനെ, ഓക്കെ, ഇങ്ങനെ നമ്മൾ പറയുന്നതിന് പകരം ആ പ്രശ്നം എനിക്കാണ് ഉണ്ടായിരുന്നതെങ്കിൽ എന്ന് ഞാൻ ചിന്തിക്കും. ഇപ്പൊ രാജേഷിന് ചിലപ്പോൾ ഒരുപക്ഷെ വലിയൊരു ടെൻഷൻ വന്നു, എനിക്കാണ് ടെൻഷൻ വന്നിരുന്നതെങ്കിൽ അത് എങ്ങനെയായിരിക്കും ഞാൻ പെരുമാറുക, എങ്ങനെയായിരിക്കും ഞാൻ റിയാക്ട് ചെയ്യുക, എങ്ങനെയായിരിക്കും എന്നെ എഫക്ട് ചെയ്യുക എന്ന് ഞാൻ ചിന്തിച്ചിട്ട് രാജേഷിനെ കുറിച്ച് സംസാരിച്ച് രാജേഷിനോട് അതിന്റെ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്ന മോഡലാണ് ഈ എമ്പതി എന്ന് പറയുന്നത്. എന്താ വെച്ചാൽ മറ്റൊരാളുടെ കാഴ്ചപ്പാടിൽ നിന്ന് കാണുക, ഈ സംഭവം എനിക്കാണ് വന്നിരുന്നതെങ്കിൽ എന്ന് ചിന്തിച്ച് അതിന് ഡീപ്പായിട്ടുള്ള രീതിയിൽ തന്നെ കാണുക എന്നുള്ളതാണ് ഈ എമ്പതി. നമുക്ക് കൂടുതലായിട്ട് പറയാനുണ്ട്. അപ്പൊ നമുക്ക് ഈ എമ്പതി ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുമ്പോൾ പറ്റുന്നതാണ്. പിന്നെ ഏഴാമത്തെ, ഒരു പ്രൊഫഷണൽ സക്സസ് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും, പ്രൊഫഷണലായിട്ട് സക്സസ് ആഗ്രഹിക്കുന്നവർക്ക് ഈ വികാരങ്ങളെ നിയന്ത്രിക്കാതിരിക്കാൻ ഒരു വഴിയില്ല. കാരണം വികാരങ്ങൾ അനാവശ്യമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരുപാട് ടെൻഷനും കോപവും ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് പ്രൊഫഷണൽ സക്സസ് ഉണ്ടാകില്ല. കാരണം എന്താ? എപ്പോഴും സക്സസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്നതാണ്. ഒരു കാര്യം ഒറ്റ കണ്ടുപിടിക്കുന്ന പോലെ തന്നെ നമ്മൾ എപ്പോഴും സാമൂഹികപരമായിട്ട് ഇടപെടുന്നതാണ്. അപ്പൊ പ്രൊഫഷണൽ സക്സസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ടീമുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻസ് നമുക്കുണ്ട്. അടുത്ത എട്ടാമത്തെ, കോൺഫ്ലിക്റ്റിനെ റെസൊല്യൂഷൻ ചെയ്യാൻ പറ്റും. എന്താ വെച്ചാൽ നമുക്ക് വഴക്കുകളൊക്കെ ഉണ്ടാവുന്ന സമയത്ത്, വഴക്കുണ്ടാവും, മനുഷ്യന്മാരാകുമ്പോൾ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അത് ഉണ്ടെങ്കിലും ഈ ഇമോഷൻസിനെ മാനേജ് ചെയ്യുന്നവർക്ക് അത് പെട്ടെന്ന് മാനേജ് ചെയ്യാൻ പറ്റും, അല്ലെ? അതായത് ഇതിനെ കുറിച്ചൊന്നും ഒരു അറിവില്ല, ഞാൻ തോന്നിയതുപോലെ ഞാൻ പ്രവർത്തിക്കും, അങ്ങനെ വഴക്കടിച്ചോട്ടെ, അവനവന്റെ വഴിക്ക് പോട്ടെ, ഞാൻ എന്റെ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞാൽ എത്രയോ ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ? സ്വന്തക്കാരും ബന്ധുക്കളുമായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് മിണ്ടാതിരിക്കുന്നവരെ കണ്ടിട്ടുണ്ടാവുക ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്. അപ്പൊ ഇങ്ങനെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചവരെ സംബന്ധിച്ച് അവർക്ക് മനസ്സിലാവും ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, ഇതൊന്നും വെച്ച് നീട്ടേണ്ട കാര്യമില്ല, കോൺഫ്ലിക്റ്റ് ഒക്കെ വന്നാൽ നമുക്ക് റെസൊല്യൂഷൻ കാണണമെന്ന് പഠിക്കാൻ പറ്റും. ഇനി ഒമ്പതാമത്തെ, മെന്റൽ ഹെൽത്ത്, നമ്മുടെ മാനസികമായിട്ടുള്ള ആരോഗ്യം നന്നാക്കാൻ പറ്റും. കാരണം എന്താ? നമുക്കൊരു അസൂയ ഉണ്ട്, നമുക്കൊരു അഹങ്കാരം ഉണ്ട്, നമുക്കൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ ഇതെനിക്ക് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി അത് ഞാൻ മാറ്റാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ എന്റെ മെന്റൽ ഹെൽത്ത് വർദ്ധിക്കില്ലേ? എനിക്കൊരു അസൂയ ഉണ്ട്, ഈ അസൂയ എന്റെ തലയിൽ വെച്ചു പണ്ട് കാലത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു അസൂയ ഉണ്ടെങ്കിൽ, നമുക്കൊരു അഹങ്കാരം ഉണ്ടെങ്കിൽ, വേറൊരാളെ കുറിച്ച് ഒരു അസൂയ ഉണ്ടെന്ന് വിചാരിക്കുക, ആ അസൂയ എന്ന് പറയുന്നത് നമ്മളൊരു തീ പോലെയാണ്. ഈ അസൂയ എന്നെ തന്നെ നശിപ്പിക്കുന്നത്. കാരണം എന്താ? എനിക്കൊരാളോട് അസൂയ ഉണ്ടെന്നുള്ളത്, ഇപ്പൊ ജിജോ എന്ന് പറഞ്ഞ അദ്ദേഹത്തിനോട് എനിക്കൊരു അസൂയ ഉണ്ടെന്ന് വിചാരിക്കാം, അത് ജിജോ അറിയുന്ന പോലും ഇല്ല. അപ്പൊ ചിലർ പറയും, നിങ്ങൾക്ക് ഒരാളെ കുറിച്ച് ഒരു അസൂയ ഉണ്ടെങ്കിൽ മിനിമം അദ്ദേഹത്തിനോട് പോയി പറയണമെന്ന്. കാരണം എന്താ? എനിക്ക് നിങ്ങളൊരു അസൂയ ഉണ്ടെന്ന്. കാരണം വെച്ചാൽ ആ ജിജോ എന്ന് പറഞ്ഞ ആളെ അറിയില്ല. ആരാ അറിയുന്ന? ഷെഫീക്ക് മാത്രം. അങ്ങനെ ഷെഫീക്ക് തന്നെ നീറി പുകയാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു അസൂയ ഉണ്ട്, അത് ശരിയല്ല, അതൊരിക്കലും ഗുണമല്ല, അത് എന്നെ തന്നെ നശിപ്പിക്കുന്നതാണ്, അസൂയ നല്ലതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആരോടും അങ്ങനെ തോന്നില്ല. അപ്പൊ മെന്റൽ ഹെൽത്ത് വർദ്ധിക്കില്ല. അപ്പൊ ഈ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുമ്പോൾ മെന്റൽ ഹെൽത്ത് വർദ്ധിക്കും. പത്താമത്തെ, സ്ട്രോങ്ങർ സോഷ്യൽ സ്കിൽ. നമുക്കൊരു സോഷ്യൽ സ്കിൽ എന്ന് പറയുന്ന ഒരുപാട് സോഷ്യൽ സ്കില്ല് നമുക്ക് ഉണ്ടാവും, അല്ലെ? ഇന്റർപേഴ്സണലും ഇന്റർപേഴ്സണലായിട്ട് സ്കില്ലുകൾ ഉണ്ട്. മറ്റൊരുമായിട്ട് ഇടപഴകുമ്പോഴത്തെ ടൈപ്പുള്ള സ്കില്ലുകളൊക്കെ നമുക്ക് വർദ്ധിക്കും, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന 10 കാര്യങ്ങൾ, 10 അല്ല ഇതിനേക്കാൾ കൂടുതൽ കാര്യം ഉണ്ടാകാം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആകുന്നതെന്നാണ് ചുരുക്കത്തിൽ പറയുന്നത്. നമ്മുടെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട പോയിന്റ് വരുന്നുള്ളൂ, എല്ലാവരും വന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ചെറിയ മനസ്സിലാവാത്തതിനെ ഒന്ന് പറയാം, ഇത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാനുള്ള. താങ്ക് യു. ഇല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്തായാലും നമുക്ക് ചുരുക്കത്തിൽ മനസ്സിലായത്, ഈ ഇമോഷൻസ് അല്ലെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത, സാമൂഹികപരമായിട്ട് ഇടപഴകുന്ന ഒരാളെ സംബന്ധിച്ച്, ഒരു ടീം പ്ലെയറെ സംബന്ധിച്ച്, ഒരു ഫാമിലി മാനെ സംബന്ധിച്ച്, ഒരു സുഹൃത്തുക്കളെ അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ച്, ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് നിർബന്ധമായിട്ട് പഠിക്കുകയും അത് നമ്മുടെ പ്രാക്ടീസ് ചെയ്യുകയും വേണ്ട. ഇത് സത്യം പറഞ്ഞ ഈ ക്ലാസ് ഇങ്ങനെ കേട്ടത് കൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഇമോഷൻസ് കുറയൊന്നുമില്ല. അത് ഈ പറയുന്ന പോയിന്റുകളൊക്കെ പിന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുള്ളത്, ഡാനിയൽ ഗോൾമാൻ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഇതിന്റെ കുറച്ചും കൂടി ശക്തമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ പുസ്തകത്തിലൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, പറ്റുമെങ്കിൽ അത് വായിക്കാം.
അപ്പൊ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്, നമ്മൾ ഒന്നും കൂടി പറയുന്നു, ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ കുറിച്ച് മനസ്സിലാക്കാനും നമ്മളുടെ ഈ പറഞ്ഞ വികാരങ്ങൾ മനസ്സിലാക്കാനും അതുവഴി, അതായത് അവരെ ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിക്കാനും അതുവഴി നമ്മുടെ വികാരങ്ങളെ സ്ട്രീം ലൈൻ ചെയ്തിട്ട് നമ്മുടെ സക്സസിലേക്ക് പോകാനും അല്ലെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടിയുള്ള ഒരു കാര്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇമോഷണൽ കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇമോഷണൽ കോഷ്യന്റ്, ഇന്റലിജന്റ് കോഷ്യന്റ് നമ്മൾ കേട്ടില്ലേ? IQ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ബുദ്ധി അളക്കുന്നതിന്റെ ഒരു മാനദണ്ഡമാണ്. ബുദ്ധികൾക്ക് കുറെ മാനങ്ങൾ നിശ്ചയിച്ചിട്ട് ഈ വ്യക്തിക്ക് ഇത്ര ബുദ്ധി ഉണ്ടെന്ന് കണക്കാക്കണമെങ്കിൽ IQ എന്ന് പറയുന്ന ഒരു മോഡലിൽ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ EQ, ഇമോഷണൽ കോഷ്യന്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. എന്താ? ഈ വൈകാരികമായിട്ടുള്ള ബുദ്ധിയുടെ മാനദണ്ഡങ്ങൾ നോക്കി ഇയാൾക്ക് ഇത്ര EQ ഉണ്ട്. EQ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇത്രയ്ക്കും ഒരു കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവുള്ള ആളാണ് എന്നാണ് EQ എന്ന് പറയുന്നത്. അപ്പൊ EQ എന്ന് പറയുന്നത് എന്തായിരിക്കും? EQ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ മനസ്സിലാക്കാനും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കി കാണാനുള്ള കഴിവ്, അത് എന്ന് പറയുന്നത് എന്തൊക്കെ ആയിരിക്കും? അതില് സഹകരണാത്മകത, ഞാൻ മലയാളത്തിൽ തന്നെ പറഞ്ഞു, സഹകരണാത്മകത എന്ന് പറയുന്ന സ്വഭാവവിശേഷം ഉണ്ട്. പ്രതിപക്ഷ ബഹുമാനം എന്ന് പറയുന്നുണ്ട്. സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാനുള്ള കഴിവുണ്ട്. കൂടിയാലോചന എന്ന് പറയുന്നത്, ആ കൂടിയാലോചനയിലൂടെ പൊതുധാരണയിൽ എത്തിച്ചേരാനുള്ള കഴിവുണ്ട്. തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ട്. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം, റിലേഷൻഷിപ്പ് സ്ഥാപിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ ജയപരാജയങ്ങളെ ആരോഗ്യപരമായിട്ട് കാണാനുള്ള കഴിവുണ്ട്. ഇങ്ങനത്തെ കുറെ സംഭവങ്ങൾ വെച്ചുകൊണ്ട് ഒരു മാനദണ്ഡം ഉണ്ടാക്കി അതിന് ഇമോഷണൽ കോഷ്യന്റ്, അതായത് ഇദ്ദേഹത്തിന് ഇത്രയ്ക്കും മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന് കണക്കാക്കുന്നതാണ് ഇമോഷണൽ കോഷ്യന്റ് എന്ന് പറയുന്നത്. IQ പോലെ തന്നെ EQ എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഡാനിയൽ ഗോൾഡ്മാൻ ആണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിന് അദ്ദേഹം പറഞ്ഞത് 5 തരത്തിലുള്ള കമ്പോണന്റ് ഉണ്ട്, മണ്ഡലങ്ങൾ ഉണ്ടെന്ന് പറയും. 5 കമ്പോണന്റ് ആണ് അദ്ദേഹം പ്രധാനമായിട്ടും വിവരിക്കുന്നത്. ഈ 5 കമ്പോണന്റിലത്തെ പലതുമാണ് പല പല വേറെ എക്സ്പേർട്സുകളും വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ പറയുന്ന 5 കമ്പോണന്റ് നമ്മൾ ഹൃദയസ്ഥമാക്കുന്നത് നല്ലതാണ്. ഇത് അദ്ദേഹം ഒരു ഹൈറാർക്കിക്കൽ ലെവലിലാണ് പറഞ്ഞിട്ടുള്ളത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിന്റെ മോഡലിൽ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം ആദ്യം പറഞ്ഞത് എന്താ? ഈ ഇമോഷണൽ എന്ന് പറയും, ഈ പറഞ്ഞ വൈകാരിക ബുദ്ധി എന്ന് പറയും, ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഇമോഷണൽ കോഷ്യന്റ് എന്ന് പറയുന്നത് അദ്ദേഹം 5 മണ്ഡലങ്ങളിലൂടെയാണ് പോകുന്നത്. ഹൈറാർക്കിക്കൽ ലെവൽ, ഹൈറാർക്കിക്കൽ ഒരു തരത്തിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് പറഞ്ഞ പോലെ. അപ്പൊ അതിലെ ആദ്യം പറഞ്ഞ കാര്യം എന്താ? ഇതിൽ ഫസ്റ്റത്തെ നമുക്ക് വേണ്ട കാര്യം സെൽഫ് അവെയർനെസ് ആണ്. ഞാൻ നേരത്തെ ഒരു പോസ്റ്റർ അയച്ചെന്നപ്പോ അതിൽ ഈ കാര്യമുണ്ട്. അത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ല, പക്ഷെ ഇത് നിങ്ങൾ ആലോചിക്കുക. ഇനി മുതൽ ഈ ക്ലാസ്സിൽ ആലോചിക്കേണ്ടത് അവരെ കുറിച്ച് മാത്രം ആലോചിക്കുക. എനിക്ക് എന്തൊക്കെ വികാരങ്ങളുണ്ട്, ആ വികാരങ്ങളൊക്കെ എന്നെ ശല്യം ചെയ്യുന്നുണ്ടോ, ആ വികാരങ്ങൾ എന്നെ ദോഷപ്പെടുത്തുന്നുണ്ടോ, ഈ വികാരങ്ങൾ എനിക്ക് മാറ്റിയെടുക്കണ്ടേ, അങ്ങനത്തെ രീതിയിൽ മാത്രം ചിന്തിച്ചിട്ട് കേൾക്കുക. ഒന്നാമത് അദ്ദേഹം പറയുന്നത് സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞ സംഭവമാണ്. അത് നേരത്തെ പോസ്റ്ററിലുണ്ട്. എന്താ? സ്വന്തം വികാരങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാവണം. അപ്പൊ സ്വന്തം വികാരങ്ങൾ എന്താണെന്ന് അറിയണ്ടേ? സ്വന്തം വികാരങ്ങൾ തിരിച്ചറിയാൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്കൊരു അസുഖം ഉണ്ടെങ്കിൽ അസുഖം എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഡോക്ടർക്ക് ഉണ്ടാവണ്ടേ? ഇവിടെ നമ്മൾ തന്നെ തൽക്കാലം നമ്മുടെ ഡോക്ടർ ആവണം. എന്ന് വെച്ചാൽ നമുക്കൊരു പരിധി കഴിഞ്ഞാലാണ് ഈ ഇമോഷൻസിനൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പരിധി വിടുമ്പോഴാണ് നമ്മൾ തെറാപ്പിസ്റ്റിന്റെ അടുത്തേക്കും സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്കും സൈക്കാട്രിസ്റ്റിന്റെ അടുത്തേക്ക് പോകുന്നത് അല്ലെ. എല്ലാത്തിനും എക്സ്ട്രീം ഉണ്ടെന്ന് പറയില്ലേ, മാക്സിമം ഉണ്ട്, മിനിമം ഉണ്ട്. നമുക്കൊരു ആവറേജ് ആണല്ലോ, ഒരു മീഡിയം ലെവലാണ് ലൈഫ് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ സെൽഫ് അവയർനെസ് ഇവിടെ നമ്മൾ നോക്കണം. ഞാൻ ആലോചിക്കുക എന്തൊക്കെ വികാരങ്ങൾ എനിക്കുണ്ട് എന്ന് ആദ്യം ആലോചിക്കുക. നല്ലതും പൊട്ടയൊക്കെ ഉണ്ടാവും. അതിപ്പോ നമ്മൾ സാധാരണ രീതിയിൽ മനുഷ്യന്മാർ പറഞ്ഞാൽ ഓക്കെ, എനിക്ക് ഒരാളോട് സംസാരിച്ച് ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട് അല്ലെ, അതിന് കേട്ടിരിക്കാനുള്ള ഒബ്സർവേഷൻ ഒരു കഴിവുണ്ട്, കാര്യങ്ങൾ ക്ഷമ എന്ന് പറയുന്ന സംഭവം എനിക്കുണ്ട്. അതും എനിക്ക് ഭയങ്കര പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു പ്രശ്നമുണ്ട് അല്ലെ. ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ വേണമെന്ന് ചിന്തിച്ചിട്ട് പെട്ടെന്ന് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ദോഷം എനിക്കുണ്ട്. ചെറിയ ചെറിയ മടികൾ എനിക്കുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്താനുള്ള ചില ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട്. അതുപോലെ എന്നെ ഒരാൾ ഫീഡ്ബാക്ക് തന്നെ എനിക്ക് ദേഷ്യം വരാറുണ്ട്. നിങ്ങൾ ആലോചിക്കുക, ഇവിടെ ഇപ്പൊ തന്നെ ആലോചിക്കുക, ഒരു 100 കണക്കിന് വരും. ഇതിൽ ഭൂരിഭാഗവും നമ്മുടെ ലൈഫിന് ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ പറയും ഞാൻ ഭയങ്കര മഹാനെന്നൊക്കെ പറയും, ഞാൻ എന്നെ സ്വയം. നിങ്ങൾ ഈ എന്നെ കുറിച്ച് അറിയുന്ന, എന്നുമായിട്ട് ഇടപെടുന്ന എന്റെ വൈഫ്, എന്റെ മക്കള്, എന്റെ ഫാദർ, മദർ, എന്റെ അയൽവാസികൾ, കൂട്ടുകാർ, അങ്ങനെ ആൾക്കാരൊക്കെ നമ്മൾ സർവേ നടത്തിയാൽ മതി. നമ്മൾ സാധാരണ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പല സമയത്തും പറയും, ഈ എന്റെ സ്റ്റാറ്റസ് അറിയാൻ നമ്മൾ സ്പോട്ട് അനാലിസിസ് ചെയ്യുന്നവരല്ലേ, SWOT എന്ന് പറയുന്നത് എന്റെ സ്ട്രെങ്ത്, എന്റെ വീക്ക്നെസ്, എന്റെ ഓപ്പർച്യൂണിറ്റി, എന്റെ ത്രെട്ട്. എന്റെ എന്ന് ഉദ്ദേശിച്ചത് ഒരു മനുഷ്യന്റെ ആയിരിക്കാം, ഒരു ബിസിനസിന്റെ ആയിരിക്കാം, ഒരു ടീമിന്റെ ആയിരിക്കാം, ഒരു സിറ്റുവേഷന്റെ ആയിരിക്കാം.
അപ്പൊ എന്റെ ഇന്നത്തെ സ്റ്റാറ്റസ് അറിയാൻ SWOT അനാലിസിസ് ചെയ്യാൻ പറയും. ആ SWOT അനാലിസിസ് പോലത്തെ സംഭവമാണ് സെൽഫ് അവയർനെസ്. എനിക്ക് മനസ്സിലാവണം എനിക്ക് എന്തൊക്കെ വികാരങ്ങളുണ്ട്, നല്ലതും പൊട്ടയായിട്ടുള്ള എത്ര കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ SWOT അനാലിസിസ് ചെയ്യുമ്പോൾ അതിൽ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഓപ്പർച്യൂണിറ്റി ത്രെട്ടും മനസ്സിലാക്കുമ്പോൾ എന്ത് ഗുണം? അത് സ്ട്രെങ്ത് മനസ്സിലാക്കിയാൽ നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാം. അതേപോലെ തന്നെ വീക്ക്നെസ് മനസ്സിലാക്കിയാൽ അത് നമുക്ക് ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ് ഈ വീക്ക്നെസ്സിനെ മറികടക്കുക? നമ്മൾ ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിച്ചാൽ അത് കരസ്ഥമാക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന ആലോചിക്കാം. ത്രെട്ട് മനസ്സിലാക്കിയാലോ, ആ ത്രെട്ട് ഭീഷണി, ഭാവിയിൽ വരാവുന്ന ഭീഷണി എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയാലോ, റിസ്ക് മനസ്സിലാക്കിയാലോ നമുക്കത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത്, അദ്ദേഹം സെൽഫ് അവയർനെസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ സെൽഫ് അവയർനെസ് ഉദ്ദേശിക്കുന്നത് എനിക്ക് എന്തൊക്കെ വികാരങ്ങളുണ്ട്, എന്നെ എത്രമാത്രം ദോഷപ്പെടുത്തുന്ന ശല്യപ്പെടുത്തുന്നുണ്ട്, എനിക്ക് എത്രമാത്രം നല്ലതുണ്ടെന്ന് ആലോചിക്കുക. ഇപ്പൊ ഇവിടെ നിന്ന് ആലോചിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ഫീഡ്ബാക്ക് ഫോം, ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞ് ഞാൻ ഭയങ്കര നല്ലവനാണ്, ഞാൻ ദേഷ്യപ്പെടില്ല, ഞാൻ എല്ലാ കാര്യം നല്ലപോലെ സംസാരിക്കുന്ന ആളാണെന്നൊക്കെ ഞാൻ പറയുമെങ്കിലും സത്യത്തിൽ ഇപ്പൊ സത്യമാവണമെന്നില്ല. നമ്മൾ നമ്മുടെ വൈഫിനോടൊന്ന് ചോദിച്ചു നോക്കുക, ആത്മാർത്ഥമായിട്ട് മക്കളോട് ചോദിച്ചു നോക്കുക, കൂട്ടുകാരോട് ചോദിച്ചു നോക്കുക, അവര് നമ്മളോട് ഫീഡ്ബാക്ക് തരാത്ത എന്തുകൊണ്ടായിരിക്കാം? അതിനിപ്പോ ഷെഫീഖിന് ദേഷ്യം വരണം വെച്ചിട്ടായിരിക്കാം. സത്യത്തിൽ നമ്മളുടെ കണ്ണു തുറക്കണമെങ്കിൽ നമ്മൾ ഏത് സമൂഹത്തിൽ ജീവിക്കുന്ന ആ സമൂഹത്തിലെ ആൾക്കാർ നമ്മളോട് ഫീഡ്ബാക്ക് പറയണം. ഒരാൾ പറഞ്ഞത്, ഒരാൾ എന്നോട് പറയും ഷെഫീഖ് ഭയങ്കര ദേഷ്യക്കാരനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ ഒരു 5-10 പേര് പറഞ്ഞു എങ്കിൽ അതിന്റെ അർത്ഥം എനിക്കൊരു ദേഷ്യം എന്ന അനാവശ്യമായിട്ട് ദേഷ്യപ്പെടുന്ന സ്വഭാവം ഉണ്ടെന്ന് അർത്ഥം. അപ്പൊ അതിന്റെ അർത്ഥം ഈ സെൽഫ് അവയർനെസ് എന്ന് പറയുന്ന സംഭവത്തിൽ എന്റെ ദേഷ്യം എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടെന്നാണ്. അപ്പൊ അങ്ങനത്തെ ഫീഡ്ബാക്കിന്റെ കളക്ഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുക ഞാൻ അത്ര വലിയ മഹാനൊന്നല്ല, ഒരുപാട് പോരായ്മകൾ നമുക്കുണ്ടെന്ന് പറയാം. നമുക്ക് പോരായ്മ ഇല്ലെങ്കിൽ നമ്മളുള്ള പ്രവാചകന്മാരെ വലിയ വലിയ വിശിഷ്ട വ്യക്തികളൊക്കെ ആയി പോയനെ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ വികാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് നെഗറ്റീവ് എന്റെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞാൻ എനിക്കറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, അല്ലെ? അല്ലെങ്കിൽ ഈ സുഹൃത്തുക്കൾ എന്നോട് ഇപ്പൊ പറയോ ക്ഷമിക്കുന്ന അനാവശ്യ ദേഷ്യം വരുന്ന സ്വഭാവം ഉണ്ട്, നീ ഇപ്പൊ ഇങ്ങനെ ചോദിച്ചത് കൊണ്ട് പറഞ്ഞാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എന്റെ ഈ പറഞ്ഞ ദേഷ്യത്തിന്റെ പ്രകൃതം അവർക്ക് എപ്പോഴേക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവാം, അല്ലെ? എന്റെ വൈഫിനെ ഫീൽ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ എന്റെ വൈഫ് എന്നോട് പറയുന്നില്ല, എന്റെ അച്ഛൻ എന്നോട് പറയില്ല, മക്കൾ എന്നോട് പറയില്ല, എന്റെ ടീച്ചർ എന്നോട് പറയില്ല. കാരണം എന്തുകൊണ്ടാ? അത് പറഞ്ഞാൽ ശരിയാവില്ല എന്നാണ്, ആ സ്വഭാവം ഇല്ല എന്നല്ല. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് ഫീഡ്ബാക്കിന്റെ സംവിധാനങ്ങൾ കൊണ്ടും നമ്മുടെ ഈ പറഞ്ഞ സ്വഭാവവിശേഷം മനസ്സിലാക്കാം. ഇദ്ദേഹം പറയുന്നത് സെൽഫ് അവയർനെസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സ്വന്തം വികാരങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് എന്ന് പറയുന്നതാണ് ഇതിന്റെ 5 കമ്പോണന്റിൽ ഒന്നാമത്തെ അദ്ദേഹം പറഞ്ഞു. ഇനി രണ്ടാമത്തത്, ഇനി സ്വന്തം വികാരങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവ് നമ്മൾ ഉണ്ടാക്കുന്നു. പിന്നെ രണ്ടാമത് എന്ത് വേണം? സ്റ്റെപ്പ് സെൽഫ് റെഗുലേഷൻ വേണം. ഇനി തിരിച്ചറിഞ്ഞാൽ മാത്രം പോരല്ലോ. എനിക്ക് ദേഷ്യം ഉണ്ടെന്ന് മനസ്സിലായി, കുറെ ആൾക്കാരൊക്കെ പറഞ്ഞു, പിന്നെ എനിക്കും തോന്നി എന്റെ സ്വഭാവം നല്ലതല്ല, പിന്നെ ഞാൻ ഇതുപോലെ മടിയിലൊരാളാണ്, പ്രശ്നമൊക്കെ ഉണ്ട്, പിന്നെ അതുപോലെ ഒന്നിലും ഉറച്ചു നിൽക്കില്ല, പിന്നെ ചില ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാക്കും, നല്ലതും പൊട്ടയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതൊക്കെ മനസ്സിലാക്കി. എങ്കിൽ ഇത് റെഗുലേറ്റ് ചെയ്യണം. എന്ത് റെഗുലേറ്റ് ചെയ്യണം? ഞാൻ എന്റെ സ്വന്തം ഈ പറഞ്ഞ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് കൊണ്ടുവരാം. ഇതെങ്ങനെ ഉണ്ടാക്കാന്നുള്ള ലാസ്റ്റ് നമുക്ക് കുറച്ച് ട്രിക്കുകൾ പറയാം. പക്ഷെ ഇദ്ദേഹം പറയുന്നത് രണ്ടാമത് ഇത് മനസ്സിലാക്കിയിട്ട് പിന്നെ നമ്മൾ ഇത് നിയന്ത്രിക്കാനുള്ള ഒരു കഴിവുണ്ടാക്കണം, അല്ലെ? ആദ്യം സ്വന്തം കഴിവുകളെ വികാരങ്ങളെ മനസ്സിലാക്കി രണ്ടാമത് നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ്, അതിന് നമ്മൾ സെൽഫ് റെഗുലേഷൻ എന്ന് പറയും. ഇനി മൂന്നാമത് അദ്ദേഹം പറയുന്നത് സെൽഫ് മോട്ടിവേഷൻ എന്നാണ്. ഇത് വേറെ ചില പുസ്തകത്തിൽ വാക്ക് വ്യത്യാസം ഉണ്ടാവും. മൂന്നാമത് സെൽഫ് മോട്ടിവേഷൻ. അത് ആദ്യം മനസ്സിലാക്കി, പിന്നെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു, പിന്നെ മോട്ടിവേഷൻ എന്ന് വെച്ചാൽ ഈ വികാരങ്ങളെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ക്രമപ്പെടുത്തിയിട്ട് അതിനെ ഊർജ്ജസ്വലമാക്കിയിട്ട് സ്വയം മുന്നേറാനുള്ള ഒരു കഴിവുണ്ടാക്കണം. അപ്പൊ ആദ്യം നമ്മുടെ വികാരങ്ങൾ മനസ്സിലാക്കി, പിന്നെ അത് നിയന്ത്രിക്കാൻ ശ്രമിച്ചു, പിന്നെ നിയന്ത്രിച്ചതിന് ശേഷം ക്രമപ്പെടുത്തിയിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾക്ക് മുന്നേറാനുള്ള ഒരു കഴിവുണ്ടാക്കണം. അത് സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പ്രചോദിപ്പിക്കുക, സ്വയം പ്രചോദിതമാകുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ വെറുതെ ഇരുന്നിട്ട് കാര്യം നമ്മൾ എത്തും വേണം. ഇനി നാലാമത്തത് എംപതി. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ്. 3 കഴിഞ്ഞാൽ നാലാമത്തത് എംപതി എന്നാണ്. ഇങ്ങനെ എന്റെ സ്വന്തം വികാരങ്ങൾ മനസ്സിലാക്കി അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു, അതിനുശേഷം ഇത് ക്രമപ്പെടുത്തി വിജയത്തിലേക്ക് പോകുന്നു. ഇനി മറ്റുള്ള ഒരു വികാരം, നമ്മൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ ഡെഫിനേഷൻ നോക്കി അറിയാൻ പറ്റും. എന്റെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് എന്റെ വികാരങ്ങൾ മനസ്സിലാക്കാനും ഞാൻ ഇടപഴകുന്ന മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിച്ച് നോക്കാനും എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ പരസ്പരം സക്സസിലേക്ക് എത്താനും വേണ്ടി ക്രമപ്പെടുത്താനുള്ള ഒരു പരിപാടിയാണ് ഇമോഷണൽ ഇന്റലിജൻസ്. കേട്ടില്ലേ? അതുകൊണ്ട് ഇനി നാലാമത്തെ എംപതിയാണ്. എന്റെ വികാരങ്ങളൊക്കെ മനസ്സിലാക്കി അത് കൺട്രോൾ ചെയ്തു, അത് മോട്ടിവേറ്റ് ചെയ്തെങ്കിൽ ഇനി അടുത്ത ആൾക്കാരെ എന്നെയുമായി സഹകരിക്കുന്നവരെ ഈ വികാരങ്ങൾ മനസ്സിലാക്കണം. കാരണം എന്തുകൊണ്ടാ? എനിക്ക് ദേഷ്യം വരുന്ന എപ്പോഴായിരിക്കും? വെറുതെ ഇരിക്കുമ്പോഴാണോ? അല്ല, എനിക്ക് ദേഷ്യം വരുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ വെറുതെ ഇരിക്കുമ്പോഴായിരിക്കും. മിക്കവാറും ദേഷ്യം വരുന്നത് വേറൊരു സിറ്റുവേഷനിലേക്ക് ആയിരിക്കുമ്പോഴാണ്. അതൊരു വ്യക്തി ആയിരിക്കാം, അല്ലെ? അത് ഭാര്യ ആയിരിക്കാം, കൂട്ടുകാരനായിരിക്കാം, അവരെ വർത്താനം കൊണ്ടായിരിക്കാം, അല്ലേ?
അപ്പോ എന്നെ സംബന്ധിച്ച് എന്റെ വികാരങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിച്ചു, അതൊക്കെ കൺട്രോൾ ചെയ്ത് മോട്ടിവേറ്റ് ചെയ്തു. ഇനി മറ്റുള്ളൊരു വികാരങ്ങളും കൂടി എനിക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഞാൻ ഇടപഴകുന്നവർക്കും ഇതുപോലെ കുറെ പ്രശ്നങ്ങളുണ്ട്. അവിടെയാണ് നമ്മൾ പറഞ്ഞ എമ്പതി എന്ന് പറഞ്ഞ മോഡലായിരിക്കും മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാൽ വെറുതെ ഇപ്പൊ ഞാൻ മുനീർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വികാരങ്ങൾ മനസ്സിലാക്കലില്ല. എങ്ങനെ ആ മുനീർ എന്ന് പറഞ്ഞ ഒരാൾക്ക് ദേഷ്യമുണ്ട്, അപ്പൊ എനിക്ക് വേണമെങ്കിൽ കുറ്റപ്പെടുത്താം. പക്ഷെ ഞാൻ ആലോചിക്കുന്നു, അയാളുടെ സിറ്റുവേഷൻ എനിക്കായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ ആവുമല്ലോ. അങ്ങനെ ആവുള്ള സിറ്റുവേഷന് ഞാൻ മനസ്സിലാക്കണം. അതിന് എമ്പതി എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുക. ഇപ്പോൾ ഈ എമ്പതി വാക്ക് കേട്ടിട്ടുണ്ടാവും അല്ലെ? മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിച്ച് കേൾക്കുന്നത് കാണുന്നത് ഭയങ്കരമായിട്ട് വ്യത്യാസമുള്ളതാണ്. അപ്പൊ നമുക്ക് സത്യം ഉൾക്കൊള്ളാൻ പറ്റും അല്ലെ? പെട്ടെന്ന് ഒരാൾ വന്നിട്ട്, ഒരു പക്ഷേ ഇപ്പൊ ഇവിടെ ഷൗക്കത്ത് അലി ഉണ്ട്, അദ്ദേഹം വന്നിട്ട് എന്നോട് പറയാണ്, എന്നെ ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. സാധാരണ ഒരു ഷെഫീഖിന് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് തിരിച്ച് ചീത്ത പറയാം അല്ലെ? അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു, എനിക്ക് തിരിച്ച് ചീത്ത പറയാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കാം, അല്ലെങ്കിൽ പിന്നെന്ത് ചെയ്യണം? ഈ ഷൗക്കത്തിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം എന്നോട് ചീത്ത പറയാൻ തോന്നിയത്? അതായത് എന്റെ ഭാഗത്ത് നിന്ന് വല്ല മിസ്റ്റേക്ക് ഉണ്ട്, പ്രൊആക്റ്റീവായിട്ട് ചിന്തിക്കുകയാണ്. അത് ഞാൻ തിരിച്ച് മറുപടി പറയുന്നതിന് മുമ്പ് ആലോചിക്കുകയാണ്, അത് എന്റെ മിസ്റ്റേക്ക് കൊണ്ട് തന്നെയാണോ ഷൗക്കത്തിൽ എന്റെ ചീത്ത പറയാൻ കാരണം? എന്റെ എന്തെങ്കിലും വല്ല സ്വഭാവവിശേഷം മോശമായിട്ടുണ്ടായിരുന്നോ? അത് ഞാൻ അറിയാതെ എന്തെങ്കിലും പെരുമാറിയോ? ഇതിനാണ് എമ്പതി എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് ഷൗക്കത്തിനോട് തിരിച്ച് ചീത്ത പറയാനല്ല തോന്നുക. എനിക്ക് അതായിരിക്കും ആ സിറ്റുവേഷൻസിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് ഷൗക്കത്തിനോട് ചിലപ്പോൾ സഹതാപം തോന്നാം. ചിലപ്പോൾ ഞാൻ സത്യങ്ങളൊക്കെ ഷൗക്കത്തിൽ വിളിച്ചിട്ട് എന്ത് പറ്റി ഷൗക്കത്തിൽ ഇങ്ങനെ പറയാൻ കാരണം, ഞാൻ നിങ്ങളോടൊന്നും മോശമായിട്ട് പെരുമാറിയിട്ടില്ല തോന്നി, എനിക്ക് തോന്നുന്നു നിങ്ങളൊരു ടെൻഷനിലാണ് തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ റിലേഷൻഷിപ്പ് നന്നാവില്ലേ? ഇതൊക്കെയാണല്ലോ ഇമോഷണൽ ഇന്റലിജൻസ് കൊണ്ട് നമ്മൾ സോഷ്യൽ എന്ന് പറയുന്ന സംഭവം നോക്കുന്നല്ലേ. പക്ഷെ ഇതൊന്നും നമ്മൾ ചിന്തിക്കാത്ത ഒരു ഷഫീഖാണെങ്കിൽ, ഇപ്പോ ചിന്തിക്കാത്ത ഒരാളാണെങ്കിൽ എന്തുണ്ടാവും? ഞാൻ അപ്പൊ തന്നെ തിരിച്ച് ചീത്ത പറയില്ലേ? അവിടെ ഷൗക്കത്ത് അലിക്ക് സംബന്ധിച്ച് എന്ത് തോന്നും? ആ ഷഫീഖ് എന്നോട് ഇത്രയും വലിയ ആളാണ് ഷഫീഖ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഷഫീഖ് എന്നെ തിരിച്ച് ചീത്ത പറഞ്ഞു, അപ്പൊ അവൻ നല്ലതല്ല. അപ്പൊ ഷൗക്കത്ത് അലി വിചാരിച്ചു ഷഫീഖ് നല്ലതല്ലെന്ന് അല്ലെ? അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ഒരു എമ്പതി എന്ന് പറയുന്ന സംഭവം അത് പ്രൊആക്റ്റീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയറിലേക്ക് നമ്മൾ നയിക്കും എന്നുള്ളതാണ്. പല സമയത്തും ഭാര്യ ഭർത്താക്കന്മാരായിട്ടോ അല്ലെ മക്കളുമായിട്ടോ സുഹൃത്തുക്കളായിട്ടോ ഉണ്ടാവുന്ന ചെറിയ 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 വഴക്കുകളൊക്കെ കൂടുതലും അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിക്കാത്തതുകൊണ്ടാണ് അല്ലെ? ഇപ്പൊ നമ്മളാരും പരിപൂർണമായിട്ടുള്ള ആൾക്കാരല്ലോ. ഇപ്പൊ നമ്മുടെ ഭാര്യ സത്യത്തിൽ നമ്മൾ പലപ്പോഴും സമ്മതിച്ചു കൊടുക്കില്ല. ഏത്? ഞാൻ തെറ്റ് ചെയ്തു എന്ന് സമ്മതിച്ചു കൊടുക്കില്ല. പക്ഷെ സത്യത്തിൽ അങ്ങനെയല്ലേ അല്ലെ? നമ്മൾ ഈ അങ്ങാടി തൊറ്റ അമ്മയോട് എന്ന് പറയുന്ന പോലെ തന്നെ ഈ ആണുങ്ങൾ ചെയ്യുന്ന ചില സംഭവങ്ങളുണ്ട്. സ്ത്രീകളുടേതായ പെരുമാറ്റ പ്രശ്നങ്ങൾ അവർക്കും ഉണ്ടാവും. അപ്പൊ നമ്മൾ പരസ്പരം ആലോചിക്കണം, നോക്കി ഇവരെ ഉള്ള ഭാഗത്ത് ഞാനാണെങ്കിൽ എന്തായിരിക്കും? ഒരുപാട് ജോലി വീട്ടിൽ ചെയ്ത ഒരാളാണ്. ഓക്കെ, ചില സമയത്ത് ഒന്ന് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അല്ല അവര് വിചാരിക്കണോ പുറത്തൊക്കെ പോയിട്ട് വരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരുപാട് ടെൻഷനുണ്ട്. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു എമ്പതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു എമ്പതി എന്ന് പറയുന്നത് ഒരു നാലാമത്തെ കമ്പോണന്റ് ആണെന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ പിന്നെ അഞ്ചാമത്തെ അദ്ദേഹം പറയും, ഇനി അടുത്ത് വേണ്ടത് സോഷ്യൽ സ്കില്ല്. എന്താ? മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കി അവരോട് പെരുമാറാനും സോഷ്യലൈസ് ചെയ്യാനുമുള്ള ഈ കഴിവ്, അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള ഒരു കഴിവിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് എമ്പതി ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. നമ്മൾ എമ്പതി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആ ചിന്തിക്കുകയും അതുമായി മാനേജ് ചെയ്താൽ മാത്രം പോരാ, നമ്മൾ സോഷ്യൽ സ്കിൽ വർദ്ധിപ്പിക്കണം. സോഷ്യൽ സ്കിൽ എന്ന് പറയുന്നത് എന്തിനാ വർദ്ധിപ്പിക്കുന്നത്? നമ്മള് ജനങ്ങളുടെ ഇടയിൽ ഇടപഴകുന്ന ഒരാളാണ്, സമൂഹത്തിൽ ഇടപഴകുന്ന ഒരാളാണ്, ഫാമിലി ഇടപഴകുന്ന ഒരാളാണ്. അതുകൊണ്ട് സോഷ്യൽ സ്കില്ല് വർദ്ധിപ്പിച്ചാൽ മാത്രമേ നമുക്ക് നല്ലപോലെ പെരുമാറാനും സോഷ്യലൈസ് ചെയ്യാനും നല്ല നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനും പറ്റും. ഇങ്ങനെ ഒരു 5 കമ്പോണന്റ് ആണ് ഇദ്ദേഹം പറയുന്നത്. ഇത് ബേസിക് ആയിട്ടുള്ള സംഭവമാണ്. ചിലപ്പോൾ ഒരു പക്ഷേ ഈ പോയിന്റ് കേൾക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് അറിയുന്നതല്ലേ നമുക്ക് തോന്നാം. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയത് ഇദ്ദേഹമാണ്. ഇതിനൊരു പഠനശാഖയായിട്ട് ഈ ഒരു സംഭവത്തിനെ കൊണ്ടുവന്ന് ഇദ്ദേഹമാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഫോർമുല തന്നെ എടുക്കുന്നത്. എന്നാൽ ഡാനിയൽ ഗോൾഡ്മാന്റെ അഭിപ്രായത്തില് ഇമോഷണൽ കോഷ്യന്റിന് 5 മണ്ഡലങ്ങൾ അല്ലെങ്കിൽ 5 കമ്പോണന്റ് ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് ഒരു ഹൈറാർക്കിക്കൽ ലെവൽ പോലെയാണ്. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്ന് പറയുന്ന മോഡലാണ്. ഒന്നാമത്തെ അദ്ദേഹം പറയുന്നത് സെൽഫ് അവയർനെസ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ക്രമപ്പെടുത്തണം. അത് സ്വന്തം വികാരങ്ങൾ തിരിച്ചറിയാൻ നമ്മൾ ശ്രമിക്കണം. 2, തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, സെൽഫ് റെഗുലേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ സ്വന്തം വികാരങ്ങളെ നമ്മൾ റെഗുലേറ്റ് ചെയ്യുക, നിയന്ത്രിക്കാനുള്ള കഴിവ് നമ്മൾ ഉണ്ടാക്കുന്നു. 3, സെൽഫ് മോട്ടിവേഷൻ. നിയന്ത്രിച്ചാൽ മാത്രം പോരാ, അത് ക്രമപ്പെടുത്തിയിട്ട് അത് നമ്മുടെ ജീവിതാഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടോ നമ്മുടെ മേഖലയിലേക്കുള്ള ലക്ഷ്യത്തിലേക്കോ അത് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു മോഡലിലേക്ക് ആക്കണം. 4, നമുക്കൊരു എമ്പതി വേണം. നമ്മുടെ വികാരങ്ങൾ മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, മറ്റുള്ള ഒരു വികാരങ്ങൾ അവരെ ഭാഗത്തു നിന്നുകൊണ്ട് കണ്ട് കേട്ട് മനസ്സിലാക്കുകയും വേണം. 5, സോഷ്യൽ സ്കില്ല് വർദ്ധിപ്പിക്കുക. എന്തിന്? സോഷ്യലൈസ് ചെയ്യാനും നല്ല നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനും സോഷ്യൽ സ്കില്ല് വർദ്ധിപ്പിക്കാന്നാണ്. ഇങ്ങനെയാണ് ഇദ്ദേഹം 5 കമ്പോണന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതൊക്കെയാണ് സാധാരണഗതിയിൽ വേണ്ടത്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ളത് പൊതുവെ പറയപ്പെടുന്നത് ഇമോഷണൽ ഇല്ലിറ്ററസി ആണ്.
ഞാൻ സ്പീഡിൽ ഇങ്ങനെ പറയുന്നത് നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഇത് വളരെ നിർത്തി കുറെ ചർച്ചകൾ ചെയ്ത് പറയാവുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. എന്തായാലും കുറച്ച് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഇമോഷണൽ ഇല്ലിറ്ററസിയാണ് ഇവിടെ ഉള്ളത്. ഇമോഷണൽ ഇല്ലിറ്ററസി എന്ന് വെച്ചാൽ എന്താ? വൈകാരിക നിരക്ഷരതയാണ്. നമ്മൾ സത്യം ഇതൊക്കെയാണ് വേണ്ടതെന്ന് പറയുന്നെങ്കിലും, അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്കറിയാം ഒരുപാട് സ്വഭാവത്തിന്റെ മോശങ്ങൾ മനുഷ്യന്മാർക്ക് ഉണ്ടെന്ന്. ദേഷ്യം എന്ന് പറയുന്നത് നല്ലതല്ല എന്നെല്ലാവർക്കും അറിയാല്ലേ. പക്ഷെ സത്യത്തിൽ ഞാനത് സമ്മതിക്കുന്നില്ല, സത്യത്തിൽ ഞാനിതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, അതെന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് വരുന്നേ ഇല്ല അല്ലെ. അപ്പോ ഇതിനെ വിളിക്കുന്നത് വൈകാരിക നിരക്ഷരത. മനുഷ്യരിൽ ഭൂരിഭാഗം ആൾക്കാര് ചിലപ്പോൾ ഒരുപക്ഷെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെ. ചിലപ്പോൾ ഒരുപക്ഷെ എന്തായിരിക്കും ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ, ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കുന്നു, ഒരുപാട് ബിസിനസിനെ കുറിച്ച് പഠിക്കുന്നു അല്ല, ഒരുപാട് നല്ല നല്ല കാര്യം പഠിക്കുന്നു. പക്ഷെ ഈ ഇമോഷൻസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സത്യത്തിൽ മനുഷ്യന്മാരെ കുറിച്ച് പറഞ്ഞാൽ ഇല്ലിറ്ററസിയാണ്, നിരക്ഷരത. ഒന്നും ഇതിനെ കുറിച്ച് പഠിക്കുന്നു അറിയുന്നു പോലും ഇല്ലാന്ന്. ഇപ്പൊ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് എക്സ്പെർട്സ് ഒക്കെ ഇതിലേക്ക് വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളുണ്ട്, അത് സാമൂഹിക ജീവി എന്നുള്ള നിലയിൽ മനുഷ്യന് ബുദ്ധിമുട്ടാണ്, വളരെ സൂക്ഷിച്ചോ. അതുകൊണ്ട് സ്ട്രെസ് മാനേജ്മെന്റ് ക്ലാസ് കേട്ടിട്ടുണ്ടാവും അല്ലെ. മടി എങ്ങനെ മാറ്റാന്ന് കേട്ടിട്ടുണ്ടാവും, അല്ല പരാജയ ഭീതി എങ്ങനെ മാറ്റാന്ന് കേട്ടിട്ടുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിലും സത്യത്തിൽ നമുക്ക് ഇല്ലിറ്ററസി ഉണ്ട്. ഇതെന്താണെന്ന് മനസ്സിലായിട്ടില്ല. എന്നാലോ ഇത് നമ്മുടെ ജീവിതത്തിന് പ്രശ്നമാണെന്നറിയാം. അതുകൊണ്ടാണ് നമ്മൾ സമ്മതിച്ചു കൊടുക്കാത്ത. ഒരാളെന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാണ് നീ ആള് ശരിയല്ല, കാരണം നീ ഇങ്ങനെ പറഞ്ഞ വാക്ക് മാറ്റുന്ന ഒരാളാണെന്ന് എന്റെ മുഖത്ത് നോക്കി പറയാൻ മടിയാണ് അദ്ദേഹത്തിന്. കാരണം പറഞ്ഞാൽ ഷെഫീഖ് എന്ത് കരുതും അല്ലെ. ഇപ്പൊ ഇവിടെ ഹനീഫോ അല്ലെങ്കിൽ ഷീബയോ ഷിഹാബോ ആരും ആയിക്കോട്ടെ, നിങ്ങൾ ഇപ്പൊ പറയാണ് ഷെഫീഖിന്റെ ഈ പറഞ്ഞ താങ്കളുടെ തീരുമാനങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മാറിപ്പോവാണ്, ഇത് ഞങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണെന്ന് പറയാൻ മടി വരിക. കാരണം എന്തുകൊണ്ടാ? പറഞ്ഞാൽ ഷെഫീഖിന് ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പൊ സത്യം പറഞ്ഞാൽ ഈ സംഭവത്തിന് ഇങ്ങനെ ഉടച്ചു വറക്കുന്ന രീതിയിലേക്കാണ് ഈ സംഭവങ്ങൾ പോകേണ്ടത്. ഇതൊരു പ്രശ്നമാണ്. അതെ, നമ്മളിപ്പോ ഒരു പനി വന്നാൽ നമ്മൾ എന്ത് പറയും? എനിക്ക് പനി ഉണ്ടെന്ന് പറയില്ലേ. പനി വന്നാൽ നമുക്ക് ആർക്കെങ്കിലും ദേഷ്യം ഉണ്ടാവും. എന്തിനാ പനിച്ചതെന്ന് ചോദിക്കുമോ? എനിക്ക് പനി വന്നു. ആ പനി ഒരു വലിയ പ്രശ്നമുള്ള കേസല്ല, പനി വന്നാൽ മരുന്ന് കഴിക്കണം. അതേസമയം നിനക്ക് അനാവശ്യമായിട്ട് ടെൻഷൻ ഉണ്ട്, നീ പെർഫെക്ഷനിസ്റ്റ് ആണ്, അല്ലെങ്കിൽ നിനക്ക് ഒരു സ്ട്രെസ് ഉണ്ട്, അല്ലെങ്കിൽ നിനക്ക് സൈക്കോളജിക്കൽ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു നോക്കിയാൽ പിന്നെ അവനെ തിരിച്ച് നമുക്ക് ഒരിക്കലും ഒരു ബന്ധം ഉണ്ടാവില്ല. കാരണം എന്താ? അതെന്തോ ഒരു സുഖമില്ലാത്തൊരു സംഭവമാണ്. സൈക്കോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനുഷ്യനൊരു മോശപ്പെട്ട കാര്യമാണെന്നൊരു ചിന്താഗതി നമുക്കുണ്ട്. അതൊരു ചെറിയ ദേഷ്യത്തിന്റെ കാരണം പോലെ. എന്താ വെച്ചാൽ ഈ ദേഷ്യം ഷെഫീഖിന് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ വിചാരിക്കുക, ഓ ഞാൻ ഒന്നിനും കൊള്ളാത്ത ഒരാളായല്ലോ, ആഹാ അങ്ങനെ അവൻ പറയാം, അവൻ ആരാ നിശ്ചയിക്കാൻ? കാരണം വെച്ചാൽ അവൻ അതിനേക്കാളും പ്രശ്നമല്ലേ. പിന്നെ എല്ലാവരും പറയുന്നത് സത്യമായിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇമോഷണൽ ഇല്ലിറ്ററസി ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് വേണം? നമ്മൾ ആദ്യം സ്വയം ഇത് പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ മക്കൾക്കും അല്ലെങ്കിൽ വൈഫിനും നമ്മുടെ കുടുംബത്തിലെ ആൾക്കാർക്കും യോജിക്കുന്നവർക്ക്, അത് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ വളരെ രമ്യമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏതെങ്കിലും സാഹചര്യത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കാരണം എന്താ? നമുക്ക് ഒരുപാട് ലൈഫിൽ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ഈ വികാരങ്ങളുടെ പ്രശ്നങ്ങൾ എന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കി. അത് നമ്മുടെ ഓഫീസിൽ പറയാം, നമ്മുടെ പാർട്ട്ണറോട് പറയാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു പക്ഷേ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളുടെ ഇടയിൽ പറയാം. ചിലപ്പോൾ പക്ഷേ ഈ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്ന ഏത് സദസ്സിലും ഇത് പറയാവുന്നതാണ് അല്ലെ. ഇങ്ങനൊരു കാര്യമുണ്ട്, ഇതുകൊണ്ട് നമ്മളെ സക്സസ് കുറയുന്നുണ്ട്, ഇതുകൊണ്ട് നമ്മൾ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്, ഇതുകൊണ്ട് ഒരുപാട് നമ്മൾ പ്രഷർ അനുഭവിക്കുന്നുണ്ട്, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ലൈഫിൽ ശരിയാക്കിയാൽ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഭയങ്കര സ്പീഡ് ആവട്ടോ. അതുകൊണ്ട് ഒരുപാട് ഗുണമാണ്, നമുക്ക് മാനസിക സംഘർഷം ഒഴിയാൻ, നമ്മൾ ഹാപ്പി മൊമെന്റ്സ് ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ പഠിക്കുന്നത് തന്നെ. അപ്പൊ എന്തായാലും ഈ സ്വന്തം വികാരങ്ങളും മറ്റുള്ള വികാരങ്ങളുടെ മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മ എന്ന് പറയുന്നതാണ് ഇപ്പൊ സമൂഹത്തിൽ നിലനിൽക്കുന്നതാണ് ഇവരും പറയുന്നത്. ഇങ്ങനെ ഒരു കഴിവ് ആർക്കും ഇല്ല. അത് പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്യാനാണ് ഇദ്ദേഹം ഈ 5 കമ്പോണന്റ് കാര്യങ്ങളൊക്കെ ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പൊ ചിലരൊക്കെ പറയും സ്വന്തം എനിക്ക് ദേഷ്യമുണ്ട്, ദേഷ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നില്ല, അത് സമ്മതിക്കുന്നില്ല. എനിക്കിത് സങ്കടമുണ്ട്, എനിക്ക് ടെൻഷൻ വരുന്നുണ്ട്. അപ്പൊ അതാണ് ഞാൻ ഇല്ലിറ്ററസി എന്ന് പറഞ്ഞത്. അത് ഒരു പരിധി വരെ നമ്മൾ നമ്മളെ തന്നെ എന്താ പറയാ മോശമാക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. എന്തേ എനിക്ക് ഈ ദേഷ്യമുണ്ടെന്ന് പറഞ്ഞ മോശപ്പെട്ട കാര്യം എനിക്ക് അറിയാം നാലാളുടെ മുന്നില്. അപ്പൊ ഞാൻ എന്നെ തന്നെ നാശാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഞാൻ അതൊക്കെ വിട്ടേക്ക്, ഞാൻ ഭയങ്കര നല്ലവൻ തന്നെയാണ്. ഞാൻ നല്ലവൻ തന്നെയാണെന്ന് ഞാൻ എന്റെ ഭാര്യയോടും പറയും, അല്ല ഞാൻ നല്ലവൻ തന്നെയാണെന്ന് കൂട്ടുകാരോടും പറയും, ഓഫീസിൽ പറയും. പക്ഷെ ഞാൻ എന്റെ ഭാഗത്ത് കുറെ മിസ്റ്റേക്കുകൾ ഉണ്ടെന്ന് അവർ പറയാനുമില്ല. അതാണ് സംഭവം. എന്തായാലും ഇതാണ് ഇതിന്റെ കമ്പോണന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇത് 3-4 സ്ഥലങ്ങളിലാണ് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ കമ്പോണന്റിന്റെ സംഭവങ്ങൾ തന്നെയാണ് പല മോഡലിലേക്കും വരുന്നത്. അതുകൊണ്ട് ഇത് എവിടെയൊക്കെയാണ് ഈ പ്രശ്നം വരിക? നമുക്ക് ഫാമിലി എന്ന് പറയുന്ന സംഭവം ഇതൊരു സോഷ്യൽ സംഭവമാണല്ലോ. എന്ന് വെച്ചാൽ ഒരുപാട് അംഗങ്ങളുള്ളതാണ്. നമ്മളൊരു അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഒരുപക്ഷെ പെങ്ങളോ ചേട്ടനോ ചേച്ചിയോ അമ്മോനോ ആരും ആയിക്കട്ടെ, ഒരു മകൻ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത് ഒരുപാട് ബന്ധങ്ങളിലേക്ക്, മകൾ എന്ന് പറഞ്ഞ ബന്ധങ്ങളിലേക്ക് പോകുന്നല്ലേ. അതുകൊണ്ട് തന്നെ ഫാമിലിയിൽ ഈ പറയുന്ന ഇമോഷണൽ ഇന്റലിജൻസിന്റെ പ്രാധാന്യം എന്താ?
അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടത്? നല്ലൊരു ഫാമിലി മാൻ ആയിട്ട് മാറണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? അത് ഈ ഗോൾഡ്മാൻ പറഞ്ഞ പോയിന്റ് അതിൽ ഉണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു ഫാമിലി മാൻ ആയിട്ട് നന്നായിട്ട് നമ്മൾ ജീവിക്കണമെങ്കിൽ, നല്ലൊരു അച്ഛനാവണമെങ്കിൽ, നല്ലൊരു അമ്മയാവണമെങ്കിൽ, നല്ലൊരു അമ്മാവനാവണമെങ്കിൽ, നല്ലൊരു അയൽവാസി ആവണമെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ആദ്യം അദ്ദേഹം പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഒന്ന്, സെൽഫ് അവയർനെസ് ഉണ്ടാക്കുക. അതിന് വിശദീകരിക്കണ്ട. എന്ന് വെച്ചാൽ സ്വന്തം വികാരങ്ങളെ മനസ്സിലാക്കുക. എന്ത് വികാരങ്ങൾ വരുമ്പോഴാണ് എനിക്ക് അനാവശ്യമായിട്ട് ടെൻഷൻ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ്, എന്തൊക്കെ സാധനം തലയിൽ വരുമ്പോൾ എനിക്ക് ഫ്രസ്ട്രേഷൻ വരുന്നത്, എന്താണ് എന്റെ വർക്കിനെ തടസ്സപ്പെടുത്തുന്നത്, എന്താണ് എന്റെ വൈഫുമായിട്ട് ഞാൻ വഴക്കടിക്കുന്ന സാഹചര്യത്തിൽ വരുന്ന എന്തൊക്കെ സാധനങ്ങളാണ്, അല്ലെങ്കിൽ എനിക്ക് അച്ഛനുമായിട്ട് പ്രശ്നം ഉണ്ടാവുന്ന എന്തൊക്കെ വികാരങ്ങളാണ്, ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ കണ്ടുപിടിക്കുക. അതാണ് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സെൽഫ് റെഗുലേഷൻ. ആ വികാരങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആലോചിക്കും, എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഞാൻ അച്ഛനുമായിട്ട് ചെറിയ പ്രശ്നം വരും, അല്ലെങ്കിൽ എന്റെ അയൽവാസിയുമായിട്ട് ഇങ്ങനെ ഒരു പ്രോബ്ലം വരുന്നുണ്ട്, അല്ലെങ്കിൽ വൈഫിനോട് ഞാൻ ഇങ്ങനെ പെരുമാറുന്നുണ്ട്, അപ്പൊ ഞാനത് പതുക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം എന്നല്ലേ. അപ്പൊ അതിന് നമ്മൾ റെഗുലേഷൻ എന്ത് ചെയ്യും? പ്രാക്ടീസ് ചെയ്യും അല്ലെ? എന്തൊക്കെ പ്രാക്ടീസ് ചെയ്യും? അതിന് ഒരുപാട് ട്രിക്കുകൾ ഉണ്ട്, നമുക്ക് ലാസ്റ്റ് പറയാം. അപ്പൊ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ ദേഷ്യമുള്ള ഒരാൾ എന്ത് പറയും, ഇനി ഞാൻ ദേഷ്യം വരുമ്പോ ഞാൻ ഒരു മിനിറ്റ് ഞാൻ മിണ്ടാതിരിക്കും. അതിനൊരു ടെക്നിക്കാണ്, നിങ്ങൾക്ക് അറിയുണ്ടാവും. അതുപോലെ തന്നെ 1 മുതൽ 100 വരെ എണ്ണുക അല്ലെ, അങ്ങനെ കുറെ ടെക്നിക്കാണ്. അപ്പൊ എന്തെങ്കിലും ഒരു തരത്തിൽ ഒരു സംഭവം വെച്ചിട്ട് നമ്മളത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ രണ്ടാമത് കൺട്രോൾ ചെയ്യുക, ഗോൾഡ്മാൻ പറഞ്ഞ പോലെ തന്നെ കൺട്രോൾ ചെയ്യുക. ഇനി മൂന്നാമത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ എമ്പതി എന്ന് പറയുന്നത്, അതായത് എന്തുകൊണ്ടാണ് എന്റെ വൈഫ് ഇങ്ങനെ ഒരു മുഖം തിരിച്ച് സംസാരിക്കുന്നത്? അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. അപ്പൊ ആ മുഖം തിരിച്ച വഴിക്ക് എനിക്ക് ദേഷ്യം വരാൻ പാടില്ല. കാരണം എന്താ? എന്റെ വൈഫ് മുഖം തിരിക്കാനുള്ള കാരണം ഒരു പക്ഷെ അവൾ ചിലപ്പോൾ കാലത്ത് മുതൽ വൈകുന്നേരം വരെ ജോലിക്ക് പോയത് കൊണ്ടോ, അല്ലെങ്കിൽ വീട്ടിലത്തെ പ്രശ്നങ്ങൾ കൊണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള ഒരു പ്രോബ്ലം കൊണ്ടൊക്കെ ആയിരിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുക എന്നുള്ള സംഭവത്തിനും ഇവിടെ ഇമ്പോർട്ടന്റ്. അപ്പൊ ഫാമിലി മാൻ ആവണമെങ്കിൽ ഉറപ്പായിട്ടും എമ്പതി വേണം. ഇത് ഞാൻ ഞാൻ എന്റെ വൈഫിനോട് എന്റെ വീട്ടിൽ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഷെഫീഖിനും ഇതുപോലെ തന്നെ ചിന്തിക്കണം, ഷെഫീഖും ഇതുപോലെ തന്നെ ദേഷ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിനും ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകാം. അല്ലെങ്കിൽ ഇവിടെ ഷുക്കൂറിനോ മീരയ്ക്കോ ഹനീഫിനോ ബാവയ്ക്കോ ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാർ, ജോഫിനോ, ഇവരൊക്കെ ഓരോ തരത്തിൽ സ്വഭാവവിശേഷം കാണിക്കുമ്പോഴും അദ്ദേഹത്തിന് ഇതുപോലെ തന്നെ ഒരു സാഹചര്യം ഉണ്ടെന്ന് അവർക്കും മനസ്സിലാവും അല്ലെ? നമ്മളിപ്പോ മനസ്സിലാക്കി നമ്മളൊരാളോട് പറഞ്ഞു കൊടുത്താൽ അവർക്കും തോന്നില്ലേ, ഇതുകൊണ്ടാണ് ഷെഫീഖ് ദേഷ്യപ്പെട്ടെ. ഓക്കെ, അപ്പൊ മിണ്ടാതിരിക്കാം, ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ തണുത്തോളൂ അല്ലെ? പല സമയത്ത് വളരെ നല്ല നല്ല ഭാര്യമാര്, നല്ല ബുദ്ധിയുള്ള ഭാര്യമാര്, അല്ലെങ്കിൽ ബുദ്ധിയുള്ള ഭർത്താവ്, അല്ലെങ്കിൽ ബുദ്ധിയുള്ള അച്ഛനൊക്കെ ആണെങ്കിൽ, നല്ല ബുദ്ധിയുള്ള വലിയ വലിയ ആൾക്കാർ, ആൾക്കാർ വഴക്കടിച്ചിട്ട് മിണ്ടാണ്ടിരിക്കും കുറച്ചു നേരം. എന്തുകൊണ്ടാ? കാരണം മിണ്ടാതിരിക്കുന്ന സാഹചര്യം വന്നാൽ തന്നെ ഈ വഴക്കടിക്കുന്നതിന്റെ സ്ട്രെസ് കുറച്ചുമ്പോൾ കുറഞ്ഞോളും തന്നെ പറയാം. സാധാരണ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റിലൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് എന്ത്? ഒരു കസ്റ്റമർ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു കംപ്ലൈന്റ് ആയിട്ട് ഒരു ഓഫീസിലേക്ക് കയറി വരുന്നു. ആ കംപ്ലൈന്റ് വരുന്ന കസ്റ്റമർക്ക് എപ്പോഴും ദേഷ്യമായിരിക്കും അല്ലെ? ഒരു സാധനം ഞാൻ മേടിച്ചു, അത് പിറ്റേ ദിവസം കേടായി. സത്യത്തിൽ ഈ സാധനം തിരിച്ച് ഗ്യാരണ്ടി പീരീഡ് ഉണ്ടെന്നും ഒക്കെ അദ്ദേഹത്തിന് അറിയാമെങ്കിലും ആൾക്ക് ആകെ ഇൻസൾട്ടഡ് ആയി, ആകെ ദേഷ്യ സങ്കടമായി. കാരണം അദ്ദേഹത്തിന് സമയം നഷ്ടപ്പെട്ടു. അതും കൊണ്ട് ഇങ്ങോട്ട് വരണം, ഫോൺ ചെയ്യണം. അപ്പൊ ഇവിടെ വരുമ്പോ തന്നെ ആകെ ബഹളായിരിക്കും. നിങ്ങളൊരു സാധനം തന്നിട്ട് ആകെ കേടായി പോയി, സമയം പോയി, ഇതിപ്പോ 2 ദിവസം കേടായല്ലോ, ഇത് എന്ത് സാധനം എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ? അപ്പൊ ഈ നല്ല സെയിൽസുകാർ, കസ്റ്റമർ സർവീസിന്റെ മാനേജർമാരെ പഠിപ്പിച്ച എന്തായിരിക്കും? അവരൊരു ടെക്നിക്ക് ഉണ്ടെന്ന് പറയാം അല്ലെ? ലിസൺ അല്ലെ എന്ന് പറയാ LAST എന്നുള്ള സംഭവം ഉണ്ട്. ലിസൺ, അപ്പോളജൈസ്, എന്തൊക്കെ പറഞ്ഞ സൊല്യൂഷൻ കണ്ടുപിടിക്കുക, താങ്ക് യു പറയാം, LAST. അപ്പൊ അതിലെന്താ ലിസൺ എന്ന് പറയാൻ എന്താ അർത്ഥം? അവര് വരുമ്പോ തന്നെ സാറേ ഇരിക്കൂ സാർ, അപ്പൊ എനിക്ക് ഇരിക്കാവുന്ന സമയം ഇതാക്കാണ്, അല്ല സാർ ഇരുന്നോളൂ, എന്ത് കാര്യത്തിൽ നമ്മൾ സൊല്യൂഷൻ ഉണ്ടാക്കാം, സാർ പേടിക്കണ്ട, ഞങ്ങൾ ശരിയാക്കി തരാം, ഒന്ന് ഇരുന്നോളൂ എന്ന് ഇരുന്നിട്ട് അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് വെള്ളമോ ചായയോ കൊടുക്കുന്നു. എന്ന് വെച്ചാൽ ആ സംഭവം കൊണ്ട് തന്നെ പകുതി പ്രശ്നം അവസാനിച്ചു എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഈ പറഞ്ഞ എമ്പതിയുടെ ഗുണം. കസ്റ്റമർക്ക് ദേഷ്യപ്പെടാനുള്ള അവകാശമുണ്ട്. കാരണം എന്തുകൊണ്ടാ? നമ്മുടെ സാധനം മേടിച്ച് 2 ദിവസങ്ങൾ കൊണ്ട് കേടായി. അപ്പൊ അദ്ദേഹം ദേഷ്യപ്പെട്ടത് ആ റീസൺ കൊണ്ടാണ്. അതെനിക്ക് മനസ്സിലാക്കണമല്ലോ. അങ്ങനെയാണല്ലോ എനിക്ക് ട്രെയിനിങ് തന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ കസ്റ്റമർ റിലേഷൻ മാനേജർ ആണെങ്കിൽ ഞാൻ തിരിച്ച് ദേഷ്യപ്പെടാൻ പാടില്ല. അദ്ദേഹത്തിന് സമയം കൊടുക്കുന്നു, മിണ്ടാതിരിക്കുമ്പോ തന്നെ ഷെഫീഖ് എന്ന് പറഞ്ഞ കസ്റ്റമർ കുറച്ച് തണുക്കും. അപ്പൊ പ്രശ്നമൊന്നുമില്ല അല്ലെ? ഓക്കെ. അപ്പൊ പിന്നെ ഞാൻ പതുക്കെ വികാരങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ ലോജിക്കലായിട്ട് ചിന്തിക്കാനോ ഞാൻ സാധാരണ പോലെ സംസാരിക്കാനോ തുടങ്ങും. അപ്പൊ അതുകൊണ്ടാണ് ഈ എമ്പതി വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. എന്നാൽ എമ്പതി ചില സ്ഥലത്ത് നമ്മളൊരു ബൗണ്ടറി വെക്കേണ്ടതുണ്ട്. നമുക്ക് അടുത്ത പോയിന്റുകളിലേക്ക് വരാൻ പറ്റും. പക്ഷെ എമ്പതി വളരെ ഇമ്പോർട്ടന്റ് ആണ്, സോഷ്യൽ ലൈഫിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഈ ഫാമിലിയിലുള്ള ഒരാള് ഈ എമ്പതി കഴിഞ്ഞാൽ നോക്കേണ്ടത് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. നമ്മൾ ഈ വാക്ക് എപ്പോഴും കേട്ടു, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. ഈ ഓർഗനൈസേഷന്റെ ടീമിലൊക്കെ എപ്പോഴും അത്യാവശ്യമാണ്. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ? ഒരു ഓപ്പൺ സദസ്സിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്ന് വെച്ചാൽ എപ്പോഴും തുറന്ന് സംസാരിക്കാൻ പറ്റുക, ഏത് സദസ്സിലും സംസാരിക്കാൻ പറ്റുക, ഏത് ആൾക്കാരോടും
അപ്രോച്ചബിൾ ആയിട്ട് സംസാരിക്കാൻ പറ്റുക, ഞാൻ സംസാരിക്കുന്നത് സ്വീകരിക്കുന്ന ആൾക്കാരും ഉണ്ടാവുക, എല്ലാവരുടെ ഫീഡ്ബാക്കുകൾക്കും നമ്മൾ വാല്യൂ കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. അതിനർത്ഥം എന്താ? എല്ലാ ഫാമിലി മെമ്പറെയും എൻകറേജ് ചെയ്യുക അവരെ വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ. സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞാൽ നമ്മളൊക്കെ പാലിക്കാത്ത ഒരു കാര്യമായിരിക്കാം. നമ്മൾ മക്കളൊക്കെ വന്നിട്ട് സ്കൂളിലൊക്കെ വരുമ്പോൾ അവര് ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയാൻ വരുമ്പോൾ നമ്മൾ എന്താ പറയാ, മിണ്ടാതിരിക്കുന്ന പറയും. നമ്മൾ മിണ്ടാതിരിക്കുന്നു പറഞ്ഞാൽ എന്തുകൊണ്ടാ? ചിലപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ടെൻഷനിലോ വർക്കിലൊക്കെ ആയിരിക്കും. അപ്പൊ ഒന്ന് ആലോചിക്കുക, 2-3 പ്രാവശ്യം പറയാം, പിന്നെ ആ കുട്ടി നമ്മളോട് പറയാൻ മടിക്കും അല്ലേ? അവർ സ്കൂളിലത്തെ വിശേഷം പറയാൻ മടിക്കും. ആ വിശേഷത്തിന് നല്ലതും പൊട്ടയ്ക്കും ഉണ്ടാവാം. അതുകൊണ്ട് നമ്മൾ ഏത് ഫാമിലി മെമ്പറും എന്ത് കാര്യം പറയുമ്പോഴും എൻകറേജ് ചെയ്യുക. എങ്ങനെ എൻകറേജ് ചെയ്യുക? അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്തോട്ടെ. കാരണം അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് ഷെഫീക്ക് സ്വീകരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അവരെ കാര്യങ്ങൾ ഷെയർ ചെയ്യുള്ളൂ. അവർ പ്രോബ്ലം ഷെയർ ചെയ്യും, അവരുടെ പോസിറ്റീവ് ഷെയർ ചെയ്യും, നെഗറ്റീവ് ഷെയർ ചെയ്യും. അതുകൊണ്ട് ഫാമിലിയിൽ നമ്മൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ, നമ്മൾ ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച് പഠിച്ചാൽ പിന്നെ നമ്മൾ ഒരിക്കലും ഈ പറഞ്ഞ കാലത്ത് ഇവരെ എൻകറേജ് ചെയ്യണം. എന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ കേൾക്കാൻ റെഡിയാണ്, നിങ്ങൾക്ക് എന്ത് എന്നോട് പറയാം, ഞാൻ അപ്രോച്ചബിൾ ആണ്. സാധാരണ ലീഡർഷിപ്പിൽ വലിയൊരു കാര്യം, നല്ല നല്ല ബോസുമാര് അപ്രോച്ചബിൾ ആയിരിക്കും എന്ന് പറയും അല്ലെ? നല്ല നല്ല സബോർഡിനേറ്റ് എന്ന് പറയും, എന്റെ ബോസിനോട് എപ്പോ വേണമെങ്കിലും കയറിയിട്ട് സംസാരിക്കാം, എന്റെ എന്ത് പ്രശ്നം സംസാരിച്ചാലും അദ്ദേഹം കേൾക്കും, അതിന്റെ ഒരു മറുപടി പറയും. അതതിന്റെ അർത്ഥം അപ്രോച്ചബിൾ ആണ് എന്ന് വെച്ചാൽ അദ്ദേഹം അത് സ്വീകരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് അതൊരു പ്രശ്നമല്ല, നിങ്ങൾ എന്റെ അടുത്ത് എന്ത് സങ്കടവും പറഞ്ഞോളൂ എന്ന് പറയുന്നതാണ്. അപ്പൊ ആ അപ്രോച്ചബിൾ മനോഭാവം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. അല്ലാതെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ അവര് പറഞ്ഞോട്ടെ, ഞാൻ കേട്ടിട്ടുണ്ട്, കേട്ടു, ഈ ഒരു ചെവി കൂടെ കേട്ടിട്ട് മറ്റേ ചെവി കൂടെ വിടാന്നല്ല. അത് വളരെ സത്യസന്ധമായിട്ട് തന്നെ അവർ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുകയും അവർ പറയുന്നതിൽ ഫീലിങ്സ് മനസ്സിലാക്കുകയും അവർക്ക് അതിനൊരു സാന്ത്വനം കൊടുക്കുകയും അല്ലെങ്കിൽ സൊല്യൂഷൻ കൊടുക്കുകയും ചെയ്യുന്ന ഒരു മോഡലിലേക്ക് വേണം നമ്മളൊരു നല്ലൊരു അച്ഛനാണെങ്കിൽ, നല്ലൊരു മകളാണെങ്കിൽ, നല്ലൊരു ചേച്ചിയാണെങ്കിൽ, നല്ലൊരു അയൽവാസിയാണെങ്കിൽ. കാരണം എന്താ? അപ്പൊ നമുക്ക് പിന്നെ അവിടെ അവരെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ നമ്മൾ സഹായിക്കുകയാണ് ചെയ്യുന്നത്, അവർക്കൊരു സൊല്യൂഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചിലപ്പോൾ ഒരുപക്ഷെ അവര് പറയും നമ്മൾ കേട്ടില്ലെങ്കിൽ അവർക്ക് ദേഷ്യം വരും. അപ്പൊ നമുക്കും ദേഷ്യം വരും. പിന്നെ അവരൊരിക്കലും ഒരു കാര്യം പറയില്ല. പിന്നെ നമ്മൾ കാര്യം പറയാത്തതിന് വീണ്ടും ദേഷ്യപ്പെടും അല്ലെ? അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഈ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾ അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അവരെ ഫീലിങ്സിനെ എക്സ്പ്രസ് ചെയ്തിട്ട് അത് നമ്മളോട് പറയുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് കേട്ട്, ഒക്കെ ഞാനിത് കേട്ടോളാം, ഞാൻ എന്റെ ഭാഗമാണ്, നീ പേടിക്കണ്ട, ഞാൻ കൂടിയിട്ട് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് നമ്മൾ പ്രകടിപ്പിക്കുക. ഇനി അതിൽ തന്നെ ഫാമിലിയിൽ നമുക്ക് നല്ല സെറ്റപ്പ് വേണമെങ്കിൽ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കണം. എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞത് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്റർടൈൻ ചെയ്യണം എന്നുള്ളതാണ്. അവർക്ക് അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ ഞാനിവിടെ ഉണ്ട്, ഞാൻ കേട്ടോളാം, പേടിക്കേണ്ട, നീ പറഞ്ഞോളൂ എന്ന് പറയുന്ന പോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. അതായത് എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുക. സോഴ്സ് ഓഫ് എൻകറേജ്മെന്റ് എന്ന് വെച്ചാൽ പൊതുവെ നമ്മൾ പറയും, സാധാരണ പറയാണ്ട് മക്കൾക്കൊക്കെ ഒരു അച്ഛനമ്മേനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കാം? എന്റെ അച്ഛനമ്മയുണ്ട് എന്റെ കൂടെ എന്ന് പറയില്ലേ? നമ്മൾ പറയാം, ഒരു ഭാര്യ ഭർത്താവിനെ ചിലപ്പോൾ ഒരു പക്ഷെ നല്ലപോലെ എന്തിനും എന്റെ കൂടെ എന്റെ ഭർത്താവ് നിൽക്കും എന്ന് പറയില്ല. ആ ഒരു എൻകറേജ്മെന്റും കൂടി നല്ലൊരു ഫാമിലി മാൻ ആവുന്ന നമുക്കൊക്കെ വേണം. അതാണ് ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച് പഠിച്ചത് നമ്മളൊക്കെ ഇനി ഫാമിലി ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ 5 പോയിന്റുകളും നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഫാമിലിയിൽ നമുക്ക് ഇമോഷൻസിനെ കൈകാര്യം ചെയ്യാൻ പറ്റിയെന്നാണ് അതിന്റെ അർത്ഥം. ഇത് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് കാണണ്ട, ഈ കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഭയങ്കര വ്യത്യാസം വന്നോളൂ അല്ലെ? അപ്പൊ ഫാമിലിയുമായി ബന്ധപ്പെടുന്ന ഒരാളെ സംബന്ധിച്ച് ഇമോഷൻസിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം? ഒന്ന്, അദ്ദേഹം സെൽഫ് അവയർനെസ് ചെയ്യണം, അത് കാര്യങ്ങൾ മനസ്സിലാക്കണം, നല്ലതും പൊട്ടയായിട്ടുള്ള വികാരങ്ങൾ മനസ്സിലാക്കുന്നു അല്ലെ? എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ, ഇങ്ങനെ കാര്യങ്ങൾ വരുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഫ്രസ്ട്രേഷൻ വരുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് കോപം വരുന്നത്, അതൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കുക അല്ലെ? അങ്ങനെ മനസ്സിലാക്കിയുള്ള ഗുണം എന്താ? അങ്ങനെ കോപം വരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും അല്ലെ? നമ്മൾ സാധാരണ ചിലരൊക്കെ പറയും, ഈ മനസ്സിന് ടെൻഷൻ വരുന്ന ആ സിനിമ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, അതായത് അത് മനസ്സിന് ടെൻഷൻ വരുന്ന കാര്യങ്ങൾ, ന്യൂസ് കേൾക്കാം. മനസ്സിന് ടെൻഷൻ വരുന്ന എനിക്കറിയാം, നല്ല ന്യൂസ് കേൾക്കും. അത് അങ്ങനെ കേൾക്കണമെന്ന് ചോദിച്ചാൽ സൈക്കോളജിക്കൽ ഇത് കേൾക്കേണ്ടതാണ്. 2 ടൈപ്പ് ഉണ്ട്. അത് കേട്ട് വേണ്ടി പേടി മാറുന്ന ടെക്നിക്ക് ഉണ്ട്. കേട്ടാൽ ടെൻഷൻ വരുവാണെങ്കിൽ പതുക്കെ അത് അവോയ്ഡ് ചെയ്യാന്നുള്ളത്. നമുക്ക് ഉചിതമായി ഇത് ചെയ്യാനുള്ളതാണ്. അപ്പൊ ചില കാര്യങ്ങൾ എനിക്ക് അനാവശ്യ ടെൻഷൻ വരുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം ആദ്യം, എന്നിട്ട് നമുക്ക് അതിനെ മരുന്ന് തേടി പോകാം. അപ്പൊ സെൽഫ് അവയർനെസ് ചെയ്തു, രണ്ടാമത് സെൽഫ് റെഗുലേഷൻ ചെയ്യുന്നു, അത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു, മൂന്നാമത് എമ്പതി, മറ്റുള്ളവരെ ഭാഗത്തു നിന്നുകൂടി ചിന്തിക്കുന്നു, നാലാമത് വീട്ടിൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കുന്നു, അഞ്ചാമത് ഇമോഷണൽ സപ്പോർട്ട് ഫാമിലി മെമ്പേഴ്സിന് കൊടുക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ ഫാമിലിയിലെ കാര്യങ്ങൾ നമുക്ക് ഭൂരിഭാഗം ക്ലിയർ ആവുമെന്നാണ് പറയാം. എന്നാൽ ഫാമിലി മാത്രമല്ല ഇനി നമുക്ക് അടുത്ത എന്തായിരിക്കും? നമ്മളൊരു പ്രൊഫഷണൽ ആണ്, നമ്മൾ ജോലിക്കാരാണെങ്കിൽ ഒരു വർക്ക് പ്ലേസിൽ നമ്മൾ സാമൂഹികപരമായിട്ട് ഇടപെടുന്ന ആളാണ് അല്ലെ? എവിടെയാണോ ആൾക്കാരുള്ളത് അതൊക്കെ സാമൂഹികപരമാണെന്ന് തന്നെയാണ് പറയുന്നത്. ആൾക്കാർ കൂടുതൽ സ്ഥലത്ത് നമ്മൾ വർക്ക് ചെയ്യുന്നത് അല്ലെ? ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിലാണ്.
അങ്ങനെയാണെങ്കിൽ അവിടെയും നമുക്ക് ഇതുപോലെ തന്നെ ഇമോഷൻസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം, അവിടെയും നല്ലൊരു ബന്ധം സ്ഥാപിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്, അതും ഈ ഗോൾഡ്മാൻ പറയുന്ന ഏകദേശം മോഡലിലാണ്. ആദ്യത്തെ കേസ്, ഈ വർക്ക് പ്ലേസിൽ നമ്മൾ ഇമോഷൻസിനെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കും, ഇതുവരെ പറയാത്തൊരു പോയിന്റ് അതിലുണ്ട്. ഇമോഷൻസിന് ബൗണ്ടറി നിശ്ചയിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ ബൗണ്ടറി എന്ന് പറയുന്നത്? ഇപ്പൊ നേരത്തെ പറഞ്ഞ എമ്പതി വേണം, അല്ലെങ്കിൽ സിമ്പതി വേണം, റെഗുലേഷൻ വേണം, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വേണം എന്നൊക്കെ പറയും. ഇവിടെ മാത്രം ബൗണ്ടറി പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷനിൽ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് വേറെ ലക്ഷ്യങ്ങളുണ്ട് അല്ലെ. അതായത് ഷെഫീഖ് എന്ന് പറഞ്ഞ ഒരാള് വികാരങ്ങൾ മാത്രം മാനിച്ചിരുന്നിട്ട് നമ്മുടെ പ്രൊഫഷന്റെ ലക്ഷ്യങ്ങളെ കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. അതാണ് ബൗണ്ടറി ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ എമ്പതി വേണ്ട, അല്ലെങ്കിൽ സിമ്പതി വേണ്ട, മറ്റേ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വേണ്ട എന്നല്ല കേട്ടോ പറഞ്ഞത്. അതൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ ബൗണ്ടറി ഉണ്ട്. എന്ന് വെച്ചാൽ എന്താ, ഒരു എക്സാമ്പിൾ പറഞ്ഞാല് പ്രൊഫഷണൽ ലൈഫിനെയും അതുപോലെ തന്നെ ഫാമിലി ലൈഫിനെയും ബാലൻസ് ചെയ്യുന്ന ഒരു സംഭവം നമ്മൾ വർക്ക് ലൈഫ് ബാലൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ എമ്പതി ഇമ്പോർട്ടന്റ് ആണെങ്കിലും ഇതിനൊരു ബാലൻസ് ഫിക്സ് ചെയ്യണം. അതായത് ഈ പറയുന്ന വ്യക്തിയുടെ ഇമോഷൻസിനും കമ്പനിയുടെ ഡിസിഷനും കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ ഷെഫീഖിന്റെ ചില പോരായ്മകൾ, ഷെഫീഖിന് ദേഷ്യമുണ്ടെന്ന് ഒരുപക്ഷെ വിളിക്കുന്ന ഷംനാദിന് മനസ്സിലായി. ഷംനാദിന്റെ മാനേജറാന്ന് ഇരിക്കുക. അപ്പൊ ഷംനാദിന് മനസ്സിലായി. പക്ഷെ ഷെഫീഖിന് ദേഷ്യത്തിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് കമ്പനിയുടെ ചില ചെയ്യേണ്ട തീരുമാനങ്ങൾക്ക് ഭംഗം വരാൻ പാടില്ല അല്ലെ. ഇപ്പൊ ഗിരീഷ് ബാബു നമ്മുടെ സ്റ്റാഫ് എന്ന് ചോദിക്കാം, അദ്ദേഹം ലീവ് എടുക്കുന്നു, അതേപോലെ എനിക്ക് ഒരു മാനസിക ബുദ്ധി പ്രശ്നങ്ങളുണ്ട്, കുറച്ചു ദിവസങ്ങളായി ഒരു ടെൻഷനിലാണ്. ഓക്കെ, അദ്ദേഹത്തിന് നമ്മൾ എമ്പതി വർക്ക്ഔട്ട് ചെയ്തു. ഓക്കെ, മനസ്സിലായി, താങ്കൾ റെസ്റ്റ് എടുത്തോളൂ, താങ്കളുടെ ടെൻഷൻ എനിക്ക് അറിയാം എന്നും വിചാരിച്ചിട്ട് ഗിരീഷ് ബാബു ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഓഫീസ് അടച്ചിടാൻ പറ്റും? അതിന് വേറെ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ബൗണ്ടറി ഫിക്സ് ചെയ്യണം. അതായത് കമ്പനിയുടെ ഭാഗങ്ങളൊക്കെ ഇത് കൂടിക്കുഴഞ്ഞു പോകാൻ പാടില്ല, കമ്പനിയുടെ തീരുമാനങ്ങൾ മാറിപ്പോകാൻ പാടില്ല, കമ്പനിയുടെ പ്രവർത്തനങ്ങൾ മാറിപ്പോകാൻ പാടില്ല, ചെയ്യേണ്ട കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അപ്പൊ അത് ഈ വർക്ക് ലൈഫിൽ നമ്മൾ വർക്കുമായി ബന്ധപ്പെട്ട ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ എമ്പതിയൊക്കെ വേണം, പക്ഷെ അത് ബൗണ്ടറി ഉണ്ടായിരിക്കുന്നതാണ്. രണ്ടാമത് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക്. നമ്മൾ വർക്കുമായി ബന്ധപ്പെട്ടൊരു, ഞാനൊരു ടീം മെമ്പർ ആണെങ്കിൽ, ഞാനൊരു മാനേജർ ആണെങ്കിൽ, ഞാനൊരു വർക്കർ ആണെങ്കിൽ ഞാൻ ചെയ്യേണ്ട രണ്ടാമത് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് ആണ്. എന്ന് വെച്ചാൽ മറ്റുള്ള ഈ ഫീഡ്ബാക്കുകൾ നമ്മൾ ഒരുപാട് ഫീഡ്ബാക്കുകൾ എടുക്കും അല്ലെ. നമ്മൾ എമ്പതി പറഞ്ഞ പോലെ തന്നെ ഫീഡ്ബാക്ക് എടുക്കും. അതായത് പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് ആയിരിക്കാം, ജോലിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ദീപു എന്ന് പറയുന്ന നമ്മുടെ ബോസിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് ആയിരിക്കാം, നമ്മുടെ മാർക്കറ്റിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് ആയിരിക്കാം അല്ലെ. ശമ്പളത്തിൽ എന്ത് ഫീഡ്ബാക്ക് തന്നുകൊണ്ടിരിക്കും, നല്ലത് പൊട്ടാന്നൊക്കെ. അങ്ങനെ തരുമ്പോൾ നമ്മൾ ഫീഡ്ബാക്ക് തരുമ്പോൾ ഈ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന ആഗ്രഹിക്കുന്നവര് ഒരിക്കലും അത് ക്രിട്ടിസൈസ് ചെയ്യാൻ പോകാൻ പാടില്ല. അപ്പൊ അതായത് ഫീഡ്ബാക്ക് തരുന്നവരെ സംബന്ധിച്ച് ഓക്കെ, ആ ഷെഫീഖിനോട് ഒരു കാര്യം പറഞ്ഞാൽ പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരാളാണ് അല്ലെ. അപ്പൊ പിന്നെ ഷെഫീഖിനോട് കാര്യം പറയാം എന്നൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് ഒരു ഫീഡ്ബാക്ക് തന്നപ്പോ ആ ഫീഡ്ബാക്ക് തന്നവന് ചീത്ത പറയാൻ പാടില്ല. ഇപ്പൊ നമ്മൾ സാധാരണ നമ്മളൊക്കെ ഈ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് തന്നെ ആൾക്കാർ തരുന്നില്ല. അത്രയ്ക്കും പറഞ്ഞിട്ടാണ് ഫീഡ്ബാക്ക് തരുന്നത്. നമ്മളൊരു ചായ കുടിക്കാൻ പോയി അല്ലെ, നമ്മൾ ചായ കുടിക്കാൻ പോയിട്ട് ആ ചായ മോശമാണെങ്കിൽ ആ ചായ മോശമാണെന്ന് പോലും നമ്മളെ കടയിൽ പറയാറില്ല. എന്തുകൊണ്ടാ? നമ്മൾ ഇനി മോശമാണെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ദേഷ്യം വരും. എന്തിനാ അപ്പൊ നമ്മള് പിന്നെ ഇവിടെ വരാതിരുന്നാ പോരെ. അപ്പൊ ഒരു ഫീഡ്ബാക്ക് ഒരാൾ തന്നാൽ, ഒരു ചായ മോശമാണെന്ന് പറഞ്ഞാൽ ആ ക്യാഷിലിരിക്കുന്ന ആള് സത്യം പറഞ്ഞാൽ നമ്മളോട് താങ്ക്സ് പറയണം. എന്താണെന്നറിയോ? താങ്കൾ അത് പറഞ്ഞെന്ന് തന്നെ പലരും പറയുന്നില്ല എങ്കിൽ ഞങ്ങൾ ചായ ശരിയാക്കാം ഇനി മുതൽ. കാരണം എത്രയോ ആൾക്കാർ ഈ ചായ മോശമാണെന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ഇവിടുന്ന് പോയി പിന്നെ തിരിച്ചു വരാത്തവരുണ്ട് അല്ലെ. അങ്ങനെ ഫീഡ്ബാക്ക് തന്നവരെ നമ്മൾ എപ്പോഴും താങ്ക് യു പറയണമെന്നാണ്. കാരണം ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് എപ്പോഴും ലഭ്യമല്ല, പലരും മനസ്സിൽ വെച്ചിരിക്കും. എന്നിട്ട് എന്നെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് എന്റെ ബോസ് ആയിട്ടുള്ള ഷിഹാബ് എന്ന് പറഞ്ഞ അദ്ദേഹം എന്നോട് നേരിട്ട് പറയാതെ അത് ദീപുവിനോടോ ഗിരീഷിനോടോ പറയാറുണ്ട് അല്ലെ. അങ്ങനെ പറയും. അപ്പൊ അതുകൊണ്ട് എനിക്ക് വല്ല ഗുണമുണ്ടോ? അവർക്ക് വല്ല ഗുണമുണ്ടോ? ആർക്കും ഇല്ല. അതുകൊണ്ട് നമ്മൾ ഈ ഫീഡ്ബാക്ക് തന്നു കഴിഞ്ഞാൽ ക്രിട്ടിസൈസ് ചെയ്യരുത്. അതിൽ സത്യമുണ്ടോ അസത്യമുണ്ടോ എന്നുള്ളതല്ല, അത് നമുക്ക് അനാലിസിസ് വിധേയമാക്കാം, ഇത് ശരിയാണോ. പക്ഷെ ക്രിട്ടിസൈസ് ചെയ്യരുത്. ആ ഫീഡ്ബാക്കുകളെ കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് ഒക്കെ എന്ന് വെച്ചാൽ അത് കറക്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ആണ് എന്നുള്ള രീതിയിൽ അവരെ താങ്ക് യു പറയും, അവരെ എന്റർടൈൻ ചെയ്യിക്കും. ചെയ്യാതെ നീ എന്തിനാ എന്നോട്, എനിക്ക് ദേഷ്യം, നീ ആരാ എന്നോട് പറയാൻ, താങ്കൾ ആരാ എന്നോട് പറയാനിട്ട്, എന്താ നീ ചെയ്യുന്നതൊക്കെ ശരി തന്നെയാണോ, നിങ്ങളിപ്പോ വലിയ ആൾക്കാരെ എന്ന് പറയരുത്. കാരണം നമ്മുടെ സ്വഭാവത്തിന്റെ തോതനുസരിച്ച് നമ്മൾ അങ്ങനെ പറഞ്ഞേക്കാം അല്ലെ. ഇപ്പൊ എന്റെ താഴെയുള്ള ഒരാൾ എന്നോട് പറയാണ് താങ്കളുടെ സ്വഭാവത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് കാര്യം പഠിപ്പിച്ചു തന്നില്ല, നമ്മുടെ പ്രൊഡക്റ്റ് വളരെ മോശമാണ്, നിങ്ങൾ മാനേജർ ആയതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഗുണമില്ല എന്ന് പറഞ്ഞാൽ ഓഹോ നീ ഭയങ്കര ഗുണമല്ലേ, നീ അങ്ങനെയാണ് ഇവിടെ ജോലിക്ക് വരണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ യഥാർത്ഥ ഫീഡ്ബാക്ക് ഇല്ല. അപ്പൊ വർക്കുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് എന്നൊരു മോഡലിലേക്ക് പോകണം. അതായത് നമ്മൾ നമ്മുടെ ടീമിനോട് പറഞ്ഞു കൊടുക്കണം ഇങ്ങനത്തെ മോഡലിലേക്കാണ് പോകേണ്ടത്. ഇനി മൂന്നാമത്തെ
പ്രൊഫഷനിലുള്ള ആൾക്കാർ എങ്ങനെയാണ് ഈ കാര്യം ചെയ്യുക. മൂന്നാമത്തെ മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരുപാട് ടെക്നിക്കുകൾ ഉണ്ട് അല്ലെ, പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ മെഡിറ്റേഷൻ പോലത്തെയോ അല്ലെങ്കിൽ ഡീപ് ബ്രെത്ത്, മറ്റേ ശ്വാസക്രിയകൾ നടത്തിയിട്ടോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഇതുപോലെ തന്നെ ഒരുപാട് മോശം ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് പറയാം. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. കാരണം ഈ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു പരിധി വരെ സഹായിക്കുമെന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള പലതും, പ്രൂവ് ചെയ്തിട്ടുള്ളത് കേട്ടോ, സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അത് നല്ലൊരു ഗുരുവിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അറിവുള്ള ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് മാത്രം പ്രാക്ടീസ് ചെയ്യുക. കാരണം ചില സംഭവങ്ങൾ നമ്മളുടെ ശരീരത്തിനും മനസ്സിനും യോജിക്കുന്ന ആവണമെന്നില്ല, അത് ചിലപ്പോൾ പക്ഷെ പ്രൂവ് ചെയ്തതും ആവണമെന്നില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് ചെറുതാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അപ്പൊ മൈൻഡ്ഫുൾനെസ്സും സ്ട്രെസ് മാനേജ്മെന്റും നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ജോലി സ്ഥലത്തുള്ള ഒരാള് ഈ പറഞ്ഞ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. അടുത്ത നാലാമത്തെ, നോർമലി നേരത്തെ പറഞ്ഞ എമ്പതി ഇൻ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ എമ്പതി ഇവിടെയും വരുന്നുണ്ട്. ഏത് കാര്യത്തിലും എമ്പതി ഉണ്ടാക്കുക, മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. അഞ്ചാമത്തെ അഡാപ്റ്റബിലിറ്റി എന്ന് പറയും. നേരത്തെ പറഞ്ഞ പോലെ ഫീഡ്ബാക്കുകൾ ഓപ്പൺ ആയിട്ട് സ്വീകരിക്കുകയും അത് നമ്മളുടെ അടുത്ത അപ്രോച്ചുകളിൽ അത് അഡാപ്റ്റ് ചെയ്യുക. ഒരാളൊരു ഫീഡ്ബാക്ക് പറഞ്ഞു, ഷെഫിക്ക് ഭയങ്കര ദേഷ്യക്കാരനാണ്, അപ്പൊ ഞാൻ മനസ്സിലാക്കി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, പിന്നെ അടുത്ത കാര്യങ്ങൾ വരുമ്പോൾ അത് അഡാപ്റ്റ് ചെയ്യാം. ഇനി ആ ദേഷ്യം കുറച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകണം. അല്ലാണ്ട് ഫീഡ്ബാക്ക് ഒരാൾ പറഞ്ഞു, ഞാൻ അയാളോട് തിരിച്ചൊന്നും ക്രിറ്റിസൈസ് ഒന്നും ചെയ്തില്ല, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. എനിക്ക് മനസ്സിലാവണം ഈ ദേഷ്യം ഞാൻ കുറച്ചിട്ട് വേണം ഇനി അടുത്തൊരു കാര്യങ്ങളിലേക്ക് പോകേണ്ടത് എന്ന് എനിക്ക് മനസ്സിലായിട്ട് അത് അഡാപ്റ്റ് ചെയ്യുക നമ്മുടെ അപ്രോച്ചുകൾ. അപ്പൊ എന്തായാലും നമ്മൾ വർക്കുമായി ബന്ധപ്പെടുന്ന ഒരാളാണ്, ജോലി സ്ഥലവുമായി ബന്ധപ്പെടുന്ന ഒരാളാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇമോഷൻസിന്റെ ഒരു ബൗണ്ടറി വെക്കണം. അതായത് രണ്ടാമത്തത് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക്, അതായത് ക്രിറ്റിസിസം പോലത്തെ കാര്യങ്ങളിലേക്ക് പോകാൻ പാടില്ല. 3 മൈൻഡ്ഫുൾനെസ്സും സ്ട്രെസ് മാനേജ്മെന്റ് പോലത്തെ കാര്യങ്ങളെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. 4 എമ്പതി എന്ന് പറഞ്ഞ കമ്മ്യൂണിക്കേഷനിൽ എമ്പതി എന്ന് പറഞ്ഞ സംഭവം കൊണ്ടുവരണം. 5 അഡാപ്റ്റബിലിറ്റി, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഫീഡ്ബാക്കുകളെ അത് റിക്കവർ ചെയ്ത് അത് നമ്മുടെ അപ്രോച്ചുകളിൽ മാറ്റം വരുത്തി അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് 2 സംഭവം, ഒന്ന് ഫാമിലിയിലും വർക്ക് പ്ലേസിലും. ഇനി നമ്മളൊരു ടീമിലാണെന്ന് ചോദിക്കുക. ടീം എന്ന് പറയുന്നത് പൊതുവെ നമ്മളൊരു സോഷ്യൽ സുഹൃത്തുക്കളുടെ ഗ്രൂപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു പർപ്പസ് ഉള്ള ഒരു ഗ്രൂപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആയിരിക്കാം. നമ്മൾ ടീം എന്ന് പൊതുവെ പറയുന്നത് ഒരു പൊതുവായ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ഒരു കാര്യത്തിനാണ് ടീം എന്ന് പറയാം. ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പല ആൾക്കാരും ഒരുമിച്ച് ഒരേ മനസ്സിൽ വർക്ക് ചെയ്യുന്ന പോലെ. അപ്പൊ അത് കൂടുതൽ ഓർഗനൈസേഷനുമായി ബന്ധമുള്ളതാണ്. എന്തായാലും ഒരു ടീമിന്റെ ഇടയിൽ ഉള്ള ഒരാൾ, ടീം മെമ്പർ ആണ് ഞാനെങ്കിൽ, ടീം മാനേജർ ആണ് ഞാനെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഡയറക്ടർ ആണെങ്കിൽ, ഒരു ഓണ്ടർപ്രണർ ആണെങ്കിൽ എന്തൊക്കെയാണ് ഇമോഷൻസിനെ മാനേജ് ഞാൻ ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്പൺ ഡയലോഗുകളെ എൻകറേജ് ചെയ്യുക. നേരത്തെ പറഞ്ഞാണ് ഓപ്പൺ ഡയലോഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? പൊതുവായിട്ടുള്ള സംഭാഷണങ്ങൾ, പൊതുവായിട്ടുള്ള ഫീഡ്ബാക്കുകൾ, പൊതുവായിട്ടുള്ള കാര്യങ്ങളെ പരസ്പരം സംവദിക്കാനുള്ള സംസാരിക്കാനുള്ള ഒരു സംബോധന എൻകറേജ് ചെയ്യുക. ഇപ്പൊ ഒരാൾ ഒരു കാര്യം പറഞ്ഞു, നമ്മളപ്പോ തന്നെ ഇതൊന്നും ഇവിടെ പറയാൻ പാടില്ല, ഇത് പറയാൻ പാടില്ല. അതായത് നെഗറ്റീവായിട്ട് നമ്മുടെ ടീം മെമ്പേഴ്സിന് ഇമ്പാക്ട് ഉണ്ടാക്കും എന്ന് പറയുന്ന കാര്യങ്ങൾ പൊതുവായിട്ട് സംസാരിക്കണമെന്നില്ല. ഇപ്പൊ നിങ്ങൾ ഇതൊക്കെ കേട്ടത് കൊണ്ട് ഈ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്തും പറയാമെന്നോ, ഒരു സദസ്സിൽ പോയിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് നെഗറ്റീവ് പറയാമെന്നല്ല കേട്ടോ. ഇതിനൊക്കെ ചട്ടക്കൂടുകളുണ്ട്. പക്ഷെ ചില സമയത്ത് നല്ലതും പറയാൻ സമ്മതിക്കാത്തവർക്കാണ് ഈ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് പറയുന്നത്. അപ്പൊ ഈ ഓപ്പൺ ഡയലോഗ് എന്ന് പറയുന്നത് എൻകറേജ് ചെയ്യാന്ന് വെച്ചാൽ ടീംമേറ്റ്സിന് കംഫർട്ടബിൾ ആയിരിക്കണം. എന്ന് വെച്ചാൽ അവരെ ഫീലിങ്സും ഐഡിയാസും അവരെ നല്ലതും പൊട്ടയും ഗുണങ്ങളും ദോഷങ്ങളും നമ്മുടെ കമ്പനിക്ക് ആവശ്യമുള്ള നല്ല കാര്യങ്ങളൊക്കെ കംഫർട്ടബിൾ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു ഓപ്പൺ ഡയലോഗിനെ എൻകറേജ് ചെയ്ത ഒരു സംവിധാനം നമ്മുടെ ഈ ഓർഗനൈസേഷനിൽ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഇത് ഉണ്ടാക്കണം എന്നർത്ഥം. ഇനി രണ്ടാമത് ബിൽഡ് ട്രസ്റ്റ് ത്രൂ എമ്പതി. നേരത്തെ പറഞ്ഞത് ഒരു എമ്പതി എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ വലിയ ഒരു ഈ പേഴ്സണൽ ആയിട്ടുള്ളതും പ്രൊഫഷണൽ ആയിട്ടുള്ളതുമുള്ള ചലഞ്ചുകളെ നമ്മളൊരു ടീം മെമ്പർക്ക് കാണിക്കാനായിട്ടുള്ളൊരു സംഭവമുണ്ട്. എന്താ വെച്ചാൽ നിനക്ക് എന്നെ വിശ്വസിക്കാം, അതായത് നിനക്ക് ഇങ്ങനെയാണ് നിന്റെ സിറ്റുവേഷൻ, നിന്റെ ഈ ഒരു ഐഡിയ ഇങ്ങനെയാണ്, അത് തുറന്ന് പറയാനും അതെനിക്ക് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്, താങ്കൾക്ക് എന്നെ ട്രസ്റ്റ് ചെയ്യാം, വിശ്വസിക്കാം എന്ന് പറയുന്ന ഒരു സംഭവം. ഇതൊക്കെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുക ത്രൂ എമ്പതിയിൽ. എന്ന് വെച്ചാൽ ഞങ്ങൾ തമാശക്ക് പറയുന്നതല്ല, ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് പറയുന്നതല്ല, സത്യസന്ധമായിട്ട് തന്നെ പറയുന്നതാണ്. അത് ഞങ്ങൾ വിശ്വസിച്ചോളൂ, നിങ്ങളുടെ എന്ത് കാര്യങ്ങളും പേഴ്സണൽ ആയിട്ടുള്ളതും പ്രൊഫഷണൽ ആയിട്ടുള്ള ചലഞ്ചുകൾ ഞങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ട്, അത് നിങ്ങൾ ഒറ്റയ്ക്കല്ല, പേടിക്കണ്ട എന്ന് പറഞ്ഞൊരു മനോഭാവം. അതായത് ബിൽഡ് ട്രസ്റ്റ് ത്രൂ എമ്പതി. എമ്പതിയിലൂടെ ഒരു ട്രസ്റ്റിനെ നമുക്ക് ബിൽഡ് ചെയ്യാന്നുള്ളത്. മൂന്നാമത്തെ മാനേജ് കോൺഫ്ലിക്ട് പ്രൊആക്റ്റീവ്ലി. നമ്മൾ ഗ്രൂപ്പിലാണ്, നമ്മളൊരു കമ്പനിയിലാണ്, ഒരു നേതൃത്വത്തിലാണെങ്കിൽ നമുക്ക് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നല്ലൊരു ഇമോഷണൽ ഇന്റലിജൻസ് സ്ഥാപിക്കണമെങ്കിൽ നമ്മൾ കോൺഫ്ലിക്റ്റുകളെ മുൻധാരണയില്ലാതെ
പ്രൊആക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഇത് നല്ല ഇമ്പോർട്ടന്റ് ഉള്ള ഒരു വാക്കാണ്. സാധാരണ കോൺഫ്ലിക്റ്റുകൾ വന്നാൽ നമ്മൾ ഒരു പക്ഷേ സൊല്യൂഷൻ കണ്ടുപിടിക്കുകയായിരിക്കും. പക്ഷെ ഒരു കാര്യമുള്ളത്, പല സമയത്തും ഈ മധ്യസ്ഥത വഹിക്കുക എന്ന് പറയും. ഈ മധ്യസ്ഥത വഹിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ആളാവാൻ വേണ്ടി മധ്യസ്ഥത വഹിക്കാം, ചിലപ്പോൾ നമുക്ക് സത്യസന്ധതയിലെ മധ്യസ്ഥത വഹിക്കാം, കാര്യകാരണങ്ങൾ അറിയാതെ മധ്യസ്ഥത വഹിക്കാം, ചിലപ്പോൾ ഒരുപക്ഷെ അനുകൂല നിലപാട് കൊടുക്കുന്നവന് കൊടുക്കാതിരിക്കുകയും ചെയ്യാം. അതുകൊണ്ടാണ് ഈ മധ്യസ്ഥത വഹിക്കുമ്പോൾ മുൻധാരണ പാടില്ല. എന്ന് വെച്ചാൽ ഒരു കാര്യം മുൻപേ ധാരണ ഉണ്ടാവാൻ പാടില്ല. എന്ന് വെച്ചാൽ ഒരു കാര്യം ഞാൻ ആദ്യം മനസ്സിൽ ഉറപ്പിച്ചിട്ട് നമ്മൾ ഈ കോൺഫ്ലിക്റ്റ് വഴക്ക് തീർക്കാൻ പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് മാത്രം ഗുണം കിട്ടുന്നതാണ് പറയാ. അതുകൊണ്ടാണ് മുൻധാരണ വെക്കാൻ പാടില്ല. അതായത് ചിലപ്പോൾ ഒരു പക്ഷേ ഞാനിവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു 1-2 പേര് വഴക്കടിച്ചു, അല്ലെങ്കിൽ വഴക്കടിച്ചപ്പോ ഭാവിയോ ഹനീഫയോ ജോഫിനോ ആരെങ്കിലും തമ്മിൽ വഴക്കടിച്ചു എന്ന് വിചാരിക്കാം. അപ്പോ ഇവിടെ ഇരിക്കുന്ന മുഹമ്മദാണ് ഒരു കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ വന്നത്. അപ്പൊ ഞാൻ ഇടയിൽ പോയിട്ട് ഞാൻ മുഹമ്മദിനോട് പറയാതെ, ആ ബാവ ഇങ്ങനെയാണ് കേട്ടാ, അത് ശരിക്കും പറഞ്ഞാൽ ബാവയാണ് പ്രശ്നം, ഹനീഫ പാവാണ് എന്ന് ഞാൻ പറഞ്ഞു കൊടുത്താൽ ആ നമ്മുടെ മുഹമ്മദിന്റെ മനസ്സിലുണ്ടാവും, ഓക്കെ ബാവയാണ് പ്രശ്നം, ബാവയാണ് പ്രശ്നം. അങ്ങനെ മുൻധാരണ മുഹമ്മദ് വെക്കാനേ പാടില്ല. ഷെഫീഖ് എന്തും പറഞ്ഞോട്ടെ, അത് സ്വീകരിക്കാതിരുന്നാൽ മതി. അപ്പൊ ഈ മുൻധാരണ വെച്ചുകൊണ്ടുള്ള കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ പോകുമ്പോൾ, അപ്പൊ മാനേജ് കോൺഫ്ലിക്റ്റ് പ്രൊആക്റ്റീവ്ലി എന്ന് പറഞ്ഞാല് ഓപ്പൺ ആണ്, വളരെ ഫെയർ ആണ്, ആർക്കും പക്ഷപാതം ഉണ്ടാക്കാൻ, ഒരു സൈഡിൽ മാത്രം പിടിച്ചു നിൽക്കാൻ പാടില്ല. ആ രീതിയിൽ വേണം ഈ കോൺഫ്ലിക്റ്റിന്റെ റെസൊല്യൂഷൻ കൊടുക്കുക. നമ്മൾ കണ്ടിട്ടുണ്ടോ, പല സമയത്ത് നമ്മൾ ഈ ഡോക്ടറെ കാണാൻ പോകുമ്പോഴേ, നിങ്ങളത് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഡോക്ടറെ കാണുമ്പോൾ നമ്മൾ എപ്പോഴും ഭാര്യ ഭർത്താവാണെങ്കിൽ ഒരുമിച്ച് കയറും, കുട്ടികളാണെങ്കിൽ അച്ഛനമ്മയെ കുട്ടികളും കൂടെ ഒരുമിച്ച് കയറും അല്ലെ. നമ്മളെന്ത് വിചാരിക്കുക, ആ വ്യക്തിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൂടെ ഒരാൾ കയറുക, ഒരു സഹായത്തിന് സപ്പോർട്ടിനും. എന്നിട്ട് ഡോക്ടർ ചോദിക്കും എന്താ പനി, എന്താണെന്ന് ചോദിക്കുമ്പോ കൂടെയുള്ള ആള്, മൂത്ത ആളാണല്ലോ കൂടുതലും പറയുക, താഴെയുള്ള ആൾക്ക് പനിയാണെങ്കിൽ മൂത്ത സാറേ ഇവന് പനിയാണ് 2 ദിവസമായി. അപ്പൊ ചില ഡോക്ടർമാർ എന്ത് പറയും, അല്ല താങ്കളൊക്കെ ഞാൻ ആളോട് ചോദിക്കട്ടെന്ന് പറയും. എന്തുകൊണ്ടാ? അതായത് ഞാൻ പറയാണ് എന്റെ ബ്രദറിന് പനിയാണെന്ന്, അപ്പൊ അതിൽ മുൻധാരണകൾ വന്നേക്കാം, എനിക്കറിയില്ല എന്ത് പനിയായിരുന്നു, ഞാൻ കണ്ടതാണ് പറയുന്നത്. അപ്പൊ ഡോക്ടറിന്റെ അനിയനോട് അവരോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് പനി വന്നത്, എന്താണ് കാരണം, എപ്പോ തുടങ്ങി, എന്താ അതിന്റെ അർത്ഥം. നേരിട്ട് ആൾ ചോദിക്കുക, ആൾക്ക് മുൻധാരണയില്ല, കാര്യങ്ങൾ കറക്റ്റ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഈ മുൻധാരണ, ഈ പറഞ്ഞ കോൺഫ്ലിക്റ്റ് വഴക്കുകൾ ഉണ്ടാവുന്ന സമയത്ത് ഇതുപോലെ മുൻധാരണ പാടില്ല എന്നാണ്. ഒരു ടീമിലെ മെമ്പർ ആണെങ്കിൽ മാനേജ് കോൺഫ്ലിക്റ്റ് പ്രൊആക്റ്റീവ്ലി എന്ന് പറയും. ഓപ്പൺ ആയിരിക്കുക, ഫെയർ ആയിരിക്കുക, മുൻധാരണ ഇല്ലാതിരിക്കുക. ഇനി നാലാമത്തെ, നമ്മളൊരു ടീം മെമ്പർ ആണെങ്കിൽ, ഒരു ടീം പ്ലെയർ മറ്റൊരു ഓർഗനൈസേഷന്റെ ഭാഗമാണെങ്കിൽ പ്രൊമോട്ട് ഇമോഷണൽ അവയർനെസ്. ഇപ്പൊ വലിയ വലിയ കമ്പനികളൊക്കെ സത്യം പറഞ്ഞാൽ ഈ നമ്മൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ ചില പ്രവൃത്തികളും മറ്റുള്ളവർക്ക് എത്രത്തോളം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളൊരു അവയർനെസ് കൊടുക്കുക. ഇപ്പോ ചില ആൾക്കാരുണ്ട് കസ്റ്റമറോട് മോശമായിട്ട് പെരുമാറാം. ഞാനിത് ഒരു ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കിയാൽ കുറെയൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാം. നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ എന്റെ ദേഷ്യം മറ്റുള്ളവർക്ക് എത്ര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്ന് എന്നോട് എന്റെ മാനേജർ പറഞ്ഞ് മനസ്സിലാക്കി തരണം. സെക്യൂരിറ്റിക്കാരനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, നിങ്ങൾ ദേഷ്യപ്പെട്ടാൽ ഒരു കസ്റ്റമർ ഇവിടെ വന്നു തരുന്ന ആൾ പിന്നെ വരുന്നില്ല എന്നുള്ളത്. ഒരു കസ്റ്റമറോട് ദേഷ്യപ്പെടുന്ന ക്യാഷിലിരിക്കുന്ന ആളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, ഒരു കസ്റ്റമർ ദേഷ്യപ്പെടാൻ പാടില്ല, കാരണം അയാളുടെ സിറ്റുവേഷൻ എമ്പതി വേണം, അയാളുടെ സിറ്റുവേഷൻ വ്യത്യാസം, നമുക്കാണ് ആൾ ആവശ്യം. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ പ്രവർത്തനം, നിങ്ങളുടെ ഭാഷ, നിങ്ങളുടെ റെസ്പോണ്ട്, നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ മറ്റുള്ളവർക്ക് എത്രമാത്രം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളൊരു അവയർനെസ് നമ്മൾ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കണം. അത് ജോലിക്കാരുടെ ഇടയിൽ കൊടുക്കാം, മറ്റുള്ള കസ്റ്റമറെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം, ഔട്ട്സൈഡത്തെ ആൾക്കാരും പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം, ഇടയ്ക്കിടയ്ക്ക് അവയർനെസ് ഉണ്ടാക്കണം. അപ്പൊ ആലോചിക്കും, ശരിയാണല്ലോ, ഞാനിപ്പോ ഒരു കസ്റ്റമർ പറഞ്ഞപ്പോ ക്ഷമിച്ചില്ലെങ്കിൽ കസ്റ്റമർ നമ്മൾ വിട്ടുപോകും അല്ലെ. ആ കസ്റ്റമർ നമ്മൾ വിട്ടുപോകുന്ന മാത്രമല്ല, ഒരു കസ്റ്റമർ നെഗറ്റീവായിട്ട് പറഞ്ഞാൽ അയാളും കൂടെ കുറെ കസ്റ്റമേഴ്സ് ഇല്ലാണ്ടായി പോകും. അപ്പൊ ഇതിന് ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്ന സംഭവം നമ്മൾ ഫീൽ ചെയ്യില്ല. അതായത് ഞാൻ കുട്ടികളോട് അനാവശ്യമായിട്ട് ദേഷ്യപ്പെട്ടാൽ കുട്ടികൾ കുറെ കഴിയുമ്പോൾ അവർക്ക് അച്ഛനോടൊന്നും തുറന്നു പറയാൻ ഇഷ്ടപ്പെടില്ല. അതെന്റെ ഭാര്യ എനിക്ക് പറഞ്ഞു തരികയാണ്, നിങ്ങൾ ഇങ്ങനെ എപ്പോഴും ദേഷ്യപ്പെടുമ്പോൾ വെച്ചാൽ കുട്ടികൾ പിന്നെ ഒരു കാര്യം പറയില്ല കേട്ടാ എന്നല്ല പലരും അങ്ങനെ പറയില്ലേ. അതായത് നമ്മൾ അങ്ങനെ പറയും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങള് അവയർനെസ് അത് നമ്മുടെ ഫാമിലിയിലും ഈ പറയുന്ന ഓർഗനൈസേഷനിലും വേണ്ട കാര്യം. അപ്പൊ പ്രൊമോട്ട് ഇമോഷണൽ അവയർനെസ് എന്ന് പറയും. ഇനി അഞ്ചാമത്തെ, സെലിബ്രേറ്റ് സക്സസ് ടുഗദർ. അത് നമ്മൾ സാധാരണ ഈ ഒരു ഓർഗനൈസേഷനിലൊക്കെ പാലിക്കുന്നതാണ്, അല്ലെങ്കിൽ ടീമിൽ പാലിക്കുന്നതാണ്. സക്സസ് ഒക്കെ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുക. ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ സാധാരണ സക്സസ് മാത്രമല്ല, ഈ ഇമോഷൻസിനെ മാനേജ് ചെയ്തുകൊണ്ട് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും, ഇമോഷൻസിന്റെ മാനേജ്മെന്റിൽ കിട്ടുന്ന എല്ലാ ഗുണങ്ങളും നമ്മൾ ഒരുമിച്ച് ആസ്വദിക്കുക, നമ്മുടെ ലക്ഷ്യങ്ങള് കരസ്ഥമാക്കിയതിന് ഒരുമിച്ച് സന്തോഷിക്കുക. ഇതെല്ലാം നമുക്കൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള എൻവയോൺമെന്റ് കിട്ടും. നമ്മൾ ഒരു റിലേഷൻഷിപ്പ് കൂടാൻ കാരണമാകും. എന്നുവെച്ചാൽ നമ്മൾ സന്തോഷിക്കാനുള്ള ഒരു കാരണമാകും. ഞാനും ഇതിന്റെ ഭാഗമാണുള്ള ഒരു ചിന്ത വരും, ഞാനും ഈ സക്സസിന്റെ ഭാഗമാണ്, നമ്മൾക്ക് ഒരുമിച്ച് നിന്നു, നമുക്ക്
കോൺഫ്ലിക്റ്റുകൾ ഇല്ല, നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ സക്സസ് ആയത്. അപ്പൊ സക്സസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മളൊരു ടീമായി നിൽക്കാൻ പറ്റിയത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ സെലിബ്രേറ്റ് സക്സസ് ടുഗദർ എന്ന് പറയാം. അപ്പൊ നമ്മളൊരു ഈ വർക്കുമായി ബന്ധപ്പെട്ട ഒരു ടീമിന്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ പാലിക്കേണ്ട കാര്യം ഒന്ന് എൻകറേജ് ഓപ്പൺ ഡയലോഗ്. എപ്പോഴും ഓപ്പൺ ഡയലോഗിന് നമ്മൾ എൻകറേജ് ചെയ്യുക. എന്ത് ഫീലിങ്സും ഐഡിയാസും നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നതാണ് എൻകറേജ് ഓപ്പൺ ഡയലോഗ്. രണ്ടാമത് ബിൽഡ് ട്രസ്റ്റ് ത്രൂ എംപതി. നമ്മൾ എംപതിയിലൂടെ നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടെന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കി കൊടുക്കുക. മാനേജ് കോൺഫ്ലിക്ട് പ്രോ ആക്റ്റീവ്ലി എന്ന് വെച്ചാല് പ്രൊവാക്റ്റീവായിട്ട് കോൺഫ്ലിക്റ്റ് മാനേജ് ചെയ്യാൻ പറ്റുക. അതായത് ഒരു ഫെയർ ആവുക, മുൻധാരണ ഇല്ലാതിരിക്കുക, വളരെ ആത്മാർത്ഥമായിട്ട് മാത്രം ഓപ്പൺ ആയിട്ട് മാത്രം നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. നാലാമത്തെ പ്രൊമോട്ട് ഇമോഷണൽ അവയർനെസ്. നേരത്തെ പറഞ്ഞ പോലെ അവയർനെസ് ഉണ്ടാക്കുക. നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ, നമ്മുടെയൊക്കെ ദേഷ്യം, നമ്മുടെയൊക്കെ കോപം, നമ്മുടെയൊക്കെ ഇമോഷൻസ് മറ്റുള്ളവർക്ക് എത്ര പ്രശ്നം ഉണ്ടാകുന്നു, അതിന് എത്രമാത്രം എഫക്റ്റ് ഉണ്ട്, എത്രമാത്രം കുഴപ്പങ്ങളുണ്ട്, എത്രമാത്രം കോസ്റ്റ് ഉണ്ട്, എത്രമാത്രം ദുരന്തങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ അവയർനെസ് കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ സെലിബ്രേറ്റ് സക്സസ് ടുഗദർ. ഈ സക്സസ്സുകളെ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ഒരു ടീമായി നിന്നത് കൊണ്ടാണ് ഈ സക്സസ് ഉണ്ടായെന്നുള്ളത് കൊണ്ട് ഒരുപാട് റിലേഷൻഷിപ്പ് കൂടുന്നുണ്ട് പറയാം. ഇനി നേരത്തെ പറഞ്ഞത് തന്നെ ഇപ്പൊ ഒരു ടീം, ഒരു കുഞ്ഞു ടീമിലാണെങ്കിൽ അങ്ങനെ, ഇനി ഒരു ബിഗ് ഓർഗനൈസേഷൻ ആണെങ്കിൽ, വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ പൊതുവെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ കൂടി പഠിക്കാം. വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും. അത് വ്യക്തികൾക്ക് പരസ്പരം എപ്പോഴും കണക്ട് ചെയ്യാൻ പോലും പറ്റില്ല. ആയിരക്കണക്കിന് എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ മാനേജറോട് ഈ പറഞ്ഞ സംവിധാനങ്ങളൊക്കെ ഇത്രയും സുതാര്യമായിട്ട് ചെയ്യാൻ പറ്റില്ല. അതായത് പെട്ടെന്ന് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുമോ, അല്ലെ എമ്പതി കാണാൻ പറ്റുമോ, എപ്പോഴും നമുക്കൊരു സപ്പോർട്ട് കിട്ടുമോ? വ്യക്തികളെക്കാൾ ഇമ്പോർട്ടൻസ് വരുന്ന സിസ്റ്റത്തിനും പ്രോസസ്സിനായിരിക്കും. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് സാധാരണ വലിയ വലിയ ഓർഗനൈസേഷനിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ കൾട്ടിവേറ്റ് എ കൾച്ചർ ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയും. എന്ന് വെച്ചാൽ കമ്പനി ഒരു പ്രത്യേകിച്ച് ഒരു ഇമോഷണൽ ഇന്റലിജൻസിന്റെ കൾച്ചർ തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടാക്കുമല്ലോ. എങ്ങനെയാണ് ഉണ്ടാക്കുക? അതായത് കമ്പനിയുടെ വാല്യൂ, അതുപോലെ തന്നെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ, റെഗുലർ ഡിസ്കഷൻ. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു നിരന്തര ഡിസ്കഷൻസുകള്, ട്രെയിനിങ് പ്രോഗ്രാമുകള്, എന്റർടൈൻമെന്റുകള്, ഗെറ്റ് ടുഗദറുകള്, ടീം പ്ലേകള്, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എമ്പതികള്, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ഇതൊരു കൾച്ചറാണ് അവരെ സംബന്ധിച്ച്. നമ്മളെ സംബന്ധിച്ച് ഇത് ഇല്ലാത്ത സാധനം നമ്മൾ ഇനി നാളെ മുതൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ വലിയൊക്കെ ഓർഗനൈസേഷൻ ഇതൊക്കെ വലിയ ഗവേഷണം ചെയ്ത് അതിനൊക്കെ സെറ്റപ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് ഒരു കൾട്ടിവേറ്റ് ഒരു കൾച്ചർ ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. അപ്പൊ വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ കൾച്ചർ കൊണ്ടുവരണം. കാരണം എങ്കിൽ മാത്രമേ ഇത്രത്തോളം എംപ്ലോയീസ് ഉള്ള വലിയൊരു ഓർഗനൈസേഷനിൽ നമ്മുടെ ഇമോഷൻസിന്റെ ഒക്കെ മാനേജ് ചെയ്ത് നമുക്ക് സക്സസ് ആകാൻ പറ്റും. രണ്ടാമത് നേരത്തെ ലീഡ് വിത്ത് എമ്പതി തന്നെയാണ്. എമ്പതി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ കാണാനായിട്ട് നമ്മൾ ഓർഗനൈസേഷനിൽ എല്ലാവരും പഠിപ്പിക്കുക. മൂന്നാമത് പ്രൊമോട്ട് സൈക്കോളജിക്കൽ സേഫ്റ്റി. അത് വലിയ കമ്പനികളൊക്കെ സാധാരണഗതിയിൽ നമ്മൾ പറയില്ലേ, എംപ്ലോയീസിനൊക്കെ സേഫ് ആണെന്നൊരു ഫീല് വരണം. എന്താ വെച്ചാൽ അവരെ ഐഡിയകൾ പറയാനും അവരെ കൺസേണുകൾ പറയാനും ഇമോഷൻസിന്റെ കാര്യങ്ങൾ പറയാൻ ഞങ്ങൾ വളരെ സേഫ് ആണ്. അതിനനുസരിച്ചൊരു പ്ലാറ്റ്ഫോം അവിടെ ഉണ്ടാവണം. ആ പ്ലാറ്റ്ഫോം ഉദ്ദേശിക്കുന്നത് സൈക്കോളജിക്കൽ സേഫ്റ്റി എന്ന് വെച്ചാൽ ഒരുപക്ഷെ അവിടെ കൗൺസിലർമാരുണ്ടായിരിക്കാം, ബോസുമാർ മാത്രമല്ല, വല്ല സ്പെഷ്യൽ ട്രെയിനർമാരുണ്ടായിരിക്കാം, ഡോക്ടർമാരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതിനു വേണ്ടിയുള്ള സദസ്സുകൾ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് പ്രൊമോട്ട് സൈക്കോളജിക്കൽ സേഫ്റ്റി. നമ്മുടെ ഇങ്ങനത്തെ കൺസേണുകളൊക്കെ പറയാനായിട്ട് ഒരു സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനം നമ്മൾ ഒരുക്കണം വലിയ കമ്പനി ആണെങ്കിൽ. നാലാമത്തെ ഓഫർ ഇമോഷണൽ ഇന്റലിജൻസ് ട്രെയിനിങ്. സാധാരണ നമ്മൾ സാധാരണ ട്രെയിനിങ്ങൾ, സെയിൽസ് ട്രെയിനിങ് കൊടുക്കുന്നു, കസ്റ്റമർ സർവീസ് ട്രെയിനിങ് കൊടുക്കുന്നു, പ്രൊഡക്ട് ട്രെയിനിങ് കൊടുക്കുന്നു, ബ്രാൻഡിങ് കൊടുക്കുന്നു. ഇതേപോലെ തന്നെ വേണ്ടത് തന്നെയാണ് ഈ എംപ്ലോയീസിന് അവരെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ, അതിന്റെ ബാലൻസ് കറക്റ്റ് ആക്കാൻ, അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിന് എമ്പതിനെ കുറിച്ചിട്ട്, ലിസണിങ്ങിനെ കുറിച്ചിട്ട്, സെൽഫ് റെഗുലേഷനെ കുറിച്ചിട്ടൊക്കെ ട്രെയിനിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. അത് പറഞ്ഞ പോലെ തന്നെ എല്ലാ സ്റ്റാഫിനും പല ട്രെയിനിങ്ങൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇങ്ങനത്തെ ട്രെയിനിങ്ങൾ കൂടി കൊണ്ടുവരണം. കാരണം വെച്ചാൽ നമ്മൾ ആലോചിക്കുന്നത് എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ഇമോഷൻസ്. നമ്മൾ എന്ത് വലിയ സ്കില്ല് ഷെപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ സ്കില്ലൊക്കെ തകിടം മറിക്കുന്ന കാര്യമാണ് എൻ്റെ ഒരു പെരുമാറ്റവും എൻ്റെ ഇമോഷൻസ്. അതുകൊണ്ട് തന്നെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന ട്രെയിനിങ്ങൾ ഇടയ്ക്ക് കൊടുക്കും. പല കമ്പനികളും മെഡിറ്റേഷൻ കൊടുക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ പക്ഷേ സ്പിരിച്വൽ സംഭവത്തിലൂടെ പോകുന്നവരുണ്ടാവാം, യോഗ കൊടുക്കുന്നവരുണ്ടാവാം, ഈ ബ്രീത്തിങ് ടെക്നിക്ക് ഒക്കെ പല മോഡലിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളും ഇതുപോലെ തന്നെ അത്യാവശ്യം വലിയ കമ്പനിയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരിക്കണം. 5 റെക്കഗ്നൈസ് ആൻഡ് റിവാർഡ് ബിഹേവിയേഴ്സ്. അത് നല്ലൊരു കാര്യമാണ്. കാരണം ഇമോഷൻസിനെ മാനേജ് ചെയ്ത് ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്ക് നിങ്ങൾ റിവാർഡ് കൊടുക്കും. സാധാരണ റിവാർഡ് കൊടുക്കുന്നത് എന്താ? ലാഭം ഉണ്ടാക്കൽ റിവാർഡ്, അല്ലെ? അതായത് നല്ല കസ്റ്റമർ കൊണ്ടാൽ റിവാർഡ്, കമ്പനി വലുതായ റിവാർഡ്. ഇതേപോലെ തന്നെയാണ് ഈ ഇമോഷൻസിനൊക്കെ മാനേജ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവിടെ.
അവര് കാര്യങ്ങൾ പഠിച്ചിട്ട് ഇപ്പൊ ദേഷ്യപ്പെടില്ല, ഒരു കസ്റ്റമർ നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുന്നുണ്ട്, കോൺഫ്ലിക്റ്റുകളൊന്നും ഇല്ല, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ചെയ്യുന്നുണ്ട്, പലരെയും പഠിപ്പിക്കുന്നുണ്ട്, അവരെ ദേഷ്യങ്ങൾ, അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് റിവാർഡ് കൊടുക്കണം എന്നാണ് പറയുക. കാരണം അത് പ്രൊമോട്ട് ചെയ്യാം. അത് ഇത് വലിയ കാര്യമാണ്, ചെറിയ കാര്യമല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ റിവാർഡ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരാൾ ദേഷ്യപ്പെട്ടുകൊണ്ട് റിവാർഡ് കൊടുക്കാതിരിക്കുക. അപ്പൊ ഒരു ദേഷ്യം കൺട്രോൾ ചെയ്ത സ്വഭാവം ഒരാൾക്ക് വന്നിട്ടുണ്ട്, ഒരുപാട് റെസൊല്യൂഷൻ ചെയ്യുന്നുണ്ട്, അപ്പൊ അത് കണ്ടുപിടിച്ചിട്ട് അങ്ങനെ റിവാർഡ് ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി ചെയ്താലാണ് നമുക്ക് വലിയൊരു ഓർഗനൈസേഷനിൽ കാര്യമില്ല. അപ്പൊ ഈ വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ ഒരു കൾച്ചർ ഉണ്ടാക്കുക, അവർ കൾച്ചർ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. നമ്മളാണെങ്കിൽ ഒരു കൾട്ടിവേറ്റ് കൾച്ചർ ഓഫ് ഇതിന്റെ എമോഷണൽ ഇന്റലിജൻസ്. രണ്ടാമത്തെ ലീഡ് വിത്ത് എംപതി. 3 പ്രൊമോട്ട് സൈക്കോളജിക്കൽ സേഫ്റ്റി. 4 ഓഫർ EI എമോഷണൽ ഇന്റലിജൻസ് ട്രെയിനിങ്. 5 റെക്കഗ്നൈസ് ആൻഡ് റിവാർഡ് EI ബിഹേവിയേഴ്സ് എന്നാണ്. ഇത് നമുക്ക് സമയം എത്രയെന്ന് കുറച്ചും കൂടി ഒന്ന് പറയാനുണ്ട്, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡിസ്കഷനിലേക്ക് പോകാം. ഇനിയിപ്പോ നമ്മൾ സാധാരണ പറയുന്നതാണ്, ഇത്രയൊക്കെ പറഞ്ഞു, ഇതൊക്കെ സംഭവമൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും ദേഷ്യങ്ങൾ കൺട്രോൾ ചെയ്യാനുള്ള ടെക്നിക്കൊക്കെ എന്തെങ്കിലും ചെയ്യണ്ടെന്ന് ചോദിച്ചാൽ തൽക്കാലം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടെക്നിക്കുകൾ ഉണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ ഇതിന് പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ കുറച്ചേരം മിണ്ടാതിരിക്കുക, പിന്നെ ഇതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്കിങ്ങനെ പ്രോബ്ലം ഉണ്ടെന്ന് അറിയുക. എനിക്ക് പ്രോബ്ലം ഉണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ പകുതി രക്ഷ എന്ന് പറയും. പ്രോബ്ലം ഉണ്ടെന്ന് അറിയുക, അത് കൺട്രോൾ ചെയ്യാൻ പതുക്കെ ശ്രമിക്കുക, അങ്ങനെയൊക്കെ പറയുന്നതിനോടൊപ്പം തന്നെ ചില ടെക്നിക്കുകളും കൂടി ഈ പറഞ്ഞ പോലെ തന്നെ ഇമോഷൻസിനെ, ബാഡ് ഇമോഷൻസിനെ, ഇപ്പൊ ദേഷ്യങ്ങൾ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ വികാരങ്ങൾ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ക്ഷമ ഉണ്ടാകുക, അല്ലെങ്കിൽ മടി മാറുക, പ്രോക്രാസ്റ്റിനേഷൻ ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് സ്ട്രെങ്ത് ആക്കുക, പെർഫെക്ഷനിസം കുറയുക. അപ്പൊ ഇങ്ങനെയൊക്കെ പല പല ടെക്നിക്കുകളുണ്ട്. ഈ ടെക്നിക്കുകളൊക്കെ നമ്മളേതായിട്ടുള്ള രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. ഇത് കൈവിട്ട് പോകുമ്പോഴാണ് പൊതുവെ നമ്മൾ ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോകേണ്ടതും സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകേണ്ടതും, അല്ലെങ്കിൽ ഒരു പരിധി വരെ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോകണം. ഇപ്പൊ നമ്മൾ പെർഫെക്ഷനിസം എന്ന് പറയുന്നത് നമുക്കൊരു സ്വഭാവം ഉണ്ടെന്ന് വിചാരിക്കാം. പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ഒരു നല്ല സ്വഭാവമല്ല. നമ്മളെ സംബന്ധിച്ച് ഒരു മനുഷ്യന് ശരിക്കും 2 എക്സ്ട്രീമാണ് ഉണ്ടാകുക. ഒന്ന് ഏറ്റവും ഉത്തരവാദിത്തമുള്ള ആളാണ്, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാള്, അല്ലെ? ഏറ്റവും പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഈ ലോകത്തില്ല എന്നാണ് പറയാം. അപ്പൊ ഈശ്വര വിശ്വാസികളായിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് പറയാൻ പറ്റും ഈശ്വരനാണ് ഏറ്റവും പെർഫെക്റ്റ്. പിന്നെയുള്ള മനുഷ്യന്മാരെന്താ? തീരെ ഉത്തരവാദിത്തം ഇല്ലാത്ത ഒരാള്, ഒന്നിലും ശ്രദ്ധിക്കാത്ത ആള് എന്ന് പറയും. ഇതിന്റെ രണ്ടിന്റെ ഇടയിലായിരിക്കും മനുഷ്യൻ എപ്പോഴും. അങ്ങനത്തെ ഇടയിലുള്ള സ്വഭാവത്തിനാണ്, ഇടയിലുള്ള ബിഹേവിയറും കാര്യങ്ങളാണ് കറക്റ്റ് എന്ന് പറയാം. ഇപ്പോ നമ്മള് എക്സ്ട്രീമിലേക്ക് പോകും തോറും അതൊരു പക്ഷെ അപകട സാധ്യത ഉണ്ടായിരിക്കാം. അപ്പൊ ഏറ്റവും കൂടുതൽ പെർഫെക്ഷനിസം ഉണ്ടാവുക എന്ന് വെച്ചാൽ എല്ലാത്തിലും പെർഫെക്റ്റ് ആയാലും ശരിയാവുള്ളൂ തോന്നുക. സമയം ഇങ്ങനെ പോവും, പെർഫെക്റ്റ് ആവതൊന്നും ചെയ്യില്ല. പ്ലാൻ ചെയ്തേ ചെയ്യുള്ളൂ. പ്ലാൻ ചെയ്യണം, പക്ഷെ പ്ലാൻ ചെയ്ത് പോയിട്ട് എല്ലാം നീട്ടി വെക്കും. എല്ലാ കാര്യങ്ങളും പക്കയായിരിക്കണം. അതായത് ഒന്നും ചെയ്യാൻ തോന്നില്ല. അപ്പൊ അത് നമ്മൾ സമയം നഷ്ടപ്പെടുത്തും. അത് ശരിക്കും സൈക്കോളജിക്കലി ഒരു പ്രശ്നമുള്ള സാധനമാണ് ചിലർക്ക് ഉണ്ടാകാം. അപ്പൊ അത് ചിലപ്പോൾ കുറെ തെറാപ്പി ഒക്കെ ചെയ്യേണ്ടതൊക്കെ ഞാൻ അതും ഈ ബിഹേവിയറിന്റെ ഭാഗങ്ങളാണ്. ദേഷ്യം, എന്ത് ചെയ്യുമ്പോഴും ദേഷ്യം, സാധനങ്ങളൊക്കെ തല്ലി പൊട്ടിക്കാൻ തോന്നുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ നമ്മളായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു പക്ഷെ നമുക്ക് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ചില ഉപദേശങ്ങൾ വേണ്ടി വന്നേക്കാം, ട്രെയിനിങ്ങിൽ വേണ്ടി വന്നേക്കാം. പക്ഷെ നമ്മുടേതായിട്ടുള്ള ചില ടെക്നിക്കുകളുണ്ട്. ഈ ദോഷങ്ങളെ, ഈ പറഞ്ഞ ദേഷ്യത്തിനെ, സ്ട്രെസ്സിനെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ഇമോഷൻസിനെ ഐഡന്റിഫൈ ചെയ്യണം. എന്ത് ഇമോഷനാണ് എനിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്? നമുക്ക് ദേഷ്യമാണ്, അല്ലെങ്കിൽ സാഡ്നെസ് ആണ്, ദുഃഖമാണ്, അല്ലെങ്കിൽ ഫിയർ ആണ്, പേടിയാണ്, തോൽവിയുടെ ഭയമാണ്, അല്ലെങ്കിൽ പെർഫെക്ഷനിസം ആണ്, ഇങ്ങനെ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എനിക്ക് അനാവശ്യമായി ട്രിഗർ ചെയ്യും. ചില കാര്യം കണ്ടാൽ ഇവന്റെയൊക്കെ സ്വഭാവം കണ്ടാൽ തന്നെ നമ്മൾ പറയില്ലേ, ഈ എംപ്ലോയീസിന്റെ ചില സ്വഭാവം കണ്ടാൽ തന്നെ എനിക്ക് ദേഷ്യം വരും എന്ന് പറയുന്ന അങ്ങനത്തെ ചില കാര്യങ്ങൾ ഉണ്ടെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നു. രണ്ടാമത് പ്രാക്ടീസ് ചെയ്യുന്നത്. എന്തൊക്കെ പ്രാക്ടീസ് ചെയ്യാം? ഒന്ന്, ഡീപ് ബ്രത്ത് എന്ന് പറഞ്ഞ സിമ്പിൾ ടെക്നിക്ക്. ഇതിപ്പോ ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയുന്ന തന്നെയാണ്. ഡീപ് ബ്രത്ത് എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ 4 സെക്കൻഡ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നു, 4 സെക്കൻഡ് പിടിച്ചു നിർത്തുന്നു, 6 സെക്കൻഡ് കൊണ്ട് പുറത്തേക്ക് വിടുന്നു. ഒരു സയന്റിഫിക് ആയിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ചിലപ്പോ അതായിരിക്കും കറക്റ്റ്. 4 സെക്കൻഡ് പതുക്കെ കണ്ണടച്ച് ഇങ്ങനെ നല്ലപോലെ ബ്രീത്ത് എടുക്കുന്നു, 4 സെക്കൻഡിൽ പിടിച്ചു നിർത്തുന്നു, 6 സെക്കൻഡ് കൊണ്ട് പതുക്കെ വിടുന്നു. ഇങ്ങനെ ചെയ്താൽ ചിലപ്പോൾ ഒരു പക്ഷെ നമ്മുടെ ശാരീരികമായിട്ടും അല്ലെ, നമുക്ക് ഒരുപാട് ബ്ലഡ് സർക്കുലേഷൻ വന്നേക്കാം, ചില മനസ്സൊന്ന് റിഫ്രഷ്ഡ് ആയേക്കാം. അപ്പൊ അങ്ങനെ നമുക്ക് ചിലപ്പോൾ ദേഷ്യങ്ങൾ കുറഞ്ഞേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ നന്നായി കാണാൻ പറ്റിയേക്കാം, അല്ലെ? അത് ചിലപ്പോൾ ഒരു പ്രാവശ്യം ചെയ്യുക എന്നല്ല, നിരന്തരം പ്രാക്ടീസ് ചെയ്ത് എല്ലാ ദിവസവും കാലത്ത് ഒരു 10 മിനിറ്റ് വേണ്ടി വന്നേക്കാം. അപ്പൊ ഈ ഇങ്ങനത്തെ ടെക്നിക്കുകൾ ചെയ്യുമ്പോൾ നല്ലൊരു ഗുരുനാഥന്റെ ഭാഗത്ത് നിന്ന് ചെയ്യുക, അറിവുള്ളവന്റെ ഭാഗത്ത് നിന്ന് ഫോളോ ചെയ്യുക. എല്ലാ യൂട്യൂബിന്റെ വീഡിയോ എടുത്ത് ചെയ്യുന്നത് നല്ലതല്ല. ഡോക്ടർമാരെ തന്നെ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ വൈദ്യന്മാരെ, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല അറിവുള്ളവരെ മാത്രം ഫോളോ ചെയ്യുക. ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ റിവേഴ്സ് ഓർഡർ ഉണ്ടാവും.
അതുകൊണ്ട് ഇങ്ങനത്തെ ഈ ഡീപ്പ് ബ്രീത്ത് എന്ന് പറയുന്ന ടെക്നിക്കുകൾ ഇങ്ങനത്തെ കാര്യങ്ങളെ ലഘൂകരിക്കാൻ, ഇമോഷൻസിനെ ലഘൂകരിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അതും പരിശീലിക്കാം. പിന്നെ വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളതാണ് റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് പോസ് ചെയ്യാം. ഇതൊക്കെ ചില ആൾക്കാർക്ക് ഇത് പറ്റില്ല കേട്ടോ. അതായത് ഈ എല്ലാ ടെക്നിക്കും പറ്റുമെന്നല്ല പറഞ്ഞത്, ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇങ്ങനെ ചില ടെക്നിക്കുകൾ നല്ലതാണ്. റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് പോസ് ചെയ്യാന്ന് വെച്ചാൽ എന്ത് കാര്യം, എന്ത് റിയാക്ഷൻ വന്നാലും, അത് ദേഷ്യമാവുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാകുന്ന റിയാക്ഷൻ, അതൊക്കെയാണ് ഇമോഷൻസിന്റെ പ്രശ്നങ്ങൾ. അങ്ങനെ വരുമ്പോൾ ഞാൻ 2 സെക്കൻഡ് പോസ് ചെയ്യും. അത് ഞാൻ ചെയ്തിരിക്കുകയാണ്. ഞാൻ ദേഷ്യപ്പെടും അല്ലെങ്കിൽ അങ്ങനത്തെ റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ അലിക്കില്ല, ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഞാൻ പോസ് ചെയ്യണം, ഞാൻ സ്റ്റോപ്പ് ചെയ്യണം. എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം? ഞാൻ 1 മുതൽ 10 വരെ എണ്ണാതെ മറുപടി പറയില്ല. അതിന് ശീലാക്കും ചിലര്. ഇങ്ങനത്തെ പ്രശ്നമുള്ള ആൾക്കാർ കേട്ടാ പെട്ടെന്ന് റിയാക്ട് ചെയ്യുമെന്ന് തോന്നുന്ന ആൾക്കാർ എന്ത് പറയും? ഇപ്പോ രാജേഷ് എന്ന് പറഞ്ഞ ആള് ഇങ്ങനത്തെ സ്വഭാവം ഉണ്ട് എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു, ആള് റെഗുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പിന്നെ ആള് പറയാണ്, ഞാൻ എന്ത് കേസ് വന്നാലും ശരി 10 വരെ എണ്ണാതെ മറുപടി പറയില്ല. അപ്പൊ ഒന്നുകിൽ അങ്ങനെ ആവാം. പിന്നെ ഒരു ടെക്നിക്ക് എന്താ ഉള്ളത്? ആ സ്ഥലത്ത് നിന്ന് പതുക്കെ എഴുന്നേറ്റ് പോകും. ചിലർ 1 മുതൽ 100 വരെ ഉണ്ടെന്ന് പറയുന്നവരുണ്ട്, 1 മുതൽ 10 വരെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, ചിലർ മനസ്സിൽ പ്രാർത്ഥിക്കുന്നു പറയുന്നവരുണ്ട്. എന്തായാലും അത്രയ്ക്കും സമയം നമ്മുടെ മനസ്സിന് കൊടുക്കുകയാണ്. ഒന്ന് കാം ആയിക്കോളൂ, പ്രശ്നമില്ല, ഒന്ന് വളരെ റിലാക്സ്ഡ് ആയിക്കോളൂ, ഇപ്പൊ പെട്ടെന്ന് മറുപടി പറയണ്ട, ഒരു 10 സെക്കൻഡ് കഴിയട്ടെ എന്ന് നമ്മളെ ആശ്വസിപ്പിക്കുന്നതാണ്. ചില ആൾക്കാർ എന്ത് ചെയ്യാം, അവിടുന്ന് ആ സ്ഥലത്ത് നിന്ന് മാറിപ്പോകും. അതൊരു ടെക്നിക്കാണ്. എന്ത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ഇമോഷൻസ് അപ്പൊ തന്നെ ആ ഭാഗത്ത് എഴുന്നേറ്റാണ്ട് പോകും. എഴുന്നേറ്റ് വേറെ പുറത്തേക്ക് പോകുക. ഇപ്പൊ വീട്ടിൽ നിന്ന് വഴക്കടിക്കുമെന്ന് തോന്നുന്ന സമയത്ത് ഇറങ്ങി പോവുക, ഓഫീസിൽ നിന്ന് പതുക്കെ മാറി പോവുക. അങ്ങനത്തെ ചില ടെക്നിക്കുകൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ രണ്ടാമത്തത് പോസ് ബിഫോർ റിയാക്ട് എന്ന് പറയും. വെച്ചാൽ 1 മുതൽ 10 വരെ ഉണ്ടെന്ന പരിപാടി കാര്യം, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി പോകുന്നതായിരിക്കും. അത് ശീലിക്കണം ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നിയാൽ. പിന്നുള്ളത് നമുക്ക് അടുത്തത് നോക്കാവുന്നാല് ചലഞ്ച് നെഗറ്റീവ് തോട്ട്. നെഗറ്റീവായിട്ടുള്ള തോട്ടുകളെ ചലഞ്ച് ചെയ്യാം. അതായത് നമ്മളതിനെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവത്തിലേക്ക് റീപ്ലേസ് ചെയ്യുക. അപ്പൊ നമ്മുടെ എക്സാമ്പിൾ പറഞ്ഞാല് ഇതെല്ലാം എപ്പോഴും എനിക്ക് സംഭവിക്കും, എപ്പോഴും ഇതൊക്കെ എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുക എന്നിങ്ങനെ എപ്പോഴും മനസ്സിൽ തോന്നുന്ന ആൾക്കാരുണ്ട്. എന്ത് സംഭവിച്ചാലും വിചാരിക്കും ഇതൊക്കെ എപ്പോഴും എനിക്ക് സംഭവിക്കും, ഇതൊക്കെ എപ്പോഴും എനിക്ക് സംഭവിക്കും എന്ന് വിചാരിക്കുന്നതിന് പകരം ഇതൊരു പ്രശ്നമാണ്, അതൊരു ഔട്ട്പുട്ടാണ്, ഇത് ആർക്കും വന്നേക്കാം അല്ലെ, ഇത് എനിക്ക് മാത്രം വരുന്നു ചിന്തിക്കാതെ ഇതൊക്കെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതായത് നെഗറ്റീവ് തോട്ടിനെ പോസിറ്റീവിലേക്ക് മാറ്റാം. ഞാനിത് പറയുന്നത് ചിലപ്പോൾ എളുപ്പത്തിലൊന്നും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതല്ല, പക്ഷെ പ്രാക്ടീസ് ചെയ്താൽ നന്നാവും. അത് പറഞ്ഞത് ഇതൊക്കെ എല്ലാ സാധനങ്ങളും പ്രാക്ടീസിൽ നന്നാവും എന്നുള്ള പറയാ. കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷെ ഇതൊന്നും സുഖമില്ലാന്ന് തോന്നുമെങ്കിൽ ഇഷ്ടംപോലെ ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് പല ആൾക്കാരും അവരെ വികാരങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു ഗുരുവിന്റെ ഭാഗത്ത് നിന്ന് നോക്കുകയോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പ്രാക്ടീസ്. ഇപ്പൊ ഇങ്ങനെ വരുമ്പോൾ നെഗറ്റീവ് തോട്ട് വരുമ്പോൾ അതിനെ പോസിറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഇത്. പിന്നെ അടുത്തത് ഹെൽത്തി ആയിട്ടുള്ള ഔട്ട്ലെറ്റുകൾ, ഹെൽത്തി ആയിട്ടുള്ള സംഭവത്തിനെ ഡെവലപ്പ് ചെയ്യാം. അതായത് പോസിറ്റീവ് ആക്ടിവിറ്റി. ഇപ്പൊ നമുക്ക് ഇമോഷൻസുകൾ വരികയാണ്, ആകെ സ്ട്രെസ് വരികയാണ്, ഡൗൺ ആവുകയാണ് സമയത്താണ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എക്സസൈസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നടക്കാം കുറച്ചു നേരം, അല്ലെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ഏതെങ്കിലും നല്ല ഫ്രണ്ട്സിനെ നമുക്ക് വിളിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷെ നമുക്ക് വരയ്ക്കുന്ന ആൾക്കാർ വരയ്ക്കാം. നമുക്ക് എന്തിലാണോ സന്തോഷം തോന്നാൻ സാധ്യതയുള്ളത് അതിലേക്ക് ശ്രദ്ധ തിരിക്കാന്ന് പറയാം. ഇപ്പൊ നമുക്കൊക്കെ അറിയാം, ചില ടെൻഷൻ വരുമ്പോ ചിലർ എന്ത് ചെയ്യും, ഞാൻ 10 മിനിറ്റ് നടന്നിട്ട് വരാട്ടെന്ന് പറയും. ചിലർ പറയും ഏറ്റവും നല്ല സുഹൃത്തിനെ വിളിക്കും. അപ്പൊ ആ സുഹൃത്തിനെ അറിയാൻ പറ്റും, ഷെഫീഖിന് എന്തോ ഒരു ടെൻഷൻ ഉണ്ട്. അപ്പൊ എനിക്ക് തുറന്ന് അയാളോട് സംസാരിക്കുമ്പോൾ തന്നെ ചിലർ പറയില്ലേ, നിന്നോട് സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് ഒരു ഭയങ്കര മനസ്സിന് സന്തോഷമാണെന്ന് പറയും. അപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നുമ്പോൾ അതിനെ മറികടക്കാനായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുക. അതൊരു പക്ഷെ എക്സസൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷെ നടക്കുന്നതായിരിക്കാം, ചായ കുടിക്കുന്നതായിരിക്കാം, ഫ്രണ്ടിനോട് സംസാരിക്കുന്നതായിരിക്കാം, വരയ്ക്കുന്നതായിരിക്കാം, എഴുതുന്നതായിരിക്കാം, എന്തോ ആയിക്കോട്ടെ ഇഷ്ടപ്പെട്ടത്. ഇനി ആറാമത്തെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന സംഭവങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ആ മൈൻഡ്ഫുൾനെസ്സിന്റെ ടെക്നിക്കുകൾ ഉണ്ട്. അപ്പൊ മെഡിറ്റേഷൻ പോലത്തെയോ യോഗ പോലത്തെയോ അല്ലെങ്കിൽ ഈ ബ്രീത്തിങ് എന്ന വളരെ ഡീപ്പായിട്ട് ചെയ്യുന്ന ചില ടെക്നിക്കുകളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഗുണം ചെയ്യുമെന്ന് വിചാരിക്കുന്ന, നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇൻവോൾവ് ആവാൻ പറ്റുന്ന, ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്യാത്ത സാധനങ്ങളായിരിക്കും ചെയ്യണത്. അല്ലാണ്ട് ഒരു ദിവസം മെഡിറ്റേഷൻ ചെയ്തു അപ്പൊ നമ്മൾ ഉറങ്ങിപ്പോയി പിന്നെ മെഡിറ്റേഷൻ ചെയ്യാതിരിക്കരുത്. ഒരു ദിവസം നടക്കാൻ പോയി പിന്നെ നടക്കാൻ പോകാതിരിക്കാം. എന്ത് ചെയ്യുമ്പോഴും അത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലിലേക്ക് മാറലാണ് ഏറ്റവും നല്ലത്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന എന്റെ സുഹൃത്തുക്കളൊക്കെ ഒരുപക്ഷെ മൈൻഡ് റീഡിങ്ങും അതുപോലെ തന്നെ ഇതുപോലെ റിലാക്സ്ഡ് ടെക്നിക്കുകളൊക്കെ അറിയുന്ന ആൾക്കാരായിരിക്കാം. അതുപോലെ പിന്നെ ഒരു കാര്യമുള്ളത് ലേൺ ടു ലെറ്റ് ഗോ എന്ന് പറയും. എന്ന് വെച്ചാൽ ഈ ചില കാര്യങ്ങള് നമുക്ക് വിട്ട് കളയേണ്ടി വരും. അതിപ്പോ ഈ സൈക്കോളജിസ്റ്റ് ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്. ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറഞ്ഞാല് അങ്ങനെ ആയിക്കോട്ടെ, ചില കാര്യങ്ങൾ വന്നേക്കാം, അതുമ്പോ ചാടി കയറിയിട്ട്
പിടിച്ചിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മള് അതിലേക്ക് ശ്രദ്ധ തിരിക്കും തോറും അത് എന്നെ തന്നെ ദോഷം ചെയ്യുന്നു വിചാരിക്കുക. ചില കാര്യങ്ങൾ വിട്ടുകളയുന്ന ചിലപ്പോ ഒരാള് സമൂഹത്തിൽ ഒരു പ്രശ്നം നടക്കുന്നത് കണ്ടു, അതിന് പ്രതികരിക്കണ്ടെന്നല്ല, നമ്മൾ പ്രതികരിച്ചു, നമ്മൾ വേണ്ട വിധത്തിൽ കാര്യങ്ങൾ ചെയ്തു, എന്നിട്ടും അത് ശരിയാവില്ലെങ്കിൽ പിന്നെ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ കിണഞ്ഞിപ്പോ ശ്രമിക്കും തോറും നമ്മൾ ടെൻഷനാവും. നമ്മുടെ കടമകൾ പാലിക്കുക എന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ ഒരാള് നമ്മുടെ മക്കളോട് ഒരു കാര്യം പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ ജോലിക്കാരോട് ഒരു കാര്യം പറഞ്ഞു കൊടുത്തു, അവിടെ ഒന്നുകിൽ പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ അയാളെ പഠിപ്പിക്കാം, അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പുറത്താക്കാം. പക്ഷെ ഇയാളെ പഠിപ്പിച്ചിട്ട് നമ്മൾ ടെൻഷൻ അടിക്കുന്നത് എന്തിനാ? ഒന്നിൽ പുറത്താക്കണം. അപ്പോ അത് ഒഴിവായിപ്പോട്ടെ, ലെറ്റ് ഇറ്റ് ഗോ, എങ്ങനെയല്ല ആവട്ടെ എന്നൊരു ചിന്ത വരുന്നത് നല്ല. ചില കാര്യങ്ങൾ നമ്മുടെ തലയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ദേഷ്യം വന്നു, അപ്പൊ ആലോചിക്കുക, ഈ ദേഷ്യം എന്നെ തന്നെ തിന്ന് നശിപ്പിക്കും. ഞാൻ എന്തിനാണ് എന്നെ തന്നെ നശിപ്പിക്കുന്നത്? ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഫസ്റ്റ് പറഞ്ഞത്, എനിക്ക് ഒരാളുടെ അസൂയുണ്ട്. എന്താ കാര്യം? ആ അസൂയ എന്നെ തന്നെ, ഒരു തീയാണ് അസൂയ. അസൂയ കൊണ്ട് ഞാന് നശിച്ചു പോകും. എനിക്ക് ആരോടാണോ അസൂയ ഉള്ളത് അയാൾക്കൊന്നും സംഭവിക്കില്ല അല്ലെ. അപ്പൊ എനിക്കിവിടെ ഇപ്പൊ ജോസഫ് സാറിന് എനിക്ക് അസൂയ ഒന്നും വിചാരിച്ചോ, അദ്ദേഹം ഭയങ്കര കേമനാണ്, ഒരുപാട് മെച്ചപ്പെട്ടു, എനിക്ക് ഭയങ്കര അസൂയ. എന്താ കാര്യം? അപ്പൊ ഞാൻ ആലോചിക്കുക, ഈ അസൂയ എന്നെ നശിപ്പിക്കും. അപ്പൊ ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്ന സംഭവം, അതെ, എല്ലാവരും നന്നാവട്ടെ, എല്ലാവരും വളരട്ടെ, അതായത് എനിക്ക് കോപം തോന്നിയിട്ട് കാര്യമില്ല, ഞാനും അതുപോലെ തന്നെ പ്രവർത്തിച്ച് വലുതാവണം. എനിക്ക് അഹങ്കാരം തോന്നിയിട്ട് കാര്യമില്ല, അഹങ്കാരം എന്നെ നശിപ്പിക്കും, അസൂയ എന്നെ നശിപ്പിക്കും, ദേഷ്യം എന്നെ നശിപ്പിക്കും. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കടമകൾ ചെയ്യുക, ബാക്കിയുള്ളതൊക്കെ എന്റെ തലേന്ന് വിടുക എന്ന് പറയാം. പിന്നെ അതുപോലെ പ്രാക്ടീസ് സെൽഫ് കമ്പാഷൻ പ്രാക്ടീസ് ചെയ്യുക എന്ന് വെച്ചാൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു സന്തോഷം തോന്നുക, ഒരു സഹാനുഭൂതി തോന്നുക പോയെ എന്ന് വെച്ചാൽ ഇമോഷൻസ് ഒക്കെ നമുക്ക് വന്നേക്കാം, മനുഷ്യന്മാരല്ലേ, അതൊക്കെ വരും. അതായത് 100% നാളെ കാലത്ത് മുതൽ പെർഫെക്റ്റ് ആവാൻ നമുക്ക് പറ്റില്ല. ഇമോഷൻസിനാൽ ബിൽഡ് ചെയ്യപ്പെട്ട ഒരു കൂട്ടം ഇമോഷൻസ് ആണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് തന്നെ. അപ്പൊ ഇമോഷൻസിനെ അങ്ങോട്ട് പെട്ടെന്ന് ഒരു ഇല്ലാതാക്കാൻ പറ്റില്ല. ഇമോഷൻസ് കൊണ്ട് കുറെ ഗുണങ്ങളുണ്ട് അല്ലെ. നമ്മളിപ്പോ ഇത്രയും പറഞ്ഞപ്പോ ദേഷ്യം എന്ന് പറയുന്നത് ഒരു മോശം വികാരമാണ് അല്ലെ. പക്ഷെ ദേഷ്യം ചില സമയത്ത് നമുക്ക് ആവശ്യമുള്ളതാണ്, അതിനൊരു പരിധി ഉണ്ടെന്നുള്ളതാണ്. എല്ലാത്തിനും ഒരു പരിധി വിടുമ്പോഴാണല്ലോ ഇമോഷൻസ് പ്രശ്നം മാനേജ് ചെയ്യപ്പെടേണ്ടതെന്ന് പറയുന്നത്. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? നമ്മൾക്കത് സാമൂഹികപരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുള്ളതുകൊണ്ടാണ്. ഇപ്പൊ നമുക്കൊരു ചെറിയ വിഷമം വന്നു, ഒരാളെ കണ്ടു, അദ്ദേഹത്തിന് ഒരു പ്രശ്നം വന്നു, എനിക്ക് വിഷമം വന്നാൽ അത് നല്ലതാണ്, അത് മനുഷ്യത്വമാണ്. പക്ഷെ എനിക്ക് വിഷമം വന്നത് എന്റെ പ്രശ്നങ്ങൾ, എന്റെ ആക്ടിവിറ്റികളെ തടസ്സം നിൽക്കുമ്പോഴാണ് ആ ഇമോഷൻസ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പൊ എല്ലാ ഇമോഷൻസും പൊട്ടയാണെന്ന് ചിലപ്പോൾ തോന്നുമെങ്കിലും അത് ചില സാഹചര്യം നല്ലതാണ്. ഇപ്പൊ നമുക്കൊരു പെട്ടെന്നൊരു പേടി വന്നു, പെട്ടെന്നൊരു പേടി എന്തുകൊണ്ടോ, ചിലപ്പോൾ ഒരുപക്ഷെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് കണ്ടു, അല്ല ഓഫീസിൽ ചില ഫൈനാൻഷ്യൽ കാര്യങ്ങളുടെ പെട്ടെന്നൊരു വിഷമം, പേടി വന്നു. ആ പേടി എന്ന് പറയുന്നത് ഒരു പ്രിക്കോഷൻ ആയിരിക്കാം. അല്ലെ, പേടി എന്ന് പറയുന്നത് എപ്പോഴും പൊട്ടയല്ല. കാരണം നമുക്ക് പ്രിപ്പയർ ചെയ്യാം, ഓക്കെ ഞാൻ ശ്രദ്ധിക്കണം എന്ന് ദൈവം നമ്മൾ തോന്നിപ്പിച്ചാണ്. അത് പേടിയുടെ ഒരു ഭാഗം അതാണ്. പേടി എപ്പോഴും പൊട്ടയല്ല. ഇപ്പൊ നമുക്ക് ഒരാൾക്ക് ഈ മേല് ടച്ച് ചെയ്യാനുള്ള ഒരു വികാരം ഇല്ല എന്ന് വെച്ചോ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മേല് തൊട്ടാൽ അറിയില്ല എന്തായിരിക്കും അവസ്ഥ. അപ്പൊ മേല് തൊട്ടാൽ തീ വന്ന് നമ്മുടെ ശരീരത്തിലായ പൊള്ളും അല്ലെ. അത് പൊട്ട കാര്യമാണോ? നല്ല കാര്യമാണ്. കാരണം എന്താ, നമ്മുടെ ശരീരത്തിന് അങ്ങനത്തെ ഒരു സെൻസ് ഉണ്ട്. അല്ലെങ്കിൽ തീ പൊള്ളി അറിയില്ല, കത്തി നശിച്ചാലും അറിയില്ല. ആ തീ പൊള്ളണ വഴിക്ക് നമുക്ക് മനസ്സിലാവും ഒരു പ്രശ്നം എന്റെ ശരീരത്തിലേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ കൈവലിക്കണം. അപ്പൊ ഈ വികാരങ്ങൾ എന്ന് പറയുന്നത് നമുക്കൊരു ആ മാനേജബിൾ സിറ്റുവേഷനിൽ നിൽക്കുക, അത് അതിന്റെ ബൗണ്ടറിയിൽ നിൽക്കുക, അതിന്റെ ക്രമത്തിൽ നിന്നാൽ അത് നല്ലതാണ്. അപ്പൊ എല്ലാ വികാരങ്ങളും മോശമല്ല. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ എനിക്ക് എന്നോട് തന്നെ സ്നേഹമുണ്ട്. ഒരുപാട് വികാരങ്ങളൊക്കെ വരും, ഞാൻ എന്റെ കടമകൾ ചെയ്യുന്നുണ്ട്, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ വല്ലാതെ ടെൻഷൻ അടിക്കേണ്ട, ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, മോശമായിട്ടുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക, അല്ലാത്ത അവിടെ നിൽക്കട്ടെ എന്ന് തന്നെ നമ്മൾ ആലോചിക്കണം. ഒന്നാമത്തെ, നേരത്തെ പറഞ്ഞത് ഹെൽത്തി ബൗണ്ടറി വെക്കുക. അതായത് നമ്മൾക്ക് പ്രശ്നം ഉണ്ടാക്കുമെന്ന് കണക്കാക്കപ്പെടുന്ന ചില സംഭവത്തിലേക്ക് കാര്യമായിട്ട് പോകാതിരിക്കുക. ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടും ശരിയാവാത്ത ചില കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ ആക്സിഡന്റുകൾ കണ്ടാൽ എനിക്കൊരു വിഷമമാണ് എന്ന് തോന്നിയാൽ പിന്നെ അതിങ്ങനെ അന്വേഷിച്ച് പോകാൻ നിൽക്കണ്ടാവും. എന്നുവെച്ചാൽ എന്തിനാണോ നമ്മൾക്ക് ഒരു ട്രിഗർ ചെയ്യുന്ന പ്രശ്നം വരുന്നത്, അത് ചിലപ്പോൾ സൈക്കോളജിസ്റ്റിന് വേറെ മോഡൽ ഉണ്ടാവും. നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിവുള്ളവരടുത്ത് ചോദിക്കണം. ഈ ക്ലാസ് കേട്ടത് കൊണ്ട് ഞാൻ പറയുന്നത് മാത്രം ഫീൽ ചെയ്യാന്നുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നല്ലൊരു സൈക്കോളജിസ്റ്റ് കാണേണ്ട സ്ഥിതിയാണെങ്കിൽ അത് കാണണം, നല്ല ട്രെയിനറെ കാണണം. ഇങ്ങനത്തെ കാര്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാനേ പാടില്ല, ചിലപ്പോൾ തെറാപ്പി വേണ്ടി വന്നേക്കാം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ബൗണ്ടറി നിശ്ചയിക്കുക. നമ്മൾക്ക് ട്രിഗർ ചെയ്യുമെന്ന് തോന്നുന്ന കാര്യത്തിലേക്ക് പോകാതിരിക്കുന്ന ഒരു മെത്തേഡും ഇതിൽ നല്ലതാണെന്ന് പറയുന്നത്. അവസാനത്തെ, പ്രൊഫഷണൽ ഹെൽപ്പ്. അവസാനം പറഞ്ഞാണ്, ഇനി ഇതൊന്നും ശരിയാവണില്ല, ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, മെഡിറ്റേഷൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു പക്ഷെ നമുക്ക് 4 സെക്കൻഡ് ശ്വാസം എടുത്തത് ശരിയാവണില്ല,
അല്ലെങ്കിൽ നമ്മൾ യോഗ ചെയ്തിട്ട് ശരിയാവണില്ല, അല്ലെങ്കിൽ നമ്മൾ 10 വരെ എണ്ണീട്ട് ശരിയാവണില്ല, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ശരിയാവണില്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ നമുക്ക് തെറാപ്പി ചെയ്യേണ്ടി വന്നേക്കാം. അതൊരു സൈക്കോളജിസ്റ്റിന്റെ സഹായം വേണ്ടി വന്നേക്കാം, ചില സൈക്കാട്രിസ്റ്റ് സഹായം വേണ്ടി വന്നേക്കാം. അപ്പൊ ഇമോഷൻസിന് അവസാന ഘട്ടത്തിൽ നമുക്ക് ചിലപ്പോൾ അങ്ങനെയും ചിലപ്പോൾ നമ്മുടെ ശരീരവുമായിട്ട് അതൊരു അസുഖത്തിന്റെ ലെവലിലേക്ക് പോകുന്ന ചില സംഗതികൾ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പല പല പ്രശ്നങ്ങൾ ഉള്ളത് നമ്മൾ കണ്ടുപിടിച്ചാൽ ആ ലെവലിലേക്ക് പോകേണ്ടി വന്നേക്കാം. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ആ ലെവലിൽ പോകും. അപ്പൊ എന്തായാലും എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഐഡന്റിഫൈ ചെയ്യാം. എന്താ ഇമോഷൻസ് പ്രാക്ടീസ് 4 സെക്കൻഡ് ശ്വസിക്കുന്നു, 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു, 6 സെക്കൻഡ് പുറത്തേക്ക് വിടുന്നു. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ ടെക്നിക്ക്, എന്ത് റിയാക്ട് ചെയ്യുമ്പോഴും കുറച്ചു നേരം ഞാൻ വെയിറ്റ് ചെയ്യും. 1 മുതൽ 10 വരെ എണ്ണുക, 1 മുതൽ 50 വരെ എണ്ണുക, 1 മുതൽ 100 വരെ എണ്ണുക, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോകുക എന്നൊരു ടെക്നിക്ക് ഉണ്ട്. 4മത്തെ, നെഗറ്റീവ് തോട്ട്സിനെ പോസിറ്റീവിലേക്ക് എപ്പോഴും ആലോചിച്ചിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കും. നെഗറ്റീവ് വന്നപ്പോൾ പോസിറ്റീവായിട്ട് ഞാൻ ചിന്തിക്കും, വേറൊരു പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുന്ന അർത്ഥം. 5മത്തെ, ഹെൽത്തി ഔട്ട്ലെറ്റുകൾ എന്ന് വെച്ചാൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് ശ്രദ്ധ പോവുക. എന്ന് വെച്ചാൽ ചിലപ്പോൾ പക്ഷേ സ്ട്രെസ് വരുമ്പോൾ ഞാൻ എക്സസൈസിലേക്ക് പോവുക, നടക്കാൻ പോവുക, ഏറ്റവും നല്ല ഫ്രണ്ടിനെ വിളിക്കുക, ചായ കുടിക്കാൻ പോവുക, വിശ്രമിക്കുക എന്ന് പറയുന്ന അതർ ആക്ടിവിറ്റിയിലേക്ക് പോവുക. 6മത്തെ, മൈൻഡ്ഫുൾനെസ് പോലത്തെ സംഭവങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, മെഡിറ്റേഷൻ പോലത്തെ. 7മത്തെ, ലേൺ ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയും. ഓക്കെ, പോകുന്നത് പോലെ പോട്ടെ, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു സംഭവം ഉണ്ട്, അല്ലാത്തത് എന്റെ കയ്യിൽ നിൽക്കില്ല. എന്ന് വെച്ചാൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഞാൻ അതിലേക്ക് തന്നെ ശ്രദ്ധിക്കുക. കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളിലേക്ക് തല പോകാതിരിക്കുകയാണ് നല്ലത്. കടമകൾ മാത്രം ചെയ്യുക, അതിനുശേഷമുള്ള ടെൻഷനിലേക്ക് പോകാതിരിക്കുക. 8മത്തെ, പ്രാക്ടീസ് സെൽഫ് കമ്പാഷൻ എന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മളോട് തന്നെ ദയവ് ഉണ്ടാകുക. എന്ന് വെച്ചാൽ ചില ഇമോഷൻസ് നല്ലതാണ്, ചില ഇമോഷൻസ് പൊട്ടയാണ്, ആ ചില ഇമോഷൻസ് വീണ്ടും വന്നേക്കാം, അതൊരു പ്രശ്നമല്ല, മനുഷ്യനാണെന്ന് കരുതുകയും ചെയ്യുക. ഒന്ന് ഹെൽപ്പിന്റെ 9മത്തെ, ഹെൽത്തി ബൗണ്ടറികൾ ഫിക്സ് ചെയ്യുക. എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ എന്നെ ട്രിഗർ ചെയ്യുമെങ്കിൽ അതിലേക്ക് കാര്യമായിട്ട് പോകാതിരിക്കുന്നത് ഒരു പരിധി നല്ലതാണ്. ഇതൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവസാനത്തെ, ഒരു പ്രൊഫഷണൽ ഹെൽപ്പിലേക്ക് പോകേണ്ടി വന്നാൽ ഒരു തെറാപ്പിയോ അതുമായി ബന്ധപ്പെട്ട അറിവുള്ള ആൾക്കാരുടെ പോയിട്ട് വേറെ എന്താ പറയാ മുറിവൈദ്യൻ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും അറിവുള്ളവരുടെ മാത്രമേ പോകാൻ പാടുള്ളൂ. ഈ ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമോഷണൽ ഇന്റലിജൻസ് എന്താണെന്നും എന്തൊക്കെ ഇമോഷൻസ് നമ്മുടെ ശരീരത്തിൽ മനസ്സിലുണ്ടെന്നും ആ ഇമോഷൻസ് എത്രമാത്രം ഗുണമുണ്ടെന്നും എത്രമാത്രം ഒരു സോഷ്യൽ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്ങിന് പ്രശ്നമുണ്ടാക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ള ട്രെയിനിങ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഡാനിയൽ ഗോൾമാൻ പറഞ്ഞ ഒരു കാര്യം നമ്മൾ ആലോചിക്കുക. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ, ഈ പറഞ്ഞത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുക, ഈ ഇമോഷൻസ് നമുക്കുണ്ട്, ഈ ഇമോഷൻസ് നമുക്ക് പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കലാണ് നമ്മൾ ഇതിൽ നിന്ന് കൂടുതലായിട്ട് പഠിച്ചത്. അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിനെ റെഗുലേറ്റ് ചെയ്യാനും അത് കൺട്രോൾ ചെയ്യാനും അതിനനുസരിച്ച് എമ്പതി വർക്ക്ഔട്ട് ചെയ്യാനും അത് മോട്ടിവേറ്റ് ചെയ്യാനും അങ്ങനെ സോഷ്യൽ സ്കിൽ വർദ്ധിപ്പിക്കാനും പറ്റും. അതുകൊണ്ട് നമ്മളിപ്പോഴത്തെ ട്രെയിനിങ്ങിന്റെ ഉദ്ദേശം നമുക്ക് ഇങ്ങനത്തെ ഇമോഷൻസ് ഉണ്ടോ, അതുണ്ടെങ്കിൽ എന്റെ ലൈഫിനെ എത്രമാത്രം എഫക്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ എന്റെ ഫാമിലിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, എന്റെ കൂട്ടുകാരെ എഫക്ട് ചെയ്യുന്നുണ്ട്, എന്റെ വീട്ടുകാരെ എഫക്ട് ചെയ്യുന്നുണ്ട്, എന്റെ ടീമിനെ എഫക്ട് ചെയ്യുന്നതും അവർക്ക് ഇതുപോലത്തെ പ്രശ്നങ്ങൾ അവർ മറ്റുള്ളവരെ എഫക്ട് ചെയ്യുന്നതും നമ്മൾക്ക് അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ പറ്റുകയും ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കാനും ഒരുപാട് സമയലാഭം കിട്ടാനും ഒരുപാട് എഫിഷ്യൻസി കിട്ടാനും ഒരുപാട് സക്സസിലേക്ക് അടുക്കാനും ഒരുപാട് ആൾക്കാരുമായിട്ട് നല്ല നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാനും ഒരുപാട് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ കൊടുക്കാനും നമ്മളോട് ഒരുപാട് ഇഷ്ടമുണ്ടാകാനും മറ്റുള്ളവർക്ക് നമുക്ക് മറ്റുള്ളവർ ഇഷ്ടമുണ്ടാകാനും അങ്ങനെ ഒരു സാമൂഹിക നല്ല ജീവിയായിട്ട് ഒരു മനുഷ്യനായിട്ട് മാറാനും പറ്റട്ടെ എന്നുള്ള ഒരു ആശംസയിലാണ് ഈ ട്രെയിനിങ് നടത്തുന്നത്. എന്നാലും നിങ്ങൾക്ക് ട്രെയിനിങ് ഒരുപക്ഷെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റണം എന്നില്ല ചില പോയിന്റുകൾ. ഇത് നമ്മൾ അടിസ്ഥാനമാക്കിയത് ഈ പറഞ്ഞ ഡാനിയൽ ഗോൾമാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൺസെപ്റ്റുകളൊക്കെയാണ്. പിന്നെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഡിസ്കഷനിലാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് തോന്നുന്നുണ്ട് ശരിയല്ലാന്ന് തോന്നുകയാണെങ്കിൽ അറിവുള്ളവരുടെ തന്നെ ചോദിച്ച് പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ ഈ ട്രെയിനിങ് കഴിഞ്ഞ് ഏത് ട്രെയിനിങ് കഴിയുന്ന പോലെ തന്നെ ഈ ട്രെയിനിങ് കഴിഞ്ഞാലും ഇതൊരു വലിയൊരു സംഭവം തന്നെയാണ്. ഈ ഇമോഷൻസ് അത് കൺട്രോൾ ചെയ്യണം. എനിക്കും ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ആദ്യം ഞാൻ സമ്മതിക്കുക എന്നുള്ളതാണ്. എനിക്കും പ്രശ്നങ്ങളുണ്ട്, ഞാനും അത്ര പരിപൂർണനല്ല എന്ന് സമ്മതിക്കാനുള്ള ഒരു തുറന്ന മനസ്സ് നമ്മളെ ഓരോരുത്തരും ഞാനുൾപ്പെടെ എല്ലാവരും കാണിക്കുക. അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുക. അതിന് നല്ല ബന്ധങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കട്ടോ, ഡിസ്കഷൻ ഉണ്ടെങ്കിൽ ആവാം. ഞാൻ സമയം ഒരുപാട് ആയതുകൊണ്ട് ചിലർക്കൊക്കെ 10 മണിക്ക് പോകേണ്ടി വരുന്നതുകൊണ്ട് നിർത്തിയതാണ്. നസീർ സാർ ഉണ്ടോ അവിടെ?
പിന്നെ ഇത് ഈ പല സമയത്ത് നമ്മൾ ഇങ്ങനെ ട്രെയിനിങ്ങുകളൊക്കെ നടത്താറുണ്ട്, ബിസിനസ് ട്രെയിനിങ്ങുകൾ, സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങുകൾ, അതൊക്കെ നടത്താറുണ്ട്. പക്ഷെ എല്ലാവരും ഫീഡ്ബാക്ക് ഒക്കെ നന്നായിട്ട് തന്നെയാണ് അയക്കാറ്. പക്ഷെ ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നല്ല ഫീഡ്ബാക്ക് അയക്കാം. നമ്മുടെ ക്ലാസ്സുകൾ നന്നാവുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ, ഇത് പോയിന്റ് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ, ഭാഷ കറക്റ്റ് ആണോ, അല്ല ഞാൻ ഈ പറഞ്ഞത് തെറ്റാണോ ശരിയാണെന്നൊക്കെ നിങ്ങൾ അയക്കുക. വളരെ നെഗറ്റീവ് എന്നല്ല, ഒരുപക്ഷെ ഞാൻ മാത്രം കേൾക്കേണ്ടതാണെങ്കിൽ എനിക്ക് മാത്രം അയച്ചാലും മതി, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഇടാം. അതുകൊണ്ട് നമുക്ക് സന്തോഷമേ ഉള്ളൂ. അത് നമുക്ക് കൂടുതൽ നല്ല നല്ല ട്രെയിനിങ്ങുകൾ എടുക്കാനും ഒക്കെ ചെയ്യാൻ നമുക്ക് ഉപകരിക്കുന്നതാണ്. അപ്പൊ പിന്നെ ഈ ഇപ്പൊ സംസാരിച്ച കാര്യത്തിൽ എന്തെങ്കിലും ഡിസ്കഷൻസ് ഉണ്ടെങ്കിൽ ആകാം. നമുക്കൊരു 10-15 മിനിറ്റ് കൂടി ഇരിക്കാം. അത് നമ്മൾ 8:30 തുടങ്ങിയതുകൊണ്ടാണ്. സാധാരണ 8 മണിക്കാണ് നമ്മൾ ട്രെയിനിങ്ങുകൾ തുടങ്ങുക. പിന്നെ കുറെ പേർക്ക് സമയത്തിന്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ 8:30 ആക്കിയത്. ഒരുപാട് ട്രെയിനിങ്ങുകൾ നസീർ സാറുമായിട്ട് സഹകരിച്ച് നമ്മൾ നടത്താറുണ്ട്. ഒരുപാട് ആൾക്കാർ, ഞാൻ ഈ പേഴ്സണൽ കോച്ചിങ്ങും ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ കുറച്ചു പേർക്കൊക്കെ എന്നെ പരിചയം ഉണ്ടാവും, മാനേജ്മെന്റ് കൺസൾട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ. നസീർ സാറുമായിട്ട് നല്ല ബന്ധമുണ്ട്. അദ്ദേഹം ഇഷ്ടം പോലെ ട്രെയിനിങ്ങുകൾ ചെയ്യുന്ന ആളുമാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം വിളിച്ചതിൽ പ്രത്യേകിച്ച് നന്ദി പറയുന്നു. പിന്നെ കേട്ടിരുന്നാൽ നിങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് നന്ദി. കാരണം ഒരുപാട് ട്രെയിനിങ്ങുകൾ ഇങ്ങനെ പങ്കെടുക്കുന്നതുകൊണ്ട് തന്നെ ട്രെയിനിങ്ങുകൾ ഘോഷയാത്രയാണ്. അപ്പൊ ട്രെയിനിങ്ങിൽ ആളെ കിട്ടില്ല എന്നാണ് പറയാ പൊതുവെ. പക്ഷെ ട്രെയിനിങ്ങിൽ ആളെ കിട്ടാത്തതിന്റെ പ്രശ്നമില്ല, നമുക്ക് ട്രെയിനിങ്ങുകൾ അതിപ്രസരമായി തോന്നി. പക്ഷെ ഞാൻ പറയുന്നത് വേറെ കാര്യമാണ്. നിങ്ങൾ എത്ര ട്രെയിനിങ് പങ്കെടുത്താലും കുഴപ്പമില്ല. പക്ഷെ ട്രെയിനിങ്ങിൽ നിന്ന്, അല്ലെങ്കിൽ ക്ലാസ്സുകളിൽ നിന്ന്, പഠനത്തിൽ നിന്ന് ഒന്നും നമ്മുടെ ജീവിതത്തിലും ബിസിനസ്സിലും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലും അല്ലെങ്കിൽ നമ്മുടെ ഒന്ന് പകർത്തുന്നില്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല ഇതിന്. ഇത് വെറുതെ ഒരു നേരം പോക്കാവും. ഒരു മോട്ടിവേഷൻ പോലെ അല്ല പല ട്രെയിനിങ്. മോട്ടിവേഷന്റെ ട്രെയിനിങ്ങിന്റെ ഉദ്ദേശം തന്നെ ആ സമയത്ത് നമ്മൾ ഒരു മോട്ടിവേറ്റഡ് ആവുക എന്നുള്ളതാണ്. അത് സ്വാഭാവികമായിട്ടും വലിയ വലിയ ആൾക്കാർ നമ്മൾ മോട്ടിവേഷൻ ട്രെയിനിങ് മോട്ടിവേറ്റഡ് ആവും. പക്ഷെ ഈ ഇങ്ങനത്തെ ട്രെയിനിങ്ങുകൾ, ഇപ്പൊ സെയിൽസ് എങ്ങനെ കൂട്ടാൻ ഒരു ട്രെയിനിങ് എടുത്താൽ ആ സെയിൽസ് കൂട്ടുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും നമ്മുടെ സെയിൽസ് മാനേജർക്ക് പറഞ്ഞു കൊടുക്കുകയും നമ്മുടെ സെയിൽസിന്റെ എക്സിക്യൂട്ടീവിന് പറഞ്ഞു കൊടുക്കുകയും വേണ്ടേ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ പറഞ്ഞ ട്രെയിനിങ്. ഇപ്പൊ നമ്മൾ ബിസിനസ് എങ്ങനെ കൂട്ടാം, അല്ലെങ്കിൽ എങ്ങനെ എന്റെ ദേഷ്യം എങ്ങനെ കുറയ്ക്കാം, എങ്ങനെ ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ലീഡർഷിപ്പ് എങ്ങനെ വളർത്താം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് നല്ലപോലെ വീണ്ടും 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 ഇത് കേൾക്കുക, വീണ്ടും വീണ്ടും പഠിക്കുക. എന്നിട്ട് നമ്മളുമായി ബന്ധപ്പെടുന്ന ആർക്കാണ് ഈ മേഖലയിൽ വേണ്ടത് അവരോട് ഇത് കറക്റ്റ് പറഞ്ഞു കൊടുത്തിട്ട് നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യുക. ഇംപ്ലിമെന്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരു ഗുണം ഉണ്ടാവില്ല. സത്യത്തിൽ നമ്മൾ പണ്ട് കാലത്ത് സ്കൂളിൽ കോളേജിൽ പഠിക്കുമ്പോൾ നമുക്ക് ഇംപ്ലിമെന്റേഷൻ വരുന്നില്ല. നമ്മൾ അവിടെ ആവശ്യം എന്താ, പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടലാണ്. പക്ഷെ ഇപ്പൊ നമ്മുടെ പരീക്ഷകൾ സ്കൂളുകളും കോളേജിലും കഴിഞ്ഞു. ഇനി നമ്മുടെ ആവശ്യം എന്താ, റിയാലിറ്റിയാണ്. നമ്മൾ ഇതൊക്കെ എന്തിനാ കേൾക്കുന്നത്, ഫാമിലിയിൽ നല്ല മനുഷ്യനാവാൻ, അല്ലെ, കമ്പനിയിൽ നല്ല മനുഷ്യനാവാൻ, സുഹൃത്തുക്കളായിട്ട് നല്ല മനുഷ്യനാകാൻ. എങ്കിൽ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയും നല്ല സുഹൃത്തിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. നമ്മൾ സെയിൽസ് എങ്ങനെ കൂട്ടാന്ന് പഠിക്കുന്നത് എന്തിനാ, ആ സെയിൽസ് കൂട്ടിയിട്ട് വരുമാനം ഉണ്ടാക്കാനാണെങ്കിൽ ആ സെയിൽസ് എങ്ങനെ കൂടുന്നത് നമ്മുടെ പാർട്ണർക്കും സെയിൽസുകാരനും മാനേജർക്കും പറഞ്ഞു കൊടുക്കട്ടെ. അപ്പൊ അങ്ങനെ ആവട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. അങ്ങനെ ആയി മാറുന്ന ട്രെയിനിങ്ങിൽ മാത്രം നിങ്ങൾ പങ്കെടുത്താൽ മതി. ഒരുപാട് ട്രെയിനിങ് പങ്കെടുക്കുന്നതിന് പകരം പങ്കെടുക്കുന്ന ട്രെയിനിങ്ങുകൾ പ്രാക്ടീസ് ചെയ്യാന്നുള്ള എൻ്റെ ഒരു വിശ്വാസം. പങ്കെടുക്കണമെന്ന് വിരോധമില്ല. നിങ്ങൾ ഇരിക്കുമ്പോൾ നമുക്കിത് പറയാൻ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ഒരുപാട് പഠിക്കാൻ പറ്റുന്നുള്ളതാണ് എൻ്റെ സന്തോഷം. പക്ഷെ നിങ്ങൾക്ക് അതിന്റെ ഗുണം കൂടി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നസീർ സാർ ഉണ്ടോ? സാർ ഒരു കാര്യം ചോദിക്കാണ്. പറഞ്ഞു. സാർ ഞാൻ സോഫ കർട്ടൻ വർക്കാണ് ഞാൻ ചെയ്യുന്നത്. ഹലോ പറഞ്ഞോ. ഞാന് എന്താന്ന് പറഞ്ഞാല് 19 വർഷമായി ഈ ഫീൽഡ് ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു വലിയ വിജയം ഇല്ല. ചെറിയ രൂപത്തിലുള്ള, കാരണം പറഞ്ഞാൽ എനിക്ക് എന്താന്ന് പറഞ്ഞാൽ ഈ പുറത്തേക്ക് മറ്റുള്ളവരായി സംസാരിക്കുമ്പോൾ ആ ഒരു എന്തോ ഒരു ഇത് ചില സമയത്ത് ഒന്നും കുഴപ്പമില്ല, ചില സമയത്ത് ഭയങ്കര ഉള്ളിക്ക് എന്തോ ഒരു ഇതുപോലെ സംസാരിക്കാൻ അങ്ങനെ കിട്ടാറില്ല. പിന്നെ പുറത്തേക്ക് നമ്മള് വേറെ ബാങ്കിലൊക്കെ പോകുമ്പോ എന്തോ ഒരു ഭയം ഉള്ളിലേക്ക് അങ്ങനെ ഒരു തോന്നാറുണ്ട്. അപ്പൊ ഈ ഒരു 2 പ്രശ്നമാണ് എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കണത്. എന്താ താങ്കളുടെ പേരെന്താ? എനിക്ക് സ്ക്രീനിൽ കാണില്ല. എന്റെ ഒരു ഫൈസൽ. മനസ്സിലായി. അതായത് നമ്മൾ ഈ ഞാൻ ഈ സിമ്പിൾ ആയിട്ട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാലേ, നമ്മുടെ ജീവിതത്തിലെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ 2 കാര്യം സംഭവിക്കും. അത് ആദ്യം മനസ്സിലാക്കുക. ഒന്നുകിൽ അത് ജയിക്കും അല്ലെങ്കിൽ തോൽക്കും. ഇതിന് മേലെ ഉണ്ടാവുമ്പോൾ ജയിക്കുക അല്ലെങ്കിൽ തോൽക്കുക, അല്ലെങ്കിൽ കറക്റ്റ് ആവുക, ശരിയാവുക, തെറ്റാവുക, അല്ലെങ്കിൽ യെസ് ആവുക, നോ ആവുക, അത്രേ ഉള്ളൂ. അതായത് നിങ്ങളുടെ മനസ്സിൽ ധൈര്യം. ഈ ലോകത്തെ എല്ലാവർക്കും ഇങ്ങനെയാണ്. അത് മുനീറിനും രാജേഷിനും
റെജിനും ശ്രീജയ്ക്കും ഷിഹാബിനും ഷെഫീഖിനും ജോഫിനും ബാവയ്ക്കും സന്ദീപിനും ഒക്കെ ഇങ്ങനെയാണ്. ഇതിൽ ഫൈസലിന് മാത്രമല്ല ഇങ്ങനെ, അത് ഷെഫീഖിനും ഇങ്ങനെയാണ്. അപ്പൊ പിന്നെ ഷെഫീഖ് എന്തുകൊണ്ട് ചെയ്യുന്നു, എന്തുകൊണ്ട് മുനീർ ചെയ്യുന്നു, എന്തുകൊണ്ട് ഫൈസൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് എന്തുകൊണ്ടാ? പണ്ട് മുനീറും ഇങ്ങനെയായിരുന്നു, ഷെഫീഖ് ഇങ്ങനെയായിരുന്നു. അപ്പൊ നമ്മൾ ചെയ്യുന്നത് വരേക്കും ഷെഫീഖ് ഇങ്ങനെയായിരുന്നു പണ്ട്. അയ്യോ ശരിയാവോ, അയ്യോ ശരിയാവോ. അപ്പൊ അതുകൊണ്ട് ഫൈസൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുൻപാണ് ഈ പ്രശ്നം വരുള്ളൂ. ചെയ്തു കഴിഞ്ഞാലേ, ഒരു പ്രാവശ്യം ചെയ്താൽ അതാണ് നമ്മുടെ ധൈര്യം. ആ ഇത് ഞാൻ ഈ കാര്യം ചെയ്താൽ, ഞാനൊരു സ്റ്റേജിൽ കയറി സംസാരിച്ചാൽ ഒന്നുകിൽ ശരിയാവും അല്ലെങ്കിൽ ശരിയാവില്ല, അല്ലെ? പിന്നെ ജനങ്ങള് ഈ ഒരാൾക്ക് തെറ്റു വന്നാല് കളിയാക്കുന്നില്ല, അതൊക്കെ വെറുതെ പറഞ്ഞതാ. കുട്ടികൾ കളിയാക്കണത് കൂട്ടുകാരെ കളിയാക്കുന്ന വ്യത്യാസമുണ്ട്. അല്ല, ഒരു കാര്യം നമ്മൾ ചെയ്യാൻ തുനിഞ്ഞു, അതിലാരും കളിയാക്കില്ലെന്ന്. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരി മറ്റോ പറഞ്ഞു, ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല, ഒരു കുട്ടി പറഞ്ഞില്ലേ? അതുപോലെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് വരേക്കും, ഒരു പ്രസംഗിക്കുന്ന വരേക്കും, ഒരാൾ അഭിമുഖീകരിക്കുന്ന വരേക്കും പ്രശ്നം. ഇനി ഒരാൾ നിങ്ങൾ അഭിമുഖീകരിച്ചു, നിങ്ങൾക്ക് വാക്കുകൾ പുറത്തു വന്നില്ല, ഒരു പ്രാവശ്യം വാക്ക് പുറത്തു വരാതിരിക്കൂ, അടുത്ത പ്രാവശ്യം പറഞ്ഞ വാക്ക് നല്ലപോലെ പുറത്തു വരും. അതുകൊണ്ട് ആ സ്റ്റാർട്ടിങ് ട്രബിൾ നിങ്ങളായിട്ട് തന്നെ തീർക്കുക. പിന്നെ എന്നിട്ടൊന്നും എനിക്ക് പറ്റുന്നില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ചിലപ്പോൾ പക്ഷെ വേറൊരാളുടെ ഒരു സപ്പോർട്ട്, ഉപദേശം വേണ്ടി വന്നേക്കാം. ഏത് ചില ആൾക്കാർക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. ചിലപ്പോൾ പക്ഷെ നമ്മൾ ഈ പറഞ്ഞു കൊടുത്തുകൊണ്ടും ധൈര്യം വരില്ല. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയാം. ഫ്ലൈറ്റിൽ നിന്ന് നമ്മുടെ ഈ ഹെലികോപ്റ്ററിൽ നിന്നൊക്കെ ഈ മറ്റേ പട്ടാളക്കാർക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എങ്ങനെയാ, അവര് പാരഷൂട്ടിൽ ചാടണം. അവര് ചാടുന്നതാണോ ആദ്യം? അവർ തള്ളി പുറത്തിടുന്നതാ. കാരണം അവരെ തള്ളി പുറത്ത് നമ്മൾ ധൈര്യത്തിൽ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളെ ഒന്നുകിൽ നമ്മൾ ഒരു കുഴപ്പമുണ്ടാവില്ല, ധൈര്യമായിട്ട് ചാടിക്കോളൂ. ഇതിനു മുമ്പ് ലക്ഷക്കണക്കിന് ആൾക്കാർ ചാടിയിട്ട് ഞങ്ങളൊക്കെ ചാടിയ ആൾക്കാരാണ്, ഒന്നും ഉണ്ടാവില്ല, പാരഷൂട്ട് ഉണ്ട്, എന്നിട്ടും അവനിങ്ങനെ നിൽക്കുള്ളോ. അപ്പൊ ഒറ്റ തള്ളുകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരുപക്ഷെ അങ്ങനെ തള്ളണ ആള് വേണമെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളുകൾ കണ്ടുപിടിക്കുക. റോൾ മോഡൽ ആയിരിക്കാം, അച്ഛന അപ്പയായിരിക്കാം, ഉമ്മയായിരിക്കാം, ടീച്ചറായിരിക്കാം. നിങ്ങളുടെ മനസ്സ് തുറക്കാൻ പറ്റും. അതാണ് ഇമോഷണൽ ഇന്റലിജൻസ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ അപ്രോച്ചബിൾ ആവുന്ന കുറെ ആൾക്കാർ കുടുംബത്തിൽ ഉണ്ടാവും. അങ്ങനെ ഒന്ന് രണ്ട് ആളെ കണ്ടുപിടിച്ച് അവരോട് ഈ പ്രശ്നം പറഞ്ഞാൽ അവര് നിങ്ങൾക്ക് ധൈര്യം തന്നാൽ ചിലപ്പോൾ നിങ്ങൾ സദസ്സിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരാൾ സംസാരിക്കുക, ആളെടുത്ത് നിന്നാൽ മതി. അപ്പൊ എന്തായാലും ചെയ്യുന്നത് വരെ കുഴപ്പമുണ്ടാവുള്ളൂ. ഞാനും ഇങ്ങനെയായിരുന്നു. ഞാൻ ഇപ്പൊ സംസാരിക്കുന്ന ആള്, ഞാൻ വീട്ടിലൊരാ വിരുന്നുകാർ വന്നാൽ പോലും സംസാരിക്കില്ലായിരുന്നു. ഞാൻ എങ്ങനെയാ മാറിയെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ എനിക്ക് സെയിൽസിനോട് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ ചില ദൈവം സമയത്ത് തന്നൊരു കഴിവുണ്ടായിരിക്കാം. ചില സമയത്ത് കുഴപ്പമില്ല, പക്ഷെ ചില സമയത്ത് ഭയങ്കരമായ ഒരു ഇത്. അതേപോലെ പുറത്തേക്ക് നമ്മൾ അങ്ങനെ പോയിട്ടുള്ള ആ ഒരു ശീലമില്ല. പക്ഷെ എന്റെ ബിസിനസ് എന്ന് പറഞ്ഞാല് നമ്മൾക്ക് എങ്ങനെ എന്തായാലും പുറത്തൊക്കെ പോയി നല്ല ഇതെടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് ബിസിനസ് വലിയൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ചിലപ്പോ നിങ്ങൾക്ക് ഇതുപോലെ ഞാൻ നിങ്ങളെ നമ്മൾ ഒരുപാട് സംസാരിക്കാത്ത ചിലപ്പോ ചില ആൾക്കാർക്ക് സൈക്കോളജിക്കലി ചില മൂഡ് സ്വിങ് ഉണ്ടാവും. അത് ചില കാരണങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു ചില സമയത്ത് ഭയങ്കര ധൈര്യം, ചില സമയത്ത് ഭയങ്കര പേടി. അത് മൂഡ് അതാ സ്വിങ് എന്ന് പറയും. ആ മൂഡ് സ്വിങ് ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഒരാളോട് സംസാരിക്കുക. ഇനി അതിലും ശരിയാവണമെങ്കിൽ ഏതെങ്കിലും ഒരു സൈക്കോളജിന്റെ അടുത്തൊക്കെ പോയിട്ട് ഒരു അഡ്വൈസ്, ഉപദേശമൊക്കെ മേടിക്കുന്നല്ല. അത് തെറ്റൊന്നല്ല. എല്ലാ മനുഷ്യന്മാർക്കും പ്രശ്നമാണ്, അതാണ് രസം. എല്ലാ മനുഷ്യന്മാർക്കും ഓരോ പ്രശ്നം. ചിലർക്ക് ഭയങ്കര പേടി, ചിലർക്ക് ഒരു കാര്യം തീരുമാനം എടുക്കാൻ പറ്റില്ല, ചിലർക്ക് സദസ്സിലേക്ക് പോകാൻ പ്രശ്നം, ചിലർക്ക് ഇടയ്ക്ക് വെറുതെ ടെൻഷൻ, കാരണങ്ങളൊന്നുമില്ല. ഈ മനുഷ്യന് സത്യം പറഞ്ഞ പനിയും തലവേദനയും ജലദോഷം പോലെ തന്നെ ഇഷ്ടം പോലെ സാധനങ്ങളാണ് ഇപ്പോഴത്. പക്ഷെ ഈ കാര്യത്തിനെ കുറിച്ച് പൊതുവായിട്ട് ചർച്ച ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊക്കെ ഒരു ഭയങ്കര പ്രശ്നമുള്ള കേസാന്ന് ചിന്തിക്കുക നമ്മള്. ഇപ്പൊ കുഴപ്പമില്ല. പണ്ട് കാലത്ത് നിങ്ങൾ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ആ നാട് മുഴുവൻ പാട്ടാവും. പ്രശ്നമാണ്. സൈക്കോളജി അവരെന്തോ വല്ല പ്രശ്നം. ഇപ്പൊ എന്ത് കുഴപ്പം? ഇപ്പൊ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് ജോലി സ്ഥലത്തുണ്ട്, നാട്ടിലുണ്ട്, വീട്ടിലുണ്ട്, കൂട്ടുകാരുണ്ട്. കാരണം അതൊരു ജീവിതത്തിൽ നമുക്ക് ധൈര്യം തരുന്ന ആൾക്കാരാണെന്നാണ്. സൈക്കാട്രിസ്റ്റ് പോലും പ്രശ്നമല്ല ഇപ്പോ. കാരണം നമുക്ക് കോവിഡ് വന്നപ്പോ എത്ര പേർക്ക് മാനസിക പ്രശ്നം ഉണ്ടായി, പോയി ഗുളിക മേടിച്ച് കഴിച്ചത് സൈക്കാട്രിസ്റ്റിന്റെ അടുത്താണ്. അപ്പൊ നമുക്ക് എന്ത് പ്രോബ്ലം വരും, നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്തത് നമുക്ക് ഒരാളെ സഹായം വേണം. അത് മരുന്ന് കൊണ്ടായിരിക്കാം, ഉപദേശം കൊണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് മൂഡ് സ്വിങ് പോലത്തെ ആണെന്ന് അവര് തന്നെ പറയും. മൂഡ് സ്വിങ് ആണെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ചാൽ അത് പറഞ്ഞു തരുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഈ കാര്യമൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന ഒരാളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാറ്റാൻ പറ്റും. പിന്നെ ഒരു പ്രാവശ്യം പാരച്ചൂട്ടിൽ ഹെലികോപ്റ്ററിൽ ചാടിയവന് പിന്നെ ഒരു പ്രശ്നമല്ലത്. ഒരു പ്രാവശ്യം വെള്ളത്തിൽ ചാടിയിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പൊ ഇടയ്ക്ക് എന്നിട്ടും എനിക്ക് വെള്ളത്തിൽ ചാടാൻ പേടി വരുന്നുണ്ടെങ്കിൽ അത് മൂഡ് സ്വിങ് ആയിരിക്കാം. ചില സമയത്ത് നമ്മൾ അകാരണമായിട്ട് ഭയം വരാം, അകാരണമായിട്ട് നമുക്ക് നമ്മുടെ മാനസികാവസ്ഥ മാറിപ്പോവുക. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു സൈക്കോ തെറാപ്പി പോലെയൊക്കെ സംസാരിച്ച് അല്ലെങ്കിൽ ചെയ്യേണ്ടി വന്നേക്കാം കേട്ടോ. ഓക്കെ, താങ്ക്സ് സാർ.
നസീർ സാർ ഉണ്ടോ? വേറെ ആർക്കെങ്കിലും അതിൽ പറയണ്ടോ? നിങ്ങൾക്ക് ഫീഡ്ബാക്ക് പറയാം, അല്ലെങ്കിൽ ഈ ചർച്ചകളുടെ കാര്യം പറയാം, അതല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഒരു 10 മിനിറ്റ് കൂടി ഇരിക്കാതെ വിചാരിക്കുന്നു, സമയമുണ്ടെങ്കിൽ. സാർ നമസ്കാരം, ഇത് രാജേഷാണ്. സംസാരിക്കട്ടെ സാർ? പക്ഷെ എനിക്ക് സൈക്കോളജി ഭയങ്കര ഇഷ്ടമാണ്, അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിക്കാറുണ്ട്. അപ്പൊ ചെറിയ ലെവലിൽ മാത്രമേ എനിക്ക് കാര്യം അറിയൂ. പൊതുവെ ഞാൻ ബിസിനസ് ട്രെയിനിങ്, സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് എടുക്കുന്നതാണ്. പക്ഷെ ഈ ടോപ്പിക് വളരെ അത്യാവശ്യമാണ് എന്ന് തോന്നിയതുകൊണ്ട് 1-2 ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ്. നമുക്ക് പല ആൾക്കാർക്കും എന്താ പറയാ, ഭയങ്കരമായിട്ട് ബിസിനസ് വളർത്തണം എന്ന് പറയുന്നവനും ഇതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഭയങ്കര സമൂഹത്തിൽ ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര സംസാരമാണ്, ഭയങ്കര എനർജിയാണ്, ഭയങ്കര ബുദ്ധിയാണ് എന്നൊക്കെ പറഞ്ഞവന് പോലും ഈ വികാരങ്ങളിലെ പ്രശ്നങ്ങൾ ചെറിയ തോതിൽ അലട്ടുന്നുണ്ട്. ഇതൊന്നും ഇല്ലാത്തവരും ഉണ്ടാകാം കേട്ടോ, ഇല്ലെന്നും പറയില്ല. പക്ഷെ മിക്കവാറും മനുഷ്യന്മാർക്ക് ആർക്കാണ് കോപമില്ലാത്തത്, ആർക്കാണ് ക്ഷമ ഫുള്ളായിട്ടുള്ളത്? അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഈ പ്രോബ്ലം ഉണ്ട്. അപ്പൊ അതൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ക്ലാസ്സുകൾ ഉപകരിക്കും എന്നുള്ളതാണ്. പിന്നെ അങ്ങനത്തെ ആൾക്കാരുണ്ട്, സന്യാസിമാർക്ക് കോപം ഉണ്ടാവണമെന്നില്ല, അല്ല, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര കൺട്രോൾഡ് ആയിരിക്കും. വലിയ വലിയ ആൾക്കാർ, പ്രവാചകന്മാര്, അങ്ങനത്തെ ആൾക്കാരായിട്ട് നമുക്ക് മാറാൻ പറ്റില്ലല്ലോ. നമ്മളുടെയുമായി ബന്ധപ്പെടുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് നമ്മൾ കാരണം പ്രശ്നം ഉണ്ടാവാൻ പാടില്ല, നമുക്ക് പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ചെയ്യുന്ന മേഖലയിൽ നന്നാവണം. അതിന് വേണ്ടിയിട്ട് ഇമോഷൻസ് ചെയ്യുന്നതാണ്. നസീർ സാറ് പോയോ? ഹലോ ഹലോ നസീർ സാർ ഇപ്പൊ വരും. ഇനി ആരെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? കുറെ ആൾക്കാരൊക്കെ പരിചയമുള്ളവരുണ്ട്, കുറച്ചു പേരൊന്നും പേര് കേട്ടിട്ടില്ല. എനിക്ക് സ്ക്രീനിൽ കുറച്ച് പേരെ കാണുള്ളൂ കേട്ടോ, അതുകൊണ്ട് ഞാൻ എല്ലാവരും പേര് പറയാം. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാം 10:15 വരെ ആയി. നമ്മൾ 10 മണിക്കാണ് ക്ലാസ് നിർത്തുന്നത്. എല്ലാവരും ഉറങ്ങാനുള്ളൊക്കെ സമയമായി. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് ഇവിടെ ക്ലോസ് ചെയ്യാം. സാർ ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. സാർ നമസ്കാരം സാർ, ഇത് രാജേഷാണ് സംസാരിക്കുന്നത്. സാറേ, ഫസ്റ്റ് ഓഫ് ഓൾ 8:30 മീറ്റിംഗ് വെച്ചതിന് ആദ്യം തന്നെ നന്ദി പറയുകയാണ്. കാരണം ഈ ക്ലാസ് ഫസ്റ്റ് മുതൽ അറ്റൻഡ് ചെയ്യാൻ പറ്റി, ഒത്തിരി യൂസ്ഫുൾ ആയിട്ട് തോന്നി. അതിൽ തന്നെ ഷഫീഖ് സാറ് പറഞ്ഞ ഇമോഷണൽ ഇല്ലിറ്ററസി എന്ന് പറയുന്ന വേർഡും പിന്നെ നമുക്കുള്ള വീക്ക്നെസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന പോയിന്റും ഒത്തിരി റിലേറ്റഡ് ആയിട്ട് തോന്നി എനിക്ക് എൻ്റെ കേസിൽ. അപ്പൊ അതിനകത്ത് എൻ്റെ ചോദ്യം ഇതാണ് സാർ. ആക്ച്വലി സാർ പറഞ്ഞ കാര്യങ്ങൾ, അതായത് നമ്മൾ ചില സമയത്ത് നമ്മുടെ വീക്ക്നെസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. നമുക്ക് ഒരു പ്രോഗ്രസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഹഡിൽസ് ആയിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. പിന്നെ ചില പുസ്തക വായനയിലൂടെയും അല്ലാതെ ചില വീഡിയോസ് ഒക്കെ നമ്മൾ കാണുന്നതിലൂടെയും നമ്മളത് ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ ഒരു 5-10 ദിവസം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം പിന്നെയും നമ്മൾ ആ ഒരു ഫസ്റ്റ് പോയിന്റിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു കേസാണ് ആക്ച്വലി എൻ്റെ കേസിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് സാറ് ഇന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും യൂസ്ഫുൾ ആയിട്ട് തോന്നി സാർ. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, നമുക്കിത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു കോമൺ പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ ഹെൽപ്പ് കിട്ടുന്ന ഏതെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പോസിബിലിറ്റീസ് നമുക്കുണ്ടോ സാർ, ഫർദർ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിൽ? ഇത് സാധാരണ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോഴേ നമ്മള് മാനസികമായിട്ട് നമുക്ക് ഭയങ്കര ശക്തിയുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവർ പ്രാക്ടീസ് നിർത്തില്ല എന്ന് പറയാം. അപ്പൊ അതിന് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ കയറുക. ഏതെങ്കിലും ഗ്രൂപ്പിൽ നിങ്ങളുടേതായിട്ടുള്ള
സമാന മനസ്കരായിട്ടുള്ള ഗ്രൂപ്പ്, അതൊരു പക്ഷെ നമ്മൾ ഈ കാലത്ത് ഓടാൻ പോകുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് നിർത്തുന്നത് വെച്ചാൽ, ഒന്ന് അയാൾക്ക് ശക്തിയില്ല, കൂടെയുള്ളവന്മാർ നിർത്തുകയും ചെയ്യും. നമ്മൾ ജിമ്മിന് പോയി കഴിഞ്ഞാൽ നിർത്തുന്നു, കാരണം കൂടെയുള്ളവർക്ക് ശക്തിയില്ല, എനിക്കും ശക്തിയില്ല. അപ്പൊ നല്ല ശക്തിയുള്ള ഇത് ചെയ്യുന്ന ഗ്രൂപ്പുകളെ കണ്ടുപിടിക്കുക. അത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പലപ്പോഴും ഉണ്ടാവും. പിന്നെ നസീർ സാറിനെ പോലത്തെ ആൾക്കാരെ സംബന്ധിച്ച് അവർ ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന മോഡലുണ്ട്. ഇപ്പൊ ഞാൻ പേഴ്സണൽ കോച്ചിങ് ചെയ്യുന്നതാണ്. പേഴ്സണൽ കോച്ചിങ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് നമുക്ക് അതിന്റെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഒറ്റയ്ക്ക് എനിക്കൊരു സെൽഫ് മോട്ടിവേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റോൾ മോഡലിന്, അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം, ഒരു ടീച്ചറായിരിക്കാം, അവരെടുത്ത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പറയാം. ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഞാൻ ദിവസേന മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ പോണ്, പക്ഷേ ചേട്ടൻ അല്ലെങ്കിൽ ചേച്ചി അല്ലെങ്കിൽ അച്ഛൻ എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണം. കാരണം അങ്ങനെ ഞാൻ മുടക്കാവുന്ന സമയത്ത് എന്നെ ഒന്ന് പ്രചോദിപ്പിക്കണം എന്ന് പറയാം. അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഗ്രൂപ്പിൽ കയറാം, അല്ലെങ്കിൽ മണി ടെക് മീഡിയ പോലത്തെ സംഭവത്തിൽ ഒരു പ്രൊഫഷണൽ ആയിട്ട് കയറാം. എന്തായാലും നിങ്ങൾക്ക് ഒരു ഔട്ട്സൈഡ് എക്സ്റ്റേണൽ ഒരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ സപ്പോർട്ടിനെ സഹായിക്കുന്ന ഒരു സംഭവത്തിനെ കണ്ടെത്തലാണ് നല്ലത്. അത് റോൾ മോഡൽ ആയിരിക്കാം കേട്ടോ, ഒരു മെന്റർ ആയിരിക്കാം, ഒരു അഡ്വൈസർ ആയിരിക്കാം, സുഹൃത്തായിരിക്കാം, നസീർ സാർ പോലത്തെ സാറായിരിക്കാം, ഒരു ഗ്രൂപ്പ് ആയിരിക്കാം. ഇഷ്ടംപോലെ സംവിധാനങ്ങൾ ഇപ്പൊ നാട്ടിലുണ്ടല്ലോ, ഈ പറഞ്ഞ ഫേസ്ബുക്കും വാട്സപ്പിലൊക്കെ ഉണ്ട്. അത് സമാന മനസ്കര കണ്ടെത്താൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ സർ, താങ്ക് യു സർ. ഹലോ രാജേഷ്. സാർ കേൾക്കുന്നുണ്ട് സാർ. നമ്മുടെ ഷെഫീഖ് സാറും അതേമാതിരി ഒരു പേഴ്സണൽ കോച്ചിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനൊക്കെ ആ ഒരു ക്ലബിൽ മെമ്പറാണ്. അപ്പോ ഞാൻ ഒന്ന് സജസ്റ്റ് ചെയ്തെന്ന് മാത്രം, ഒന്ന് തീരുമാനിച്ചിട്ട് ജോയിൻ ചെയ്താൽ മതി. പക്ഷെ എനിക്ക് യൂസ്ഫുൾ ആണ്. ലാസ്റ്റ് 2 months ആയിട്ട് ഐ ആം ഫോളോയിങ് ദിസ് ഗ്രൂപ്പ്. ഓക്കെ, താങ്ക് യു രാജേഷ്. ഓക്കെ സർ, താങ്ക് യു സർ, താങ്ക് യു. സാറിന്റെ കോണ്ടാക്ട് ഗ്രൂപ്പിൽ അവൈലബിൾ ആണല്ലോ സർ, അപ്പോൾ ഫർദർ ഇത് ചെയ്യാം സർ. താങ്ക് യു സർ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. പത്തരയാവുന്നു. അപ്പൊ എല്ലാവർക്കും ഒക്കെ ഉറങ്ങാൻ സമയമായി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പ് സജീവമാണ്, കുറച്ച് ദിവസത്തേക്ക് ഈ ഗ്രൂപ്പ് സജീവമായിരിക്കും. നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഈ ഗ്രൂപ്പിൽ ചോദിക്കാം. അപ്പൊ എല്ലാവർക്കും അത് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുക. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുന്നു. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. താങ്ക് യു.